ഹലോ മൈ ഡിയർ ക്ലാസ് 10 ഫാമിലി മക്കളെ, എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹിസ്റ്ററിയുടെ ഫുൾ ചാപ്റ്റർ ലൈവിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. ഇപ്പം എല്ലാവർക്കും നമ്മൾ ഈ ഒരു 7:30 തൊട്ട് നമ്മൾ ഏകദേശം ഒരു 9-9:30 വരെ ഉണ്ടാവുന്നതായിരിക്കും ഈ ലൈവ്. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ വന്നിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യാൻ മക്കളെ, മാക്സിമം അവിടെ എന്ത് ചെയ്യുക, ഒരു ഫയർ എമോജി ഇട്ടോളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ന് ഹിസ്റ്ററിയിലെ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഏകദേശം നമുക്ക് 4 ചാപ്റ്റേഴ്സോളം ഉണ്ട്. അപ്പോൾ അതിൽ 4 ചാപ്റ്റേഴ്സിൽ എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഏകദേശം സബ് ടോപ്പിക്സ് വരുന്ന ഒരു കാര്യമാണ്. മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പ്രിന്റ് കൾച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പ് ആയിക്കോട്ടെ, റൈസ് ഓഫ് യൂറോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാഷണലിസം ഇൻ ഇന്ത്യ ആയിക്കോട്ടെ, ഈ 3 ചാപ്റ്ററിനെ ആയിരിക്കും നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, മാക്സിമം വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് അവിടെ ഒരു ഫയർ എമോജിയുടെ. അതേപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സയൻസ് എക്സാം എന്നുള്ള കാര്യം ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സയൻസ് എക്സാം എന്നുള്ള കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര കൊടുക്കും സയൻസിന്? അതായത് നിങ്ങളുടെ ഫിസിക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നു നിങ്ങളുടെ സയൻസ് എക്സാം എന്നുള്ള കാര്യം അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ മക്കൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര കൊടുക്കുക? ഓക്കെ, നോട്ട് ബാഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പർ ആയി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ബിക്കോസ് ഹരിസാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റാൻഡംലി യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുമല്ലോ, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരുടെ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ റിപ്ലൈ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടിയ സെറ്റിൻ്റെ പ്രശ്നമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ടഫായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, അതേപോലെ തന്നെ എളുപ്പമാണെന്ന് പറയുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളെ പോലെ കുഴപ്പമില്ല മീഡിയം ലെവലാന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ നമുക്ക് എന്തോ കേരളത്തിൽ ലെവലെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ സെറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ അല്ലേ, കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് ഇപ്രാവശ്യത്തെ എല്ലാ പേപ്പറും വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞോളൂ. ഇതാ കുറേ പേര് 10-ൽ 7, 10-ൽ 10, 10-ൽ 8 എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. സന്തോഷം. നിങ്ങൾക്ക് ഒരാൾക്ക് ഹാർഡായിരുന്നു സീന, ഇറ്റ്സ് ഓക്കെ കേട്ടോ, കുഴപ്പമില്ല. ഇനി വരാനുള്ള എക്സാംസിനെങ്കിലും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. നമുക്കറിയാം സോഷ്യലിൻ്റെ എക്സാം ഇന്നോ നാളെ ഒന്നും അല്ല, നാളെയോ മറ്റന്നാളോ ഒന്നും അല്ല ഉള്ളത്. എന്നാൽ പോലും നമുക്ക് പഠിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും തീർത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമ്മളൊരു ലൈവിൽ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെഷനും നോക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഹിസ്റ്ററിയുടെ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സും അതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ സെറ്റ് 3 പാടായിരുന്നു അല്ലേ, സെറ്റ് 1 പാടായിരുന്നു. അയ്യോ, അപ്പോൾ എല്ലാം പാടായിരുന്നു. ഓക്കെ, എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല അതിൽ. അപ്പം ഇനി വരാനുള്ളതെങ്കിലും കുറച്ച് നന്നാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ നോക്കാൻ പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പം സാർ ഇത്രയും പറയുള്ളൂ, 10ാം ക്ലാസ്സും എൻ്റെ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി +1ലേക്ക് വരുമ്പോൾ നിങ്ങൾ +1ലെങ്കിലും എന്ത് ചെയ്യേണ്ട, പാടായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കുറച്ചും കൂടെ മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും പോലും അടിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് +1ൽ നമുക്ക് അഗ്നി ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ജ്വാല ബാച്ച് ഉണ്ട്, കൊമേഴ്സ് ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സയൻസ് ബാച്ച് ആയിക്കോട്ടെ, എല്ലാ ബാച്ചും ഉണ്ട്. എൻ്റെ മക്കൾ പറ്റുക വെച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിലേക്കോ ജ്വാല ബാച്ചിലേക്കോ ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് കുറേ പേർക്ക് ഇപ്പോൾ പാടായിരുന്നതാ ഇങ്ങനെ പറയാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ബിക്കോസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 5990 നമ്മുടെ സയൻസ് ബാച്ച് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജ്വാല ബാച്ച് വരുന്ന 5990 തന്നെ സെയിം റേറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്സുകളായിട്ടും, ഈ പറഞ്ഞ PDF ക്ലാസ് നോട്ട്സുകളായിട്ടും, ഈ പറഞ്ഞ ഫുൾ സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസും, അതുപോലെ തന്നെ PYQൻ്റെ സൊല്യൂഷൻസും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PYQൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം NCERT പുറപ്പെടുവിക്കുന്ന എല്ലാ PYQസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വിത്ത് സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി എൻ്റെ മക്കളിപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, സാർ സെയിം ഫീച്ചർ തന്നെയല്ലേ ജ്വാല ബാച്ച്, അതുകൊണ്ടാണ് സാർ പറയാത്തത്. ബിക്കോസ് ഈ പറഞ്ഞ സയൻസ് തന്നെ എനിക്ക് കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ സാർ? എനിക്ക് കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പം ഞാൻ സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പാടാൻ തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ജ്വാല ബാച്ചിലേക്ക് എനിക്ക് ബാച്ച് ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും എൻ്റെ മക്കൾക്ക് ഈ പറഞ്ഞ അഗ്നി ബാച്ചിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് മാറണം. ഇപ്പോൾ ജ്വാല ബാച്ച് എടുത്തവർക്ക്, കൊമേഴ്സ് ഇഷ്ടമായി എടുത്തവർക്ക് തോന്നുന്നു കൊമേഴ്സ് വേണ്ട, എനിക്ക് സയൻസിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ എനിക്ക് സയൻസിലേക്ക് മാറിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നവർക്ക് ഉറപ്പായിട്ട് സ്വിച്ചിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വിളിച്ച് പറയാം, എനിക്ക് ഈ ബാച്ചല്ല, എനിക്ക് തൊട്ടപ്പുറത്തെ ബാച്ച് വേണം എന്ന് പറയാം. കാരണം സെയിം പ്രൈസാണ് എൻ്റെ മക്കൾക്ക്, സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് 7590 92021ലേക്ക് 22ലേക്ക്
നമ്പറിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് നീറ്റ്, അത് ഉറപ്പായിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യണം. സയൻസ് ബാച്ചിലായിരിക്കണം ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സയൻസ് ബാച്ചിന് എല്ലാ ഫീച്ചേഴ്സും പ്ലസ് നീറ്റ് കൂടെ പഠിച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ച് അതിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. നിങ്ങൾക്ക് നീറ്റും പഠിക്കണം സയൻസും പഠിക്കണമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക അഗ്നി ആയിരിക്കില്ല. അഗ്നിയുടെ അതേ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവുന്നതിനെയും അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റും കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾക്ക് 8990 രൂപയ്ക്ക് കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് എല്ലാ അഗ്നി ബാച്ചിൻ്റെ ഫീച്ചേഴ്സും കിട്ടും. ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബിക്കോസ് ഓഫ് സയൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നീറ്റിൻ്റെ ഫുൾ സിലബസിൻ്റെ റെക്കോർഡ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നീറ്റിൻ്റെ വർക്ക് ഷീറ്റ് കിട്ടുന്നതായിരിക്കും. നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് എക്സാംസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ സാർ എനിക്ക് പഠിക്കാനുള്ളത് ജെഇ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ, ഒരുപാട് പേരുടെ സന്തോഷം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജെഇ ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതേ സെയിം പ്രൈസിന് എൻ്റെ മക്കൾക്ക് അഗ്നി ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് മാത്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ജെഇക്ക് നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണല്ലോ, അപ്പോൾ മാത്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ നോക്കുന്നുണ്ടാവുക കമ്പയറിംഗ് ടു ദ ബയോളജി. ഓക്കെ, അതെല്ലാം അവിടെ നോക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒന്നിലെങ്കിലും ജോയിൻ ചെയ്യുക. ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ബെനിഫിറ്റ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള പൃഥ്വിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ യോധ ബാച്ചിലോ ജോയിൻ ചെയ്യാം. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഫ്രീ ആയിട്ട് ബുക്ക് സെറ്റ് കിട്ടും. പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ വിഷയങ്ങളുടെയും ഗൈഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് എല്ലാ കാലത്തേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ വെട്ടിച്ചുരുക്കിയ പ്രൈസും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ബുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തേക്കും ഇത് പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാറ് പറയുകയാണ് നിങ്ങൾ ഫെബ്രുവരി 28 മുന്നേ തന്നെയെങ്കിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ഇനി എക്സാംസും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഡിമാൻഡ് കൂടും, അപ്പോൾ അതിനനുസരിച്ച് പ്രൈസും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം എൻ്റെ മക്കൾക്ക് പറ്റുവച്ചാൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഈ 28-ാം തീയതിക്കുള്ളിൽ തന്നെ ഇന്ന് തന്നെ പറ്റുവച്ചാൽ വിളിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം 3 ചാപ്റ്ററുകൾ മെയിനായിട്ടുണ്ട്. ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സബ് ടോപ്പിക് ആയിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഒറ്റ സെക്കൻഡ് മക്കളെ, ഇപ്പം നിങ്ങളുടെ ലൈവ് ഇപ്പോൾ ഒറ്റ സെക്കൻഡ് ഇപ്പം റെഡിയാക്കാവേ. ഓക്കെ, അത് സെറ്റായി. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പറയാം യെസ് സാർ എന്ന് പറഞ്ഞോളൂ. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നവിടെ സാർ ഇൻറ്റഗ്രേറ്റഡ് ഇല്ല കേട്ടോ, ഇല്ല ഇതില്ല, ഇപ്രാവശ്യം ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, അവിടെ ഒരു ഫയർ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പൊളിക്കാം. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് യൂറോപ്പിൽ നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പിക്ചർ കാണും. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഒരു സാധനം നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന പരിപാടി ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പിക്ചർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ആരാ വരച്ചതെന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു പിക്ചർ ആരാ വരച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കിടിലമാണ് എന്ന് ഞാൻ പറയാം. ഓക്കെ, ബിക്കോസ് ഓഫ് ഇത് വരച്ചിട്ടുള്ള ഒരു ഫ്രഞ്ചുകാരനായിട്ടുള്ള ഒരു ഒരു ചിത്രം വരക്കാരൻ, എഴുത്തുകാരനല്ല, ഒരു പെയിന്റർ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അയാളുടെ സെക്കൻഡ് ലെറ്ററിന്റെ ഫസ്റ്റ് എസ് ആണ് വരുന്നത്. യെസ്, അവിടെ ഒരാൾ പറഞ്ഞു ഫ്രെഡറിക് സോറോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അലൻ സാറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഫ്രെഡറിക് സോറോ ഈ വരച്ച ചിത്രത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക, ഈ പറഞ്ഞിട്ടുള്ള താഴെ കുറേ ഇങ്ങനെ തവിഞ്ഞ് പൊടിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കുറേ സാധനങ്ങൾ കാണാം അല്ലേ. ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, ആബ്സല്യൂട്ടിസ്റ്റ് പവേഴ്സ് ഒക്കെ തകർന്ന് തരിപ്പണമായതാണ് കാണിക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് രാജവംശങ്ങളുണ്ട്, ഒരുപാട് കിങ്സ് കുറേ ഭരിച്ചിരുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ ഇല്ലാണ്ടായിട്ട് ഈ പറഞ്ഞിട്ടുള്ള തകർന്ന് തരിപ്പണമായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള സൊസൈറ്റി, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സൊസൈറ്റി, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും ഇൻഡിപെൻഡൻറ്റോടുകൂടി ജീവിക്കുന്ന, ലിബറൽ ആയിട്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ചിത്രം ആര് വരച്ചിട്ടുള്ളത്, ഫ്രെഡറിക് സോറോ വരച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും സാർ ഈ പറഞ്ഞിട്ടുള്ള ആശയങ്ങളൊക്കെ നടക്കുമോ, കാരണം അന്ന് ഈ പറഞ്ഞ കിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നടക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉട്ടോപ്യൻ ആയിട്ടുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം എന്നാണ് പറയുന്നത്. സാർ അദ്രി സാറിനെ കൊണ്ടുവരുമോ? അദ്രി സാർ ജോഗ്രഫീൻ്റെ ക്ലാസ്സിലുണ്ടാവും കേട്ടോ. ഓക്കെ, ജോഗ്രഫീൻ്റെ ക്ലാസ്സിൽ ഹരിസാറായിരിക്കും നിങ്ങൾക്ക് ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്സ് ഒക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഹരിസാറിന് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, കാരണം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഹരിസാർ തന്നെയാണ് ഒറ്റയ്ക്ക് എല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ ഹരിസാറിന് ഇപ്പോൾ 10ാം ക്ലാസ് 9ാം ക്ലാസ് 8ാം ക്ലാസ് 7ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഹരിസാറിന് ഒറ്റയ്ക്ക് പറ്റൂല എന്ന് തോന്നിയ ഒരു മൊമെൻറ്റിൽ അദ്രി സാർ ജോഗ്രഫിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്രി സാർ മാത്രമായിരിക്കില്ല, അർജുൻ സാർ എന്ന് പറഞ്ഞൊരു സാറും കൂടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 3 ആളായിരിക്കും നിങ്ങൾക്ക് ജോഗ്രഫി സെറ്റാക്കി തരുന്നുണ്ടാവും കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ തന്നെയായിരിക്കും. ഓക്കെ, റെഡി.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയത് പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക ആൻഡ് മെൻ. ഇവിടെ നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക, മെൻ ആൻഡ് വിമൻ ഓഫ് ഓൾ ഏജസ് ആൻഡ് സോഷ്യൽ ക്ലാസസ് മാർച്ച്ഡ് ഇൻ ലോങ് റൺ ആൻഡ് ഓഫേർഡ് ഹോമേജ് ടു ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് വരണം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സ്റ്റാച്യു അല്ല സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ ഒരു കയ്യിൽ എന്ന് പറയുന്നത് എന്താ പറയുന്നത് ടോർച്ച് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ പറഞ്ഞു വെക്കുന്നത് ടോർച്ച് ഓഫ് എൻലൈറ്റ്മെന്റ്, അതായത് ഈ പറഞ്ഞ ബോധോദയം ഉണ്ടാവുന്ന ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു സമയം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഡ്യൂറേഷൻ ഹരിസാറിന് സത്യമായിട്ട് അറിയില്ല മക്കൾ, നല്ലോണം സമയം എടുക്കും. നമ്മളിന്ന് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക കേട്ടോ ഓരോ കാര്യങ്ങളും. ഓക്കെ, അതുകൊണ്ട് സമയം എനിക്കറിയില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കി തരും. കഴിഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് സാറ്, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, നല്ല മാർക്ക് മേടിച്ചിരിക്കും നിങ്ങൾ. ഓക്കെ, ഞാൻ പറയണം. ഓക്കെ, ഈ ഒരു ലൈവ് കണ്ടാൽ മാത്രം മതി, ഈ നോട്ട് പഠിച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്ക് പോലും നിങ്ങൾ വായിക്കേണ്ട, NCERT ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കേണ്ട. അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറയാണ്, ഇവിടെ ഇരുന്നോളൂ. ആ ഒരു കോൺഫിഡൻസ്, കാരണം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഫുൾ A1 വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് SSTയിൽ. അപ്പോൾ നിങ്ങൾ ആ വിശ്വാസത്തിൽ അവിടെ ഇരുന്നോളൂ, ഞാനുണ്ട് കൂടെ. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞ ഒരു കയ്യിൽ ടോർച്ച് ഓഫ് എൻലൈറ്റ്മെന്റ്, ഒരു കയ്യിൽ എന്താ ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതൊക്കെ ഒരു കയ്യിൽ എന്താ പറയുന്നത് ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ആ അവകാശങ്ങൾ, ഒരു മനുഷ്യന്റെ അവകാശങ്ങളും അതേപോലെ തന്നെ എൻലൈറ്റ്മെന്റുമാണ് മറ്റേ കയ്യിലുള്ളത്. ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ എർത്ത് ഇൻ ദ ഫോർഗ്രൗണ്ട് ദ ഇമേജ് ഓഫ് ഷാറ്റേർഡ് റിമൈൻസ് ഓഫ് ദി സിംബൽസ് ഓഫ് ആബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള രാജാധികാരത്തിന്റെയും അല്ലെങ്കിൽ പരമോധികാരത്തിന്റെയൊക്കെ ആ അവശിഷ്ടങ്ങൾ, തകർന്ന തരിപ്പണമായിട്ടുള്ള അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണുക. ഈ പറഞ്ഞ പിക്ചറിന്റെ അടിഭാഗങ്ങളിൽ നമ്മൾ കാണുക. ഇനി ഫ്രം ദ ഹേവൻസ് ഓഫ് എബവ് ക്രൈസ്റ്റ് സെയിൻസ് ആൻഡ് ഏഞ്ചൽസ് ഗേസ് അപ്പോൺ ദ സീൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് മുകളിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഈ പിക്ചറിന്റെ ഈ മുകളിൽ നിന്ന് ഏഞ്ചൽസും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് നോക്കുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു സ്ഥലം അവർ നോക്കി കാണുകയാണ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ആശയമാണ് കേട്ടോ, ഒരു ഉട്ടോപ്യൻ ആശയമാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഉട്ടോപ്യൻ ആശയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ മുന്നിലേക്ക് എടുത്തു വെച്ചത്. കാരണം ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് പതുക്കെ ഇത് നടക്കുകയും ചെയ്തു. അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ നോക്കുന്നത് ഡ്യൂറിംഗ് ദ 19th century നാഷണലിസം, ഈ പറഞ്ഞിട്ടുള്ള ഏകദേശം 19ാം നൂറ്റാണ്ട് കൂടിയിട്ട് ആയപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, 19ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1800കളിലാണ് ചിന്തിക്കുക. എപ്പോഴും നമ്മളിപ്പോൾ 21ലാണ്, അപ്പോൾ 2000 സംതിങ് ആണ് നമ്മളെ വർഷം, 2026 വിച്ച് മീൻസ് നമ്മൾ 21st centuryയിലാണ്. അപ്പോൾ ഒരു കൊല്ലം ബേക്കോട്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, സെഞ്ചുറിയുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 19th century നാഷണലിസം emerged as a force that brought about sweeping changes into the political and mental world of Europe എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ യൂറോപ്പിലെ രാഷ്ട്രീയപരമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത് നാഷണലിസം അഥവാ ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബൈ ദ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് വാസ് ദി എമർജൻസ് ഓഫ് എ നേഷൻ സ്റ്റേറ്റ്. എന്താ പറയുന്ന ഒരു ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള ദേശീയവൽക്കരിക്ക നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും കാര്യങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് മൾട്ടി നാഷണൽ ഡൈനാസ്റ്റിക് എംപയേഴ്സ് ഓഫ് യൂറോപ്പ് എന്ന് കൂടെ പറഞ്ഞു നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരുപാട് ഇപ്പോൾ ഫ്രാൻസിൽ ഭരിച്ചിരുന്ന ബോർബൺ രാജവംശം ആയിക്കോട്ടെ, ഇറ്റലിയിൽ ഭരിച്ചിരുന്ന മറ്റു വർഗ്ഗങ്ങളായിക്കോട്ടെ, സ്പെയിനിൽ ഭരിച്ചിരുന്ന ആളുകളായിക്കോട്ടെ, ഈ പറഞ്ഞ രാജാധികാരി പറഞ്ഞ മൾട്ടി നാഷണൽ ഡൈനാസ്റ്റിക് എംപയേഴ്സ് എല്ലാം തകർന്ന തരിപ്പണമാവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ നേഷൻ സ്റ്റേറ്റിലൂടെ. ഓക്കെ, ആ ഒരു ആശയത്തിലൂടെ. നേഷൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും ഡെമോക്രാറ്റിക്കലി ഈക്വൽ ആണ് എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലൈവ് ലിങ്ക് ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചിട്ട് പറയുക ലൈവ് നടക്കുന്നുണ്ട്, മാക്സിമം ഹിസ്റ്ററിയുടെ ലൈവാണ്, അത് കാണാൻ വേണ്ടിയിട്ട് വരാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് നേഷൻ, ഇവിടെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നത്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഐഡിയ ഓഫ് നേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ദേശീയത അല്ലെങ്കിൽ ദേശം എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് ഏറ്റവും തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ട്. എന്താ കാണുന്നത് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ട്. സ്വാഭാവികമായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന ഇയർ ഏതാണ്? 1789. എപ്പോഴാണ് നടക്കുന്നത്? 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഭരിച്ചിരുന്ന ബർബൻ രാജവംശമുണ്ട്, അവരുടെ കീഴിലുണ്ടായിരുന്ന സൊസൈറ്റി
സൊസൈറ്റി ഉണ്ട് അല്ലേ, പ്രഭുക്കന്മാരെന്ന് നോബിൾസ് എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ക്ലർജിമാരെന്ന് വിളിച്ചിട്ടുള്ള പുരോഹിതന്മാരെ കാണാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഈ പറഞ്ഞുള്ള മിഡീവൽ, അത് ഈ പറഞ്ഞ നമ്മൾ മനസ്സിലേക്ക് വരണം, അവർ മധ്യവർഗ്ഗക്കാരായിരുന്നു, മീൻസ് പെസൻസ് ആയിരുന്നു, സാധാരണ ആളുകളൊക്കെ ആയിരുന്നു. ഇവരായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നേരിടേണ്ടി വന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെസൻസ് നടത്തിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അവസാനം എന്തിലേക്ക് നയിച്ചത്, ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നയിച്ചതും. നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ വോൾട്ടയർ, മോണ്ടെസ്ക്യൂ, റൂസോ പോലുള്ള അവരുടെ ആശയങ്ങളും കൂടെ നമ്മളവിടെ കാണുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് ഇതൊരു ആശയമായിട്ട് കൊണ്ടുവരുന്നത്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതൊക്കെ ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം നമ്മൾ കാണുന്നത്. എന്ത് ടേം? നാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേം നമ്മൾ കാണും. സ്വാഭാവികമായിട്ട് ഫ്രഞ്ച് റവല്യൂഷണറീസ് ടുക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ കളക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, ഫ്രഞ്ച് സമൂഹം അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു സംഭവം ഉണ്ടായത് കളക്റ്റീവ് ഐഡന്റിറ്റി. ഒരുപാട് ഐഡന്റിറ്റീസ്, ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരെ കാണാം. ഫ്രാൻസ് മാത്രമല്ല, ഫ്രഞ്ച് മാത്രമല്ല അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, മറ്റു പല ഡയലക്ട്സുകളും അവിടെ കാണാൻ പറ്റുമായിരുന്നു. നേറ്റീവ് പ്ലേസുകളിൽ നമുക്ക് ഓരോ ഡയലക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചെറിയ നേറ്റീവ് ലാംഗ്വേജസ് കാണാൻ പറ്റുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ നേറ്റീവ് ലാംഗ്വേജസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി, എല്ലാവരും ഈക്വൽ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റയ്ക്ക് ഒരു അണ്ടറിൽ വരിക, എന്തോ ഒരു യൂണിഫോമിറ്റിയുടെ അണ്ടറിൽ വരിക എന്നുള്ള രീതിയിലേക്ക് ഫ്രഞ്ച് സമൂഹം മാറുകയുണ്ടായി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഐഡിയ ഓഫ് ലാ പാട്രി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് പാട്രിയോട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ, ദേശസ്നേഹം. അപ്പം ടു ദ നേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ല ടു ദ രാഷ്ട്രം, ടു ദ നേഷൻ എന്നാണ് ലേ പാട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ലേ സൈറ്റിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ലേ സൈറ്റിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിറ്റിസൺ, സിറ്റിയോൺ, സൈറ്റിയോൺ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രാൻസ് ഭാഷയിൽ സിറ്റിസൺ എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ദേശത്തിന് വേണ്ടിയിട്ടും പൗരന്മാർക്ക് വേണ്ടിയിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു കളക്റ്റീവ് ഐഡിയ എന്ന് പറയുന്നത് ദേശത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. ഇനി അതിനുശേഷം നിങ്ങളിവിടെ കാണും ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ് എന്ന് കാണും. എന്താ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ന് വരെ ഫ്രാൻസിനുണ്ടായിരുന്ന വേറൊരു തരത്തിലുള്ള ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി, നമുക്കറിയാം ഇന്ത്യയുടെ ഒരു പതാക ഉണ്ട് അല്ലേ, ദേശീയ പതാക, ത്രിവർണ്ണ പതാക നമുക്കുണ്ട്. സ്വാഭാവികമായിട്ട് ആ ത്രിവർണ്ണ പതാക എന്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഐഡന്റിറ്റി ഈ പറഞ്ഞിട്ടുള്ള എന്തിനാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് മീൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റിയാണ് എന്ത് കാണിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഫ്ലാഗ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. സ്വാഭാവികമായിട്ടും ക്വൈറ്റ് നാച്ചുറലി ഫ്രാൻസിന്റെ ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റി കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യൂണിഫോമിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ കാണിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗിന്റെ ആവശ്യകത വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ് ഉണ്ടായി വന്നു. ന്യൂ ഹൈംസ് വെയർ കമ്പോസ്ഡ് ആൻഡ് ഓത്ത്സ് ടേക്കൺ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പുതിയ തരത്തിലുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓത്സുകൾ, പാട്ടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക പ്രതിജ്ഞകളൊക്കെ നമ്മൾ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ രാഷ്ട്രം, നമുക്കറിയാം നമ്മളെ ഇന്ത്യ എൻ്റെ സ്വന്തം രാജ്യമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതിജ്ഞയൊക്കെ എടുക്കാറില്ലേ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഫ്രാൻസിനും അങ്ങനെയുള്ള ഹൈംസും ഈ പറഞ്ഞിട്ടുള്ള പ്ലഡ്ജുകളൊക്കെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ബേസിക്കലി ഈ പറഞ്ഞ കളക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിനെ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രത്തെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു കൺട്രീനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, യൂണിഫോമിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളങ്ങളായിട്ടാണ്, ഒരു സിമ്പിൾസ് ആയിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അന്ന് വരെ പലതരത്തിലുള്ള പല മേഖലകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയി കിടന്നിരുന്ന പല കാര്യങ്ങളെയും ഒരൊറ്റ കൺട്രോളിലേക്ക്, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോളിന് കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദ എസ്റ്റേറ്റ്സ് ജനറൽ വാസ് ഇലക്റ്റഡ് ബൈ ദ ബോഡി ഓഫ് ആക്റ്റീവ് സിറ്റിസൺസ് ആൻഡ് റീനെയിം ദ നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ നാഷണൽ അസംബ്ലി അഥവാ ദേശീയ അസംബ്ലി കൊണ്ടുവരുന്നതിന്റെ ബേസിക് റീസൺ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ആർക്കെതിരെ പോരാടിയിരുന്നത്, ഈ പറഞ്ഞ ബർബൻ രാജവംശത്തിനെതിരെയും ഈ പറഞ്ഞ ക്ലർജിമാർക്കെതിരെയും നോബിൾസിനെതിരെയാണ് പോരാടിയിരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ആളുകളോട് പോരാടാൻ വേണ്ടി ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഇവർക്ക് ആവശ്യമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നാഷണൽ അസംബ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. ഇനി ഇന്റേണൽ കസ്റ്റംസ് ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വെർ അബോളിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ടാക്സുകൾ, സിസ്റ്റങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്റേണൽ കസ്റ്റംസ് ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വെർ അബോളിഷ്ഡ് എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ നമ്മൾ നോക്കുന്ന ഒരു പോയിന്റ് ആണ്, എ യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്.
അന്ന് വരെ ഈ പറഞ്ഞ കള്ളത്തരത്തിലായിക്കോട്ടെ, ഈ പറഞ്ഞ മറ്റ് പല കാര്യങ്ങളിലും യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. വെയിറ്റുകൾ എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞു വെക്കണം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മുടെ കോയിൻ എന്ന് പറയുന്ന ഇപ്പോൾ 10 രൂപയുടെ കോയിൻ എന്ന് പറയുന്നത് ഇവിടെയും അങ്ങ് ഡൽഹിയിലും അങ്ങ് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ എന്ത് തന്നെയാണ്, ഒരേ വാല്യൂ തന്നെയാണ് അല്ലേ, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. സെയിം കേസിൽ നിങ്ങളുടെ വെയിറ്റ്സും മെഷേഴ്സിന് കാര്യം എടുക്കുകയാണെങ്കിൽ ഒരേപോലെ ആക്കി. അതായത് ഏത് സ്ഥലത്ത് ചെന്നാലും ഫ്രാൻസിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഈ പറഞ്ഞ വെയിറ്റ്സും മെഷേഴ്സും ഒരുപോലെയാണ് എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കുന്നത് റീജിയണൽ ഡയലക്ട്സ് വെർ ഡിസ്കറേജ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഫ്രാൻസിലെ പല ഭാഗങ്ങളിലായിട്ട് റീജിയണലായിട്ട് പല ഡയലക്റ്റുകൾ ഉണ്ടായിരുന്നു, പല പല നേറ്റീവ് ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ തന്നെ എന്ത് ചെയ്തു, ഇല്ലാതാക്കിയിട്ട് എന്തിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നത് ഫ്രാൻസ് അഥവാ ഫ്രഞ്ച് ഭാഷ, ഫ്രാൻസുകാർ എന്ത് സംസാരിച്ചാൽ മതി, ഫ്രഞ്ച് ഭാഷ സംസാരിച്ചാൽ മതി എന്ന രീതിയിൽ അവരെന്താക്കുകയാണ്, മാറ്റുകയാണ്. അപ്പോൾ ഫ്രഞ്ച് ബിക്കെയിം ദ കോമൺ ലാംഗ്വേജ്. ഫ്രഞ്ച് ആയിട്ട് എന്ത് മാറി, ഫ്രഞ്ച് ഇപ്പോൾ ബോൺജോ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അപ്പോൾ ആ ഭാഷയൊക്കെ എന്തായി മാറി എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് മാറി എന്നാണ് പറഞ്ഞു വെക്കണം. ഓക്കെ, റെഡി സാർ? ഇത് ഏതാ ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്ററാണ് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞ നെപ്പോളിയൻ വരെയാണ് കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 1799 ആയപ്പോഴത്തേക്ക് നെപ്പോളിയൻ വരെയാണ്. സ്വാഭാവികമായിട്ടും നെപ്പോളിയൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ഫ്രഞ്ച് എംപയറിന്റെ ഭാഗമായിട്ട്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ ഫ്രഞ്ച് എംപയർ ഫ്രം 1799 to 1815 വരെയാണ് ആര് ഭരിക്കണത്, നെപ്പോളിയൻ ഭരിക്കണത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു വെക്കാം. സ്വാഭാവികമായിട്ട് 1815 വാട്ടർലൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട്, എവിടെ വെച്ചിട്ടാണ്, വാട്ടർലൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നെപ്പോളിയൻ പരാജയപ്പെടുന്നുണ്ട്. എന്താണ്, നെപ്പോളിയൻ പരാജയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി? സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. റൂൾ ദ ഫ്രഞ്ച് എംപയർ ഫ്രം 1799 to 1815 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. ഈ പറഞ്ഞ ഗെയിൻഡ് ആബ്സല്യൂട്ട് പവർ ഇൻ 1799 ബൈ ബിക്കേമിംഗ് ദ ഫസ്റ്റ് കോൺസ്യൂൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ചക്രവർത്തിയായിട്ട് സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പറയാൻ. ഓക്കെ, ഈ പറഞ്ഞ നെപ്പോളിയൻ പറയാണ്, സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഞാനാണ് ചക്രവർത്തി എന്ന് പറയാണ്. ഓക്കെ, ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണ് സിവിൽ കോഡ് ഓഫ് 1804. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെപ്പോളിയനിക് കോഡ് എന്നാണ് എന്ത് പറയാം, ഈ പറഞ്ഞിട്ടുള്ള സിവിൽ കോഡ് ഓഫ് 1804 പറയാം. അതായത് നെപ്പോളിയൻ കുറേ കോഡുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കോഡ് പ്രകാരം നെപ്പോളിയൻ ഈ പറഞ്ഞ ഫ്രാൻസിലെ പല മേഖലകളും എന്താക്കി മാറ്റി, ഇയാളുടെ അണ്ടറിലാക്കി മാറ്റി, ഇയാൾ എന്ത് ചെയ്തു, കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ദ ലോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയുന്ന സംഭവമാണ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക സെക്യൂർ ദ പ്രോപ്പർട്ടി റൈറ്റ് എന്നോട് പറഞ്ഞു നോക്കേണ്ടത്. അതായത് അന്ന് വരെ ഒരു സ്വത്തവകാശത്തിനുള്ള ഈ പറഞ്ഞ അധികാരമൊന്നും സാധാരണ ആളുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആരുടെ കയ്യിലുണ്ടായിരുന്നു, കിങ്സിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാജാക്കന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടായി വരികയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ അറിയണം സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വരെ നമുക്കറിയാം ഈ പറഞ്ഞ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വന്നപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം നെപ്പോളിയൻ വരികയാണ്. നെപ്പോളിയൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാക്കി മാറ്റുക. നിങ്ങളിപ്പോൾ വന്നു, എൻ്റെ അടുത്ത് വന്നു, ഒരു പരാതിപ്പെട്ടോ, ഞാൻ അതിന് സോൾവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ, ഭരണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലളിതമാക്കി, കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം അബോളിഷ് ദ ഫ്യൂഡൽ സിസ്റ്റം എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജി സാർ ആ കീബോർഡും കൂടെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സിമ്പിളാക്കി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അബോളിഷ് ദ ഫ്യൂഡൽ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റം എന്നുള്ള കാര്യം. അപ്പോൾ ഫ്യൂഡൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും ലാൻഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഫ്യൂഡൽ എന്ന് പറഞ്ഞ ഫ്യൂഡൽ അധികാരികളുണ്ടാവും, നോബിൾസ് ഉണ്ടാവും. ഈ പറഞ്ഞ നോബിൾസിൻ്റെ കയ്യിലായിരിക്കും എന്തുണ്ടാവുക, ഈ പറഞ്ഞ ഭൂമികളൊക്കെ ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ ഫ്യൂഡൽ സിസ്റ്റം എന്നുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ നോബിൾസിൻ്റെ ഭരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ആർക്കാണോ ലാൻഡ് അവകാശപ്പെട്ടത്, അഗ്രേറിയൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, ഈ പറഞ്ഞിട്ടുള്ള കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇവർക്ക് ആ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ലാൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആര്, നെപ്പോളിയൻ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ അത് കിങ്സിന്റെ കയ്യിലായിരുന്നു. കിങ്സ് അത് നോബിൾസിന് കൊടുത്തപ്പോൾ നോബിൾസ് എന്ത് ചെയ്തു, ഒരു ഫ്യൂഡൽ സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ ആ ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക്. ഈ പറഞ്ഞ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെപ്പോളിയൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ അവകാശികളായിരുന്ന കർഷകർക്ക് എന്ത് ചെയ്തു, ഈ ലാൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നെപ്പോളിയൻ എന്ന് പറയുന്നത് വളരെ നല്ല മനുഷ്യനാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ.
സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഫ്രീഡ് പെസൻസ് ഫ്രം സെൽഫ് ഡോം അല്ലേ, സെൽഫ് ഡോം ആൻഡ് മെനോറിയൽ ഡ്യൂസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സെൽഫ് ഡോമും മെനോറിയൽ ഡ്യൂസ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ടാക്സ്, നികുതി എന്ന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സെൽഫ് ഡോമിന് മെനോറിയൽ ഡ്യൂസിനൊക്കെ പറയാം. ഓക്കെ, അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് അവരൊരു എന്താ പറയുക പൈസ കൊടുക്കുക എന്നുള്ള പരിപാടിക്കാണ് ഈ പറഞ്ഞ മെനോറിയൽ ഡ്യൂസ് എന്നുകൊണ്ടും സെൽഫ് ഡോം എന്നുകൊണ്ടും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധനമൊക്കെ കൊടുക്കണ്ട. നെപ്പോളിയൻ വന്നിട്ട് പറയാണ് ഈ സാധനമൊന്നും നിങ്ങൾ കൊടുക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പണിയെടുത്താൽ മതി, നിങ്ങളുടെ ലാൻഡിൽ നിങ്ങൾ വർക്ക് ചെയ്തോളൂ, കൃഷി ചെയ്തോളൂ, എന്താച്ചാൽ ചെയ്തോളൂ, നിങ്ങൾക്ക് അതിന് യാതൊരുവിധ ടാക്സോ കാര്യങ്ങളോ ഞാൻ പിരിക്കില്ല. ഞാൻ ചക്രവർത്തി ആയിരിക്കുന്ന കാലത്തോളം, ഞാൻ എംപറർ ആയിരിക്കുന്ന, ഞാൻ ഫസ്റ്റ് കോൺസൂൾ ആയിരിക്കുന്ന കാലത്തോളം ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെപ്പോളിയൻ എന്താവാണ്, നല്ല ആളായി മാറുകയാണ്. സ്വാഭാവികമായിട്ടും അത് എത്ര കാലം നീണ്ടു നിന്നുള്ളൂ, 1815 വരെ നീണ്ടു നിന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവുക. അദ്ദേഹം എന്ത് ചെയ്തു, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്ത് ഗതാഗതമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങളായിക്കോട്ടെ നല്ലോണം ഈ പറഞ്ഞ ഇംപ്രൂവ് ആയൊരു കാലഘട്ടമായിരുന്നു നെപ്പോളിയൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ, എക്സാമിന് കഴിഞ്ഞ വർഷം ചോദിച്ചെന്ന് തോന്നുന്നു. നെപ്പോളിയനിക് കോഡ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ റിഫോംസ് ആണ് കൊണ്ടുവന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റണം കേട്ടോ. ഓക്കെ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പായി. പക്ഷേ ഇവിടെ ഒരു പക്ഷേ വരാൻ കാരണം, ബട്ട് നെപ്പോളിയൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ടാണോ ചെയ്തിട്ടുള്ളത്? അല്ല. നെപ്പോളിയൻ ചെയ്തത്, നെപ്പോളിയൻ ടുക്ക് അവേ ദ പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് എടുത്തു. വോട്ടവകാശം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാം എടുത്തു കളഞ്ഞു. നെപ്പോളിയൻ പറയുകയാണെങ്കിൽ ഞാനാണ് ചക്രവർത്തി, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്, പക്ഷേ എന്നെ അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ മാത്രം മതി. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ അധികാരമോ കാര്യങ്ങളോ ഞാൻ നിങ്ങൾക്ക് തരാൻ പോണില്ല. ഇൻക്രീസ്ഡ് ടാക്സസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ടാക്സ് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ ഉള്ള ടാക്സിന് എന്ത് ചെയ്തു, ഇപ്പോൾ ഉദാഹരണത്തിന് 10 രൂപ, 20 രൂപ, 30 രൂപ എന്ന് പറഞ്ഞാൽ 3 ടാക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നെപ്പോളിയൻ എന്താ ചെയ്തറിയോ? നെപ്പോളിയൻ ഈ പറഞ്ഞിട്ടുള്ള 10 രൂപേൻ്റെ ടാക്സ് വേണ്ടാന്ന് വെച്ചു. ഈ മെനോറിയൽ ഡ്യൂസും ഈ സെർഫ്ഡം ഒക്കെ വേണ്ട, ഈ ടാക്സ് നിങ്ങൾ തരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി ഒരു ട്രാപ്പായിരുന്നു. എന്താ അത്? ഈ പറഞ്ഞ 10 രൂപ അയാൾ ഇവിടെ കയറ്റി, അതായത് ഇവിടെ 30 ആക്കി, ഇവിടെ 40 രൂപയാക്കി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഉള്ള ടാക്സ് നിങ്ങൾ എനിക്ക് തരണം. പക്ഷേ എന്താ ചെയ്തത്? ഇവിടെ കുറച്ച് പൈസ അയാൾ ഇവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻക്രീസ്ഡ് ടാക്സസ് ആയിരുന്നു. ഉള്ള ടാക്സിന് അയാൾ കൂടുതലായിട്ട് ചോദിച്ചു വാങ്ങിച്ചു എന്നാ പറയുന്നത്. അതിനുശേഷം ഇമ്പോസ്ഡ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറയണത്? ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ടാക്സിൻ്റെ കൂടെ തന്നെ അയാൾ എന്ത് ചെയ്തു? സെൻസർഷിപ്പ് കൂടെ ഏർപ്പെടുത്തി. ഇയാൾക്ക് നേരെ ആർക്കും സംസാരിക്കാൻ പറ്റാണ്ടായി. ഇയാൾ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പത്രത്തിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു? സെൻസർഷിപ്പ് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ ഇത്രയും നേരം നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന നെപ്പോളിയൻ തന്നെയാണോ ഇപ്പോൾ നമ്മൾ കാണുന്ന നെപ്പോളിയൻ? അല്ല. നെപ്പോളിയൻ ആക്ച്വലി എന്ന് പറയുന്നത് ഫ്രഞ്ച് ആർമി. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞാലോ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾ നിർബന്ധിച്ച് ഇന്ത്യൻ ആർമിയിൽ ചേർത്ത് പണിയെടുപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇന്ത്യൻ ആർമി ചേരുന്നത് ഒരു മോശമുള്ള കാര്യമല്ല, പക്ഷേ ഇന്ത്യൻ ആർമിയിൽ ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് എങ്ങനെ ഉണ്ടാവും? നമ്മൾ വർക്ക് ചെയ്യോ? ഇല്ല. നിങ്ങൾ ഇവിടെ ചിന്തിക്കുക, നെപ്പോളിയൻ എന്ത് ചെയ്തതെന്ന് അറിയോ? അവിടെയുള്ള അന്നത്തെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് സിറ്റിസൻസിനെ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്ര സമയകാലത്തോളം ഫ്രഞ്ച് ആർമിയിൽ വർക്ക് ചെയ്തിരിക്കണം, എൻ്റെ സേനാനിയായിട്ട്, എൻ്റെ ഭടനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു കാവലറി ആയിട്ട് അല്ലെങ്കിൽ ഷാരിയറ്റ്സ് ആയിട്ട് നിങ്ങൾ എൻ്റെ വരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നെപ്പോളിയൻ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചില ഏരിയസ് വരുമ്പോൾ നെപ്പോളിയന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഇംഗ്ലീഷ് ടാക്സസ്, ഇമ്പോസ്റ്റ്, സെൻസർഷിപ്പ്, ഫ്രഞ്ച് ആർമി എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നറിഞ്ഞിരിക്കും. ഓക്കെ, വളരെ മികച്ചൊരു ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയോ നെപ്പോളിയൻ്റെ ഫുൾ നെയിം ആർക്കെങ്കിലും അറിയോ? ഞാൻ എപ്പോൾ എല്ലാ ലൈവിലും നമുക്കോട് ചോദിക്കാറുണ്ട്. നെപ്പോളിയൻ്റെ ഫുൾ നെയിം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവിടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ കാണാവേ. ഓക്കെ, ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞു നോക്കേണ്ട. അതായത് ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിലെ നാഷണലിസം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവിക നോ നേഷൻ സ്റ്റേറ്റ്സ് വേർ ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നേഷൻ സ്റ്റേറ്റ്സ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. യെസ്, നെപ്പോളിയൻ ബോണപ്പാർട്ടി ആണല്ലേ, ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നേഷൻ ആയിട്ട് കിടക്കുന്ന ഒരു സാധനമായിരുന്നില്ല. വിവിധ തരത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയി കിടന്ന വിവിധ നേഷൻ സ്റ്റേറ്റുകളായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കോമൺ ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. അവർക്ക് ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടല്ലേ. പക്ഷേ അങ്ങനെയല്ല. ഈ പറഞ്ഞ യൂറോപ്പിൽ അന്നൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ അവർക്കൊരു കൾച്ചർ ഇല്ല. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ജർമ്മൻ സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, സ്പാനിഷ് സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓക്കെ, ഡച്ച്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, പോളിഷ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ യൂറോപ്പിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
ഓക്കെ, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ ഓരോ മേഖലകളും, ഈ പറഞ്ഞ കിങ്ഡംസ് ആയിക്കോട്ടെ, ഡ്യൂഷീസ് ആയിക്കോട്ടെ, കാന്റോൺസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് നമ്മൾ കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് കാണുക. ഇനി ഡ്യൂഷീസിന്റെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഡ്യൂഷേ എന്നൊക്കെ പറഞ്ഞാൽ ജർമ്മൻ വേർഡാണ്. അപ്പോൾ ജർമ്മൻ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഡ്യൂഷേസിൽ കാണുക. ദെൻ നമ്മൾ കാണുന്നത് കാന്റോൺസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞുള്ള സ്പാനിഷ് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കാന്റോൺസും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ ഇതൊക്കെ ഓരോ മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്പിന് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൾച്ചറോ സ്പെസിഫിക് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു റീജിയനോ ഒരു ഡയലക്റ്റോ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ബൈ പീപ്പിൾ റിസൈഡിങ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരുന്നു അല്ലേ, അതിന് ഒരുപാട് ഭാഷയുണ്ടായിരുന്നു. ഫോർ ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഹാബ്സ്ബർഗ് എംപയറിൽ ദാറ്റ് റൂൾഡ് ഓവർ ഓസ്ട്രിയ ഹംഗറി. ഹാബ്സ്ബർഗ് എംപയറിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രിയ ആയിക്കോട്ടെ ഹംഗറി ആയിക്കോട്ടെ ഇവരൊക്കെ ഒരു ടീം ഓഫ് ആളുകളാണ്. ഇവരൊക്കെ ഒരു ഏരിയയിലുള്ള ആളുകളാണ്, ഒരു റീജിയനിലുള്ള ആളുകളാണ്. ഫോർ എക്സാമ്പിൾ ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ആയിരിക്കും ഒരു ഏരിയ. അപ്പോൾ അവർ ഏത് എംപയറിന്റെ കീഴിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ദാറ്റ് ഈസ് ഇൻ ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ റെഡി സാർ. അപ്പം ഇന്ത്യയിലും ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇല്ലേ? അവിടെയാണ് യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അത് നമ്മൾ തൊട്ടടുത്ത നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കാണും. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ യൂറോപ്പിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനൊക്കെ നമ്മൾ നോക്കി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അതായത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ഇന്ത്യ ഒരൊറ്റ യൂണിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരുണ്ടായെന്ന് പറഞ്ഞു, ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു. ദേ സ്പോക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ് ലൈക്ക് ജർമ്മൻ, ഇറ്റാലിയൻ, മഗ്യാർ, പോളിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദേ ഹാഡ് നോ പൊളിറ്റിക്കൽ യൂണിറ്റി. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഐക്യമോ കാര്യങ്ങളോ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ദ അരിസ്റ്റോക്രസി ആൻഡ് ദ ന്യൂ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അതായത് അരിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഈ പറഞ്ഞ കുറച്ച് സമ്പത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷിയിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടിയിട്ടുള്ള ആളുകൾ, ഒരു വരേണ്യവർഗ്ഗം അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്കണോമിയിൽ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ അരിസ്റ്റോക്രാറ്റുകൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? നമ്മളവരെ വിളിക്കും അരിസ്റ്റോക്രാറ്റുകൾ എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ടും ലാൻഡ് ഓണിങ് ക്ലാസ്സുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്യൂഡൽ പ്രഭുക്കന്മാരെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പറഞ്ഞ ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ അരിസ്റ്റോക്രാറ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള അരിസ്റ്റോക്രാറ്റുകൾ എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയാണ് ഇവരുടെ ബന്ധം നിലനിർത്തി കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് മീൻസ് എന്തിലൂടെയാ? മാരേജിലൂടെ. ഈ പറഞ്ഞിട്ടുള്ള കല്യാണങ്ങളിലൂടെയാണ് അവരുടെ ബന്ധങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എ സ്മോൾ ബെഞ്ച് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് കുറച്ച് ആളുകൾ കാണുള്ളൂ. ആ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും? എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അതാണ് ഈ പറഞ്ഞ അരിസ്റ്റോക്രസിയുടെ ഏറ്റവും വലിയ പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്നതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം. സാർ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇന്ന് PYQ ഇല്ല. PYQന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ലൈവ് ഉണ്ടോ? PYQ മാത്രമായിട്ടൊരു ലൈവ് ഉണ്ട്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് മുന്നേ എന്തായാലും PYQ മാത്രമായിട്ടുള്ള ലൈവ് ഉണ്ടാവും കേട്ടോ. അന്ന് നമ്മൾ ഏകദേശം ഒരു 50, 60, 100ഓളം ക്വസ്റ്റ്യൻ, 100 എന്തായാലും ഉറപ്പാണ്, 100 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ സാർ, ഈ ക്ലാസ് കേട്ടിട്ട് കരയണമുണ്ടോ? ഓക്കെ, കരയണം എന്നുണ്ടോന്നോ? മനസ്സിലായില്ല. കരയണം എന്നുണ്ടോ? കാര്യം ഉണ്ടോ എന്നാണോ ചോദിച്ചത്? കാര്യം ഉറപ്പായിട്ടുണ്ട്. ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്ററി മുഴുവനായിട്ട് സെറ്റാക്കി തരും, വേർഡ് ബൈ വേർഡ്. അതെൻ്റെ ഗ്യാരണ്ടി. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്മോൾ ബെഞ്ച് ഓഫ് ആളുകളാണ്, കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വയനാടിൻ്റെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി. അപ്പോൾ പെസൻട്രീസ് മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഇവരുടെ മെജോറിറ്റി ഓഫ് ആളുകൾ എന്താണ്? പെസൻട്രിയും കൂടെ ആണ്. അതായത് ഈ പറഞ്ഞ കാർഷിക മേഖലയിലുള്ള ആളുകൾ കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ന്യൂ സോഷ്യൽ ക്ലാസ് എമേർജ്ഡ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ദി ഇമർജൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ന്യൂ സോഷ്യൽ ക്ലാസ്, അതായത് ഒരു പുതിയതായിട്ടൊരു സാമൂഹിക വ്യവസ്ഥിതി അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. ദാറ്റ് ഈസ് സോഷ്യൽ ക്ലാസ് എമേർജ്ഡ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ദ എമർജൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ക്ലാസ്സസ്. മിഡിൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞു നോക്കുന്നത് എന്താ പറഞ്ഞു നോക്കുന്നത്? ഒരു മധ്യവർഗം ഉണ്ടായി വരികയാണ്. ആൻഡ് ദർ വർ വർക്കിംഗ് ക്ലാസ്, കോമൺ മാൻ കൂടി ഉണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള അരിസ്റ്റോക്രസിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ കോമൺ മാൻ എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത് മേഡപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ്. അതിനുശേഷം കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പം
ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടെ വരികയാണ്, വ്യവസായികൾ കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ബിസിനസ്മാൻ അല്ലെ, ബിസിനസ്മാൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് എന്നും കൂടെ പറയാണ്. കുറച്ചും കൂടെ അറിവുള്ളവർ, കുറച്ചും കൂടെ ഈ മേഖലയുമായിട്ട് ബന്ധമുള്ളവരൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ ഭാഗമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ. ഇനി ദ ഐഡിയ ഓഫ് നാഷണലിസം ഗെയിൻഡ് പോപ്പുലാരിറ്റി ത്രൂ ദ എഡ്യൂക്കേറ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അരിസ്റ്റോക്രസി നമ്മൾ കാണുക. സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്കെ, ഇവരെന്തുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരാണ്. സ്വാഭാവികമായിട്ട് വിച്ച് ലെഡ്സ് ടു എന്തിലേക്ക് നയിച്ചു, നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാശയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. എന്താ പറയുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, നാഷണലിസം അഥവാ ദേശീയത എന്ന് പറഞ്ഞ ആശയം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു നോക്കണം. എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നാഷണലിസം, ദെൻ അവരത് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്യാനുള്ള റീസൺ ആക്കി മാറ്റി എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനിയാണ് നമ്മൾ നോക്കുന്നത് ലിബറൽ നാഷണലിസം എന്താണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ലിബറലിസം സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം ഫോർ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഇക്വാലിറ്റി ഫോർ ഓൾ ദ ബിഫോർ ദ. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ ലിബറലിസം ഉദ്ദേശിക്കുന്നത് ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ്, സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, ലൈക്ക് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫ്രീഡം. എന്തൊക്കെ ഫ്രീഡമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ളതും ഈ പറഞ്ഞ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ളതും എക്കണോമിക് ഫ്രീഡം അഥവാ സാമ്പത്തികപരമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെയാണ് ഈ പറഞ്ഞ ലിബറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലിബറൽ നാഷണലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലുണ്ടോ, ഇന്ത്യയിലുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് ദ എൻഡ് ഓഫ് ഓട്ടോക്രസി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, സ്വേച്ഛാധിപത്യ ഭരണം അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കോൺസുൾ ആയിട്ടുള്ള നെപ്പോളിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിനി കാണും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീശയ്ക്കിനെ വെച്ചൊരു വ്യക്തിയുണ്ട്, ഹിറ്റ്ലർ അല്ലേ. ഹിറ്റ്ലർ ആയിക്കോട്ടെ, ഇറ്റലിയിലെ മുസോളിനി ആയിക്കോട്ടെ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. എന്തിനാ ഈ പറഞ്ഞ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ, സ്വേച്ഛാധിപത്യം, ഞാൻ മതി ഇവിടെ ഭരിക്കാൻ വേണ്ടി. പാകിസ്ഥാനിൽ 1999 പർവേസ് മുഷറഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്ററി അധികാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളൊക്കെയാണ് ഈ പറഞ്ഞ ആളുകൾ എന്ന് പറയുന്നത്. സോ അവിടെ അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലിബറൽ നാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ത്രൂ പാർലമെന്റ് എന്നുകൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിയമസഭയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക, ഒരു ഭരണഘടന കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും എന്തായിരിക്കണം, ജനങ്ങളായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ എന്ത് കൊണ്ടുവരണം, ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരു ഭരണഘടന ഇതിനായിട്ട് തന്നെ ഉണ്ടായി വരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ ദ എക്കണോമിക് സ്ഫിയർ ലിബറലിസം സ്റ്റുഡ് ഫോർ ദ ഫ്രീഡം ഓഫ് മാർക്കറ്റ്സ് ആൻഡ് അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് സാധന സേവനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തുന്നതിന് അന്ന് വരെ ആര് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിബറൽ നാഷണലിസ്റ്റുകൾ എന്താ പറയുന്നത്, പറ്റൂല, ഞങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നിബന്ധനകളും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ലിബറൽ നാഷണലിസം എന്ന് പറയുന്നത് ഇത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, കാര്യങ്ങളെ ലിബറലാക്കുക, നിയമങ്ങളെ ഒഴിവാക്കുക, രാഷ്ട്രം ഇടപെടുന്നത് കുറയ്ക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിബറൽ നാഷണലിസത്തിലൂടെ പഠിക്കുന്നത്. ഇനി കസ്റ്റംസ് യൂണിയൻ, അതിൻ്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ കസ്റ്റംസ് യൂണിയനും സോൾവറിനും പോലുള്ള കാര്യങ്ങളൊക്കെ. അബോളിഷ്ഡ് താരിഫ് ബാരിയേഴ്സ്, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള താരിഫ്, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടാക്സുകളും കാര്യങ്ങളുടെ ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റെഡ്യൂസ് ദ നമ്പർ ഓഫ് കറൻസീസ് ടു ആൻഡ് പ്രൊമോട്ടഡ് നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസ് ടു സ്റ്റിമുലേറ്റ് മൊബിലിറ്റി എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസ്, അതായത് ഗതാഗതം കുറച്ചും കൂടെ സിംപ്ലിഫൈ ആക്കുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. സാറേ ഇതിലെ ഒന്നും വരൂല, അങ്ങനെ ചിന്തിച്ചിരുന്നോളൂ, വരൂല എന്നുള്ളത്. വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു, പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ആ ചോദ്യം ചോദിച്ചത് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഹിസ്റ്ററിയിലെ വെയിറ്റേജ് എന്ന് പറയുന്നത് അത് യൂറോപ്പ്, റൈസ് ഇൻ യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ വരിക. ദെൻ പ്രിന്റ് കൾച്ചർ വരും, ദെൻ നാഷണലിസം വരും. ഇതാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ അറിയാലോ, പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എൻ്റെ മക്കളോട് ചോദിക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഓരോ ചാപ്റ്ററും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിന് വരില്ല എന്നുള്ളത് സ്വയമേ ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഓക്കെ ഫൈൻ. സാറിൻ്റെ അറിവ് വെച്ച് പറയാണ്, വന്നിരിക്കും. ഓക്കെ, അത് ടെൻഷൻ ആക്കാനോ പേടിപ്പിക്കാനോ പറയുന്നതല്ല, പഠിച്ചിരിക്കുക.
ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കുന്നത് ന്യൂ കൺസർവേറ്റിവിസം ആഫ്റ്റർ 1815 എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. 1815 ശേഷം വന്നിട്ടുള്ള കൺസർവേറ്റിവിസം, ന്യൂ കൺസർവേറ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. അത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 1815 എന്താ ഉണ്ടായത്? നമുക്കറിയാം, നെപ്പോളിയൻ മരണപ്പെട്ടു അല്ലേ, നെപ്പോളിയൻ പരാജയപ്പെട്ടു അല്ലേ, മരണപ്പെട്ടിട്ടില്ല കേട്ടോ, പരാജയപ്പെട്ടു അല്ലേ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള പരാജയപ്പെട്ടപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ കീഴടക്കിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ റീജിയൻസ് ഒക്കെ തിരിച്ചു പിടിക്കുക, തിരിച്ച് പഴയ പോലെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു ന്യൂ കൺസർവേറ്റിവിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിലീവ് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഷുഡ് ബി പ്രിസർവ്ഡ്. അതായത് നശിച്ചു പോയിട്ടുള്ള സ്റ്റേറ്റും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സൊസൈറ്റിക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. വിത്ത് ചേഞ്ചസ് ഇനിഷ്യേറ്റഡ് ബൈ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം മാറ്റിയിട്ട് അതിനെയൊക്കെ തുറച്ചു കളഞ്ഞിട്ട് തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ 1815 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ യൂറോപ്യൻ പവേഴ്സ് ബ്രിട്ടൻ, റഷ്യ ആൻഡ് ഓസ്ട്രിയ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടൻ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഓസ്ട്രിയ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ കളക്റ്റീവ്ലി ഡിഫീറ്റഡ് നെപ്പോളിയൻ ആരൊക്കെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഓസ്ട്രിയ ആയിക്കോട്ടെ, ഇവരടങ്ങുന്ന ഒരു സംയുക്ത ശക്തിയായിരുന്നു. അതായത് ഇവരടങ്ങുന്ന ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരുന്നു ആരെ പരാജയപ്പെടുത്തിയത്? നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. അപ്പം അങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് ഒരു ട്രീറ്റി, ഒരു ഉടമ്പടി കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറയുന്ന ഒരു ട്രീറ്റി. എന്താ കൊണ്ടുവരുന്നത്? ട്രീറ്റി ഓഫ് വിയന്ന 1815. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചോളൂ. അൺഡൂയിങ് മോസ്റ്റ് ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് ഹാഡ് കം അബൌട്ട് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദി നെപ്പോളിയനിക് വാർസ് എന്ന് പറഞ്ഞു നോക്കണ്ടേ. ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ യുദ്ധങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ, ആ ചേഞ്ചസിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുക, അൺഡു ചെയ്യുക, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ന്യൂ കൺസർവേറ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഐഡിയ. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിളാണ് ബർബൺ ഡൈനാസ്റ്റി. നമുക്കറിയാം, ഈ പറഞ്ഞ ബർബൺ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ബർബൂൺ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തിയായിരുന്നു, ഒരു രാജാധികാരമായിരുന്നു. അത് നെപ്പോളിയൻ വന്നിട്ട് ഇല്ലാണ്ടാക്കി. സ്വാഭാവികമായിട്ടും ബർബൺ ഡൈനാസ്റ്റി ഇല്ലാണ്ടായി. പക്ഷേ 1815 ശേഷം ഈ ന്യൂ കൺസർവേറ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള ആശയങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ ബർബൺ ഡൈനാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. റീസ്റ്റോർ ടു പവർ, അത് സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ പവർ തിരികെ വരികയും ചെയ്തു എന്നാ പറഞ്ഞു വെക്കുന്നത്. എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ക്രിയേറ്റഡ് ഓൺ ദി ഫ്രഞ്ച് ബൗണ്ടറീസ് ടു പ്രിവെന്റ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ ഈ പറഞ്ഞ ട്രീറ്റി പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള പ്രിവെന്റ് ചെയ്യുക, ഫ്രഞ്ച് എക്സ്പാൻഷൻ, നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പറഞ്ഞ എക്സ്പാൻഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ദ ജർമ്മൻ ഫെഡറേഷൻ ഓഫ് 39 സ്റ്റേറ്റ്സ്, അന്നും ഈ പറഞ്ഞിട്ടുള്ള ജർമ്മൻ ഫെഡറേഷനിലെ 39 സ്റ്റേറ്റുകൾ ഈ പറഞ്ഞ നെപ്പോളിയൻ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ബീൻ സെറ്റപ്പ് ബൈ നെപ്പോളിയൻ വാസ് ലെഫ്റ്റ് അൺടച്ച്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അത് അൺടച്ച്ഡ് ആയിട്ട് അത് അവിടെ തന്നെ ഇങ്ങനെ കിടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, the main intention was to restore the monarchies എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള രാജാധികാരം, രാജഭരണം തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ രാജാധികാരം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു. ദാറ്റ് ഹാഡ് ബീൻ ഓവർത്രോൺ ബൈ നെപ്പോളിയൻ എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ ഇല്ലാണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള പവറുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊണാർക്കിയൽ പവറുകൾ എന്ത് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, അൺഡു ചെയ്തിട്ട് മാറ്റങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ന്യൂ കൺസർവേറ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ദ റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ ഇനി റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയണം, വിപ്ലവാശങ്ങൾ അല്ലെങ്കിൽ വിപ്ലവകാരികൾ എന്നാണ് പറഞ്ഞു നോക്കുന്നത്. സ്വാഭാവികമായിട്ട് ലിബറലിസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഐഡിയ ഓഫ് റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ലിബറലിസം പറയുന്നത് കുറച്ചുകൂടെ ഫ്രീഡം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ഓറിയന്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദ ഐഡിയ ഓഫ് റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് റെവല്യൂഷണറി എന്ന് പറഞ്ഞാൽ വിപ്ലവം കൊണ്ടുവരുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഓപ്പോസ് ദ മൊണാർക്കിക് ഫോംസ് ദാറ്റ് ഹാഡ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ വിയന്ന കോൺഗ്രസ്. സ്വാഭാവികമായിട്ട് റെവല്യൂഷണറീസ് ആർക്കെതിരെയാണ്? ഈ പറഞ്ഞ മൊണാർക്കിയൽ ആയിട്ടുള്ള ആളുകൾക്ക് എതിരാണ്, മൊണാർക്കിയൽ എംപയേഴ്സിന് എതിരാണ് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള റെവല്യൂഷണറീസ് എന്ന് പറയുന്ന ആളുകൾ. സ്വാഭാവികമായിട്ട് ഇവർ ആർക്കെതിരെയാണ്? ലിബറലിസ്റ്റുകൾ. സ്വാഭാവികമായിട്ട് ഇവർക്കെതിരെ ആയതുകൊണ്ട് റെവല്യൂഷണറീസ് ലിബറലിസ്റ്റുകൾക്കെതിരെയാണ്. ഒപ്പം തന്നെ മൊണാർക്കിയൽ പവേഴ്സിനും ആരെതിരാണ്? ഈ പറഞ്ഞിട്ടുള്ള റെവല്യൂഷണറീസ് എതിരാണ്. ഈ വിയന്ന കോൺഗ്രസിന് ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഫൈറ്റ് ഫോർ ലിബർട്ടി ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞു. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് പോരാടിക്കൊണ്ടിരുന്നത്? ലിബർട്ടിക്കായിക്കോട്ടെ, ഫ്രീഡത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായിക്കോട്ടെ. ലിബർട്ടി ഫ്രീഡം ഒന്ന് തന്നെയാണല്ലോ. ലിബർട്ടി എന്ന് പറയുന്നത് കുറച്ചും കൂടെ പരമാധികാരത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഈ പറഞ്ഞ ജനാധിപത്യ സ്വഭാവത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. ഓക്കെ, ലിബർട്ടി ആയിക്കോട്ടെ, ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള റെവല്യൂഷണറീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ് സാർ, പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്യോ? നോക്കാം കേട്ടോ, എന്തായാലും ശ്രമിക്കാവേ, ഉറപ്പായിട്ട് നോക്കാം. ഓക്കെ, പേടിക്കേണ്ട. ആ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യനൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എളുപ്പമായിരിക്കും. ഓക്കെ, റെഡി, സെറ്റ്.
ഇനി ഈ പറഞ്ഞ നമ്മൾ കാണുന്ന റെവല്യൂഷണറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഗസീപി മസീനി എന്ന് പറഞ്ഞുള്ള വ്യക്തി. ആരാണ്? ഗസീപി മസീനി എന്ന് പറഞ്ഞ വ്യക്തി. ബോൺ ഇൻ ജനോവ ഇൻ 1807 എന്ന് പറഞ്ഞു നോക്കേണ്ട 1887 ഗസീപി മസീനിയുടെ ജനനം. എ മെമ്പർ ഓഫ് ദി സീക്രട്ട് സൊസൈറ്റി കാർബണാരി. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സാർ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എ മെമ്പർ ഓഫ് സീക്രട്ട് സൊസൈറ്റി ഓഫ് കാർബണാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്രട്ട് സൊസൈറ്റി. നമ്മൾ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്യൂമിനാറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മളെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾ ചില എന്താ പറയുക സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിരിക്കും. ചിലപ്പോൾ ആരും അറിയുന്നുണ്ടാവില്ല. അപ്പം ഫോർ എക്സാമ്പിൾ മാർഷൽ ആർട്സ് നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ പറയുമ്പോൾ കുറച്ച് ഓക്കെ ഫൈൻ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നിഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ നിങ്ങൾ കേടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പറഞ്ഞ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. ഇവർ സൈലൻ്റ് ആയിരിക്കും. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിരിക്കും. പഠിപ്പിക്കുന്നവരുണ്ടും പബ്ലിക്കലി അറിയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരെ നമ്മളൊന്ന് ഏറ്റുമുട്ടിയാൽ, ഇവരോടൊന്ന് അടിച്ചാൽ, അല്ലെങ്കിൽ ഇവരൊന്ന് മുട്ടി നോക്കിയാൽ ഇവരെന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ. ഓക്കെ, ഇവരെ ഏതെങ്കിലും ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ്റെ ഭാഗമായിരിക്കും. ചിലപ്പം തൊട്ട് ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ. ചിലപ്പം കാണുമ്പോൾ ഒക്കെ നമ്മൾ ഫിസിക്കലി അവർ എന്താ പറയുക തടിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അത്ര നമ്മൾ കാണുമ്പോൾ അയ്യേ ഇയാളെന്ത് ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നവരൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ചിലവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സീക്രട്ട് ആയിട്ടുള്ള വാർ മെഷീൻസ് പോലുള്ള ആളുകൾ കുറേ പേരുണ്ടാവും. അത് അവരെ മുട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്. എ മെമ്പർ ഓഫ് ദി സീക്രട്ട് സൊസൈറ്റിയാണ് ഗസീപി മസീനിയുടെ കാർബണാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം സീക്രട്ട് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ റെവല്യൂഷണറീസ് ആയിട്ടുള്ള അവരുടെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടാവും. അവരെപ്പോൾ ഒരു സീക്രട്ട് സ്വഭാവം മുന്നോട്ട് വെക്കുന്ന ആളുകളായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഫൗണ്ടഡ് യങ് ഇറ്റലി ഇൻ മെഴ്സൈലൈസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ യങ് ഇറ്റലി എന്ന് പറയുന്ന സംഭവം മെഴ്സൈലൈസിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. എ യങ് യൂറോപ്പിൻ ബേൺ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. കാർബണാരിയുടെ കൂടാതെ തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ അദ്ദേഹം എഴുതി സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കാർബണാരി ഉണ്ട്. ഒപ്പം തന്നെ യങ് ഇറ്റലി എന്നും യങ് യൂറോപ്പിൻ ബേൺ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ട് ചെയ്യുന്നുണ്ട്. ബിലീവ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ഇൻ ടു എ റിപ്പബ്ലിക് എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഇറ്റലിനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള യൂണിഫിക്കേഷൻ്റെ ഭാഗമാക്കി മാറ്റി ഒരു റിപ്പബ്ലിക്കിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയായിരുന്നു എന്ന് പറയുന്നത് ഗസീപി മസീനി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗസീപി മസീനി എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കിട്ടുക കേട്ടോ. അപ്പം ആരും ഇനിയിപ്പോൾ സീക്രട്ട് സൊസൈറ്റി കഴിഞ്ഞ പ്രാവശ്യം സാർ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ മക്കൾ ചോദിച്ചു സാർ സീക്രട്ട് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സാമ്പിൾ പറയോ? ഇല്യൂമിനാറ്റി. മേ ബി ചിലപ്പോൾ ഹരിസാർ ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിരിക്കും. ഓക്കെ, അത് പറയാൻ പറ്റില്ലല്ലോ, നമുക്കിപ്പോൾ അറിയില്ലല്ലോ ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയുണ്ടാവില്ല. ഓക്കെ ഫൈൻ. എനിവേ ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് ഇൻ 1830 and 1848 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. In July 1830, the Bourbon kings of France were overthrown and constitutional monarchy was established എന്ന് പറഞ്ഞു വെക്കേണ്ടത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള റെവല്യൂഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് 1830 ബോർബൺ കിങ്സ് എന്ത് ചെയ്തു, അവരെ എടുത്തു കളഞ്ഞു, ഓവർത്രോൺ ചെയ്തു. ഇനി വേണ്ട, മതി. ഈ പറഞ്ഞ റെവല്യൂഷൻസ് ഇടപെട്ട് ലിബറൽ അത് ന്യൂ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്ന ആളുകളെ ഓവർത്രോൺ ചെയ്തിട്ട് ബോർബൺ കിങ്സിന് എന്ത് ചെയ്തു, എടുത്തു കളയാണ് ചെയ്യുന്നത് 1830. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അവിടെ സ്ഥാപിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്താണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി മോശമാണ് അല്ലേ, രാജാധികാരം മോശമാണ്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള മൊണാർക്കി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഡെമോക്രസി അവിടെ ഉണ്ടാവും, അതേപോലെ തന്നെ അവിടെ ഇൻഡിപെൻഡൻസ് ഉണ്ടാവും, ലിബറലിസം ഉണ്ടാവും, ഐ മീൻ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ഓക്കെ സാർ, ക്യാൻ യു എക്സ്പെക്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണത്, ക്യാൻ യു എക്സ്പെക്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി ലൈവ് ഉണ്ടാവുന്ന സാർ ഓൾറെഡി പറഞ്ഞു എൻ്റെ മക്കളോട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇനി ഈ പറഞ്ഞ ബെൽജിയം ബ്രോക്ക് അവേ ഫ്രം ദ യുണൈറ്റഡ് കിങ്ഡംസ് ഓഫ് ദി നെതർലാൻഡ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ബെൽജിയം എന്ന് പറയുന്നത് നെതർലാൻഡ്സിൻ്റെ ഭാഗം ഈ പറഞ്ഞ കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവിടുന്ന് അത് വിട്ടു നിന്നു എന്ന് പറയുന്നത്. ഗ്രീസ് എന്ന് പറയുന്ന ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. അതും എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻസിന് വേണ്ടി മത്സരിച്ചു, അത് അവർക്ക് കിട്ടുകയും ചെയ്തു. ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1832 അഥവാ 1832 ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ പ്രകാരം ഗ്രീസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് നേഷനായിട്ട് മാറി. നമുക്കറിയാം ഇന്ന് കാണുന്ന ഏതൻസ്, സ്പാർട്ട, കൊറിന്തി പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റി. ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഭാഗമായിട്ട് ഗ്രീസ് ഒരു സ്വതന്ത്ര നേഷനായിട്ട് മാറിയപ്പോൾ, ഇൻഡിപെൻഡന്റ് നേഷനായിട്ട് മാറിയപ്പോൾ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് മാറുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിക് ഇമാജിനേഷൻ ഓഫ് നാഷണൽ ഫീലിംഗ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അതേ ഈ പറഞ്ഞ പോയം ഈ പറഞ്ഞ ആളുകൾ റൊമാൻറ്റിസിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആളുകൾ കുറച്ച് പോയത്തിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ എന്ത് സംഭവിച്ചു, റവല്യൂഷണറി ആശയങ്ങൾ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടാവും കത്തിയും കൊടുവാളും ഒക്കെ എടുത്തിട്ടാണ് റവല്യൂഷണറി ചെയ്യുക. ഒരിക്കലുമല്ല, ആശയങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റവല്യൂഷണറി ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാം എന്ന് പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളും റൊമാൻറ്റിസിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൾച്ചറൽ മൂവ്മെന്റ് ദാറ്റ് സോട്ട് ടു ഡെവലപ്പ് എ പെർട്ടിക്കുലർ ഫോം ഓഫ് നാഷണലിസ്റ്റ് സെന്റിമെന്റ് ഫോക്കസ്ഡ് ഓൺ ഇമോഷൻസ്. അതായത് ഹ്യൂമൻ ഇമോഷൻസ് ആയിക്കോട്ടെ, മനുഷ്യന്റെ വികാരങ്ങളായിക്കോട്ടെ, ഇൻറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ചിന്തകളായിക്കോട്ടെ. നമുക്കറിയാം നമുക്ക് നാളെ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മിസ്റ്റിക്കൽ ഫീലിങ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ദൈവപരമായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള പവേഴ്സിൽ വിശ്വസിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഭാഗത്ത് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് സെറ്റ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള ഇമോഷൻസ്, ഇൻറ്റ്യൂഷൻ ആൻഡ് മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഫീലിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാധാന്യമൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ജർമ്മൻ ഫിലോസഫർ ജോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹേർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ജോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹേർഡറിനെ പോലുള്ള ആളുകളൊക്കെയാണ് ട്രൈ ടു ഡിസ്കവർ ദ കൾച്ചർ അമംഗ് കോമൺ പീപ്പിൾ ത്രൂ ഫോക്ക് സോങ്സ്, ഫോക്ക് പോയട്രി ആൻഡ് ഫോക്ക് ഡാൻസസ് ആൻഡ് പെയിന്റിങ്സ് പോലുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള റൊമാൻറ്റിസിസത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ റെവല്യൂഷണറി ഐഡിയാസ് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹേർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുകളാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഇൻ മോസ്റ്റ് കൺട്രീസ് ദർ വർ മോർ സീക്കേഴ്സ് ഓഫ് ജോബ്സ്. നിങ്ങളറിയാം ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, മോർ സീക്കേഴ്സ് ഉണ്ട്, ജോബിന് വേണ്ടിയിട്ടുള്ള മോർ സീക്കേഴ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ അവരുടെ പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു അർബൻ സിറ്റീസ് ടു ലിവ് ഇൻ ഓവർ ക്രൗഡഡ് സ്ലംസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ലംസിൽ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോപ്പുലേഷൻ. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ഥലത്തുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു അർബൻ സിറ്റീസ് were in overcrowded slums. അത് എന്തിലേക്ക് നയിക്കും, ഒരു ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാരണമാകും. അപ്പോൾ ദ റൈസ് ഇൻ ഫുഡ് പ്രൈസ്, ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാ കാരണമാവുക, അത് ഫുഡ് പ്രൈസിന് കാരണമാവും അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള റൈസ് ഇൻ ഫുഡ് പ്രൈസസ് ഓർ ഇയർ ബാഡ് ഹാർവെസ്റ്റ് ലെഡ്സ് ടു വൈഡ് സ്പ്രെഡ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് ഫുഡിൻ്റെ ആവശ്യം വന്നു. അതിൻ്റെ കാരണമായിട്ട് വൈഡ് സ്പ്രെഡ് പാപ്പറിസം ഇൻ ദ നേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ നടക്കുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇൻ 1842 ദ പോപ്പുലേഷൻ ഓഫ് പാരീസ് കെയിം ഔട്ട് ഇൻ ദ റോഡ്സ് ആൻഡ് ദ ലൂയി ഫിലിപ്പി വാസ് ഫോഴ്സ്ഡ് ടു ഫ്ലീ ആൻഡ് ദി നാഷണൽ അസംബ്ലി പ്രൊക്ലൈംഡ് എ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു, ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻ 1845 ഈ പറഞ്ഞ വീവേഴ്സ് ഇൻ സിലീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത്, ഈ പറഞ്ഞ വീവേഴ്സ് ഇൻ സിലീസിയ എന്ന് പറഞ്ഞ ആളുകൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനേ തുടങ്ങി. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ സിലീസിയൻ റിവോൾട്ട് എന്ന് പറഞ്ഞു നോക്കുന്നത്. സിലീസിയൻ റിവോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ റിവോൾട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീവേഴ്സ് ഇൻ സിലീസിയ ലെഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടേഴ്സ് എതിരെയാണ് വീവേഴ്സ് ഇൻ സിലീസിയ അവർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സപ്ലൈഡ് ദം വിത്ത് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഓർഡേഴ്സ് ഓർ ഫിനിഷ്ഡ് ടെക്സ്റ്റൈൽസ് ബട്ട് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഈ പറഞ്ഞ സാധനങ്ങൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പൈസ അവർക്ക് ഒരു തുള്ളി പോലും കൊടുക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വീവേഴ്സ് എന്ത് ചെയ്തത്, ഇവിടെയുള്ള കോൺട്രാക്ട്സിനെതിരെ എന്ത് ചെയ്തത്, സമരം നടത്തിയത്. അതാണ് പിന്നീട് സിലീസിയൻ റിവോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്, സിലീസിയൻ റിവോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ബൈ എ ലാർജ് ക്രൗഡ് ഓഫ് വീവേഴ്സ് ഫോഴ്സ് ദെയർ വേ ഇൻ ടു ദ ഹൗസ് ഓഫ് ദി കോൺട്രാക്ടേഴ്സ് ആൻഡ് സ്മാഷ്ഡ് ഇറ്റ്സ് എലഗൻ വിൻഡോ പെയിൻസ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഇവരെന്താ ചെയ്തത്, ഈ കോൺട്രാക്ടേഴ്സിന് വീട്ടിൽ ചെന്നിട്ട് ഇവരുടെ ജനലും ഇവരുടെ ഡോറും കാര്യങ്ങളൊക്കെ തല്ലി പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനദർ group of broke into the ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോർ ഹൗസ് ഓഫ് പ്ലണ്ടഡ് ഇറ്റ് ഇൻ ടു ദ സപ്ലൈസ് ഓഫ് ക്ലോത്ത് വിച്ച് ദേ ഹാവ് ടു ഷ്രെഡ്സ്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട്സ് അവർ നടത്തിയിട്ടുണ്ടായി. മാക്സിമം റിവോൾട്ടും കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായി. ദ കോൺട്രാക്ടർ ഫ്ലഡ് വിത്ത് ഹിസ് ഫാമിലി ടു എ നെയ്ബറിംഗ് വില്ലേജ് വിച്ച് ഹൗ എവർ റെഫ്യൂസ് ടു അക്കോമഡേറ്റ്. അങ്ങനെ ഈ പറഞ്ഞ കോൺട്രാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്തെന്ന് അറിയോ, ഇവർ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. ദെൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് അധികം കാലമൊന്നും നീണ്ടുന്നില്ല,
ഏകദേശം ഒരു 24 hours ഒക്കെ ആയപ്പോഴത്തേക്ക് ഹി റിട്ടേൺഡ് വിത്ത് സപ്പോർട്ട് ഓഫ് ദി ആർമി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്തു, ആർമിയുടെ സഹായത്തോട് വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള സിലീസിയൻ വീവേഴ്സിന് നേരെ ആക്രമണം കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, 11 വീവേഴ്സ് വർ ഷോട്ട്. അങ്ങനെ ഈ പറഞ്ഞ സിലീസിയൻ റിവോൾട്ട് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ അറിയേണ്ടത്. ഇനി പറഞ്ഞ 1848 റെവല്യൂഷൻ ഓഫ് ദ റെബൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കുറേ റെവല്യൂഷണറി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വൈൽ ദ മിലിറ്ററി ബിക്കേം സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ മേഖലയാണ് മിലിറ്ററി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്ന കാലഘട്ടമാണ്. സോ ഈ പറഞ്ഞ ഡോമിനേറ്റഡ് ദ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ മധ്യവർഗം കുറച്ചും കൂടെ സ്ട്രോങ് ആയ ഒരു പീരീഡ് ആയിരുന്നു അത്. സ്വാഭാവികമായിട്ടും ലോസ്റ്റ് ദെയർ സപ്പോർട്ട് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞ ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻ ദ എൻഡ് ട്രൂപ്സ് വെയർ കോൾഡ് ദ അസംബ്ലി വെയർ ഫോഴ്സ് ടു ഡിസ്ബാൻഡ്. അങ്ങനെ ഈ പറഞ്ഞ അസംബ്ലിയും കാര്യങ്ങളൊക്കെ പതുക്കെ ഡിസ്ബാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തുകയാണ്. എന്താ കാരണം, ഈ പറഞ്ഞ ഡോമിനേറ്റ് ചെയ്ത ആരാ, മിഡിൽ ക്ലാസും കാര്യങ്ങളാണ്. പക്ഷേ അവർ ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തില്ല. പെസൻസിന്റെ കണ്ടീഷനൊന്നും ഇവരെ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്തു, സപ്പോർട്ട് ഇല്ലാണ്ടായി പോയി എന്നാണ് പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള അസംബ്ലി വേർ ഡിസ്ബാൻഡ്, ഈ ഒരു അസംബ്ലിനെ ഇല്ലാതാക്കേണ്ടതായിട്ട് വന്നു. ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എല്ലാ എക്സാമിനും ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇതൊന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഇറ്റലിയുടെ യൂണിഫിക്കേഷനും എങ്ങനെയാണ് ജർമ്മനിയുടെ യൂണിഫിക്കേഷനും സംഭവിച്ചില്ല എന്നുള്ളത്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നതാണ് ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പേർഷ്യൻ ആർമി ബ്യൂറോക്രസി ടുക്ക് ഓഫ് ദി ലീഡർഷിപ്പ് ഓഫ് ദി മൂവ്മെന്റ് ഓഫ് ദി നാഷണൽ യൂണിഫിക്കേഷൻ. ഈ ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, ജർമ്മനിയുടെ യൂണിഫിക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. 3 wars over 7 years, അതായത് 7 കൊല്ലത്തിനിടയ്ക്ക് ഏകദേശം 3 യുദ്ധങ്ങളോളം എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ജർമ്മനിയുടെ യൂണിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി എന്തിലേക്ക് നയിച്ചു എന്നറിയോ, അത് യൂണിഫിക്കേഷനിലേക്ക് നയിച്ചു. അവസാനം കൈസർ വില്യം I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേർഷ്യൻ ഹെഡഡ് ആയിട്ടുള്ള ന്യൂ ജർമ്മൻ എംപയർ അവിടെ ഉണ്ടായി വരികയാണ്. ആരാണ്, കൈസർ വില്യം I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായി വരികയാണ്. എന്താണ്, ഈ ജർമ്മൻ യൂണിഫിക്കേഷന്റെ ഭാഗമായിട്ട് ജർമ്മനി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരു രാഷ്ട്രം ഉണ്ടായി വരികയാണ്. അതിന്റെ ഒരു ഹെഡായിട്ട് പേർഷ്യൻ ഹെഡായിട്ട് ഓക്കെ ആര് വരികയാണ്, കൈസർ വില്യം I വരികയാണ്. വെൻ ഇറ്റ് കംസ് ടു ഇറ്റലിയുടെ കേസിൽ വരികയാണെങ്കിൽ, ഇറ്റലി എന്ന് പറയുന്ന ഏകദേശം 7 സ്റ്റേറ്റുകളോളമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ട് സർദീനിയ പീഡ്മോണ്ട്, ആ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. സർദീനിയ പീഡ്മോണ്ട് വാസ് റൂൾഡ് ബൈ ആൻ ഇറ്റാലിയൻ പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള സർദീനിയ പീഡ്മോണ്ട് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അത് റൂൾഡ് ബൈ ആൻ ഇറ്റാലിയൻ പ്രിൻസിലി സ്റ്റേറ്റ്. അതൊരു ഇറ്റാലിയൻ പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് അവിടെയാണ് നമ്മൾ ഗസീപ്പി മസീനിനെ നമ്മൾ ഒന്നുകൂടെ കാണുക. ഗസീപ്പി മസീനിനെ നമ്മൾ എവിടെ കണ്ടിരുന്നത്, റെവല്യൂഷണറീസിന്റെ ആശയത്തിലാണ് നമ്മൾ ഗസീപ്പി മസീനിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഒരു സീക്രട്ട് സൊസൈറ്റി കാർബണാരി എന്ന് പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗസീപ്പി മസീനിയുടെ റോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അദ്ദേഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇറ്റലിയുടെ യൂണിഫിക്കേഷന് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഫെയിലർ ആയിരുന്നു, അദ്ദേഹം ജയിച്ചില്ല. ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കാവോർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു. ആ കാവോർ എന്ത് ചെയ്യുന്നു അറിയോ, ഈ പറഞ്ഞ മൂവ്മെന്റ് ലെഡ് ചെയ്തു. അവസാനം ഗസീപ്പി ഗരിബാൾഡിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കാവോർ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് ലെഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇൻ 1861 വിക്ടർ ഇമ്മാനുവൽ II വാസ് പ്രൊക്ലൈംഡ് കിങ് ഓഫ് യുണൈറ്റഡ് ഇറ്റലി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആരാണ്, വിക്ടർ ഇമ്മാനുവൽ II എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കൈസർ വില്യം I എവിടെയാ, ജർമ്മനിയിൽ. ഈ പറഞ്ഞിട്ടുള്ള ഈ വിക്ടർ ഇമ്മാനുവൽ II എവിടെയാ, ഇറ്റലിയിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുക. ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു നോക്കണ്ടല്ലേ. എന്താ പറയണത്, ഈ പറഞ്ഞ ബ്രിട്ടൻ്റെ ഒരു സ്ട്രേഞ്ച് കേസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 1688 ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ് ആസ് എ നേഷൻ സ്റ്റേറ്റ്. ഇംഗ്ലണ്ട് അതിനായിട്ട് വരികയാണ്, ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് വരികയാണ്. ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പാർലമെന്റ് സീസ്ഡ് പവർ ഫ്രം ദ മൊണാർക്കി. ഇംഗ്ലീഷ് പാർലമെന്റ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ അധികാരം ഈ പറഞ്ഞ ആരുടെ കയ്യിൽ നിന്ന്, പാർലമെന്റ് കയ്യിൽ നിന്ന് ഇംഗ്ലീഷ് അധികാരം ഏറ്റെടുക്കുകയാണ്, മൊണാർക്കി വരികയാണ്. ദ ആക്ട് ഓഫ് യൂണിയൻ ഓഫ് 1707 എന്താ പറയുന്നത്, 1707 ദ ആക്ട് ഓഫ് യൂണിയൻ എന്താ പറയുന്നത്, ആക്ട് ഓഫ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിയൻ ഉണ്ട്. റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്, ഈ പറഞ്ഞ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഒരു യൂണിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം, UK എന്ന് നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ UK ഒരു കാര്യമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻ 1801 അയർലൻഡ് വാസ് ഫോഴ്സിബിളി ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ ഫെയിൽഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഫെയിൽഡ് റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് അയർലൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടല്ലേ, നമുക്ക് ഇപ്പോഴും കാണാം ഐറിഷ് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. സോ ബൈറ്റ് ആ അയർലൻഡ് രാജ്യത്തിനെ ബ്രിട്ടീഷുകാർ ഫോഴ്സിബിളി ഇവരെ ഭാഗമാക്കി മാറ്റുക ചെയ്യുന്നത്. എ ന്യൂ ബ്രിട്ടീഷ് നേഷൻ വാസ് ഫൗണ്ടഡ് ത്രൂ ദി പ്രൊപ്പഗേഷൻ
അഫർമേഷൻ ഓഫ് ഡോമിനന്റ് ഇംഗ്ലീഷ് കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് കൾച്ചറിന്റെ ഡോമിനൻസി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഇവർ പറയുകയാണ് ഇംഗ്ലീഷ് കൾച്ചർ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്കാണ് ഇവിടെ ഡോമിനൻസ് ഉണ്ടാവേണ്ടത്, ഐറിഷോ അല്ലെങ്കിൽ സ്കോട്ടിഷോ ഒന്നും സംസാരിക്കുന്ന ആളുകൾക്ക് ഇവിടെ വാല്യൂ ഇല്ല എന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കേട്ടോ. ഇനി നമ്മളെല്ലാവരും കേട്ടിരുന്ന അലിഗോറി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. സ്വാഭാവികമായിട്ട് വെൻ ദ ആബ്സ്ട്രാക്ട് ഐഡിയ, അതായത് ഒരു ആബ്സ്ട്രാക്ട് ഐഡിയ നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ആബ്സ്ട്രാക്ട് ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അത് തൊട്ട് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിലെ സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ റിഗ്രറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സോറി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് സെൻസിൽ നമുക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വരില്ല. അതൊക്കെ ഒരു ആബ്സ്ട്രാക്ട് ഐഡിയ ആണ്. പക്ഷേ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതൊരു ആബ്സ്ട്രാക്ട് ഐഡിയ ആയിട്ടാണ് സാറിന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ഇത്ര അളവുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അത് എന്താ ഒരു ആബ്സ്ട്രാക്ട് ഐഡിയ ആണ്, പക്ഷേ ഉണ്ട് നിങ്ങൾക്കറിയാം. അതേപോലെ ഒരു ആശയമാണ് ഈ പറഞ്ഞ ഫ്രീഡം, ലിബർട്ടി പോലുള്ള ആശയങ്ങൾ. നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും, നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല, നമുക്കിത് അനുഭവിക്കാനേ പറ്റുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ലിബർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പ്രസ്ഡ് ത്രൂ എ പേഴ്സൺ ഓർ എ തിങ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരു വ്യക്തിയിലൂടെയോ ഒരു വസ്തുവിലൂടെയൊക്കെ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന്. പക്ഷെ അത് യഥാർത്ഥമാവണമെന്നില്ല, പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടേമാണ് ദാറ്റ് ഈസ് അലിഗോറി എന്ന് പറയുന്ന സംഭവം. എന്താ പറയണത്? അലിഗോറി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സിംബോളിക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ സിംബോളിക്കാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. നമുക്കറിയാം അമേരിക്കയുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അലിഗോറിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ. USA, അതുപോലെ തന്നെ മരിയാനും ജർമ്മനിയും ഉണ്ട്. ജർമ്മനിയ എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു അലിഗോറിയാണ്. എന്താണ്? ജർമ്മനിയുടെ ഒരു അലിഗോറിയാണ്. മരിയാൻ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു അലിഗോറിയാണ്. എന്താ പറയുന്നത്? ഫ്രാൻസിലെ ഒരു അലിഗോറിയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഭാരത് മാത എന്ന് പറയുന്ന ഒരു അലിഗോറി ഉണ്ട്. ദാറ്റ് ഈസ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആണ്. എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായി വരിക കേട്ടോ. അപ്പോൾ വിഷ്വലൈസിങ് ദ നേഷനിൽ നമ്മൾ ഈ പറഞ്ഞ ഫീമെയിൽ ഫിഗറിനെ ആയിരിക്കും കാണുക, അലിഗോറി ആയിരിക്കും കാണുക. എന്തുകൊണ്ട് അവിടെ ഒരു പുരുഷനെ കാണിക്കുന്നില്ല എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. സ്ത്രീയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭാരത് മാത എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. സ്വാഭാവികമായിട്ടും എനിക്ക് എന്തുകൊണ്ട് ഭാരത് പുരുഷൻ അല്ലെങ്കിൽ ഭാരത് പിതാവ് എന്ന് പറയുന്നില്ല, ഐ ഡോണ്ട് നോ. പണ്ട് തൊട്ട് ആരും ഉണ്ടാക്കി വെച്ചുള്ള സാധനം ഒരു ലാൻഡാണ് അല്ലേ. ഭാരതം എന്ന് പറയുന്ന ഒരു ലാൻഡാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലാൻഡാണ്. അതിന് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇനി പെർട്ടിക്കുലർ പേര് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് പേഴ്സണലി എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള അലിഗോറി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫീമെയിൽ ഫിഗറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ബട്ട് ദ ഫീമെയിൽ ഫോം ദാറ്റ് വാസ് ചൂസൺ ടു പേഴ്സണിഫൈ ദ നേഷൻ ഡിഡ് നോട്ട് സ്റ്റാൻഡ് ഫോർ എനി വുമൺ ഇൻ റിയൽ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള റിയൽ ലൈഫിൽ റിയൽ വുമണ് വേണ്ടി നിൽക്കാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫീമെയിൽ ഫോം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റാദർ ഇറ്റ്സ് സോ ടു ഗിവ് ദ ആബ്സ്ട്രാക്ട് ഐഡിയ ഓഫ് ദ നേഷൻ ഓഫ് എ കോൺക്രീറ്റ് ഫോം. നമ്മുടെ രാജ്യത്തിന് നേഷനെ കുറച്ചൊരു കോൺക്രീറ്റ് ഫോമിൽ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, ഒരു ആബ്സ്ട്രാക്ട് ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് അലിഗോറി എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. സോ ബട്ട് ഇൻ ഫ്രാൻസിൽ മരിയാൻ, ജർമ്മനിയിൽ ജർമ്മനിയ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ ബട്ട് അവസാന ഭാഗങ്ങളിലാണ് ഈ ചാപ്റ്റർ എത്തുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ബാൾക്കൻ പ്രദേശങ്ങളെ പറ്റി കൂടുതലായിട്ട് കാണുന്നുണ്ടാവും. സോ ബട്ട് റൊമേനിയ, ബൾഗേറിയ, അൽബേനിയ, ഗ്രീസ്, മെസിഡോണിയ, ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസ്ഗോവിനിയ, അതുപോലെ തന്നെ സ്ലൊവേനിയ, സെർബിയ പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ, മോണ്ടൻഗേരോ പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ എന്താ അറിയപ്പെടുന്നത്? ഇതൊക്കെ ബാൾക്കൻ റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? ബാൾക്കൻ റീജിയൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരിക, ഈ പറഞ്ഞ ബാൾക്കൻ റീജിയൻസ് തമ്മിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. സോ ബാൾക്കൻ വാസ് എ റീജിയൻ ഓഫ് ജോഗ്രഫിക്കൽ ആൻഡ് എത്നിക് വേരിയേഷൻസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഓട്ടോമൻ എംപയർ. ഈ പറഞ്ഞ ഓട്ടോമൻ എംപയറിന് കീഴിൽ ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരുന്നു? ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് അറിയോ? സമ്പത്തിന് വേണ്ടിയിട്ട്, വെൽത്തിന് വേണ്ടിയിട്ടാന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക. ദ ഐഡിയ ഓഫ് റൊമാൻറ്റിക് നാഷണലിസം മേഡ് ദിസ് റീജിയൻ വെരി എക്സ്പ്ലോസീവ്. അപ്പോൾ നമ്മൾ കണ്ടു റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു സാധനമാണ് റെവല്യൂഷണറി ഐഡിയാസിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു തോട്ട് എന്ന് പറയുന്നത്. സോ ബട്ട് ഈ പറഞ്ഞ ബാൾക്കൻ റീജിയനിൽ ഈ പ്രദേശങ്ങൾ തമ്മിൽ കച്ചറയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ പങ്ക്, അത് എന്തിൻ്റെ റോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും? റൊമാൻറ്റിക് നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ റോളായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ദ ബാൾക്കൻ സ്റ്റേറ്റ്സ് വെർ ഫിയർസ്ലി ജലസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എപ്പോഴും ഒരു അസൂയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഫോർ ഈച്ച് അതർ ആൻഡ് ഹോപ്പ് ടു ഗെയിൻ മോർ ടെറിട്ടറി ഓഫ് ദി എക്സ്പെൻസസ് ഓഫ് ഈച്ച് അതർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തുണ്ട്? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഇവർ തമ്മിലൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹരി സാർ വേൾഡ്സ്. അയ്യോ ഇല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഓക്കെ,
റെഡി. അപ്പോൾ യൂറോപ്യൻ പവേഴ്സ് ഓൾസോ ലുക്കിംഗ് ടു എക്സ്റ്റെൻഡ് ദെയർ കൺട്രോൾ ഓവർ ദ ഏരിയ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ പവേഴ്സ് ഇവരുടെ തമ്മിലുള്ള ഒച്ചപ്പാടും ബഹളവും കണ്ടപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ പവേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസൊക്കെ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പവേഴ്സ് അവിടെ കാണിക്കാം, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളമൊക്കെയാണ്, അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് മുതലെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര്, അങ്ങനെ നമ്മളെ ലൈഫിൽ ഉണ്ടാവില്ലേ, തമ്മിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേപോലെ ഈ പറഞ്ഞ യൂറോപ്യൻ ശക്തികൾ എന്ത് ചെയ്തു, ബാൾക്കൻ റീജിയൻസ് തമ്മിലുണ്ടാവുന്ന ചെറിയ ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ ഇവരെന്ത് ചെയ്തു, ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി എന്നൊക്കെയാണ് പറയുന്നത്. സോ ബട്ട് ദിസ് ലെഡ് ടു എ സീരീസ് ഓഫ് വാർസ്. അത് എന്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിച്ചു. എന്തിലേക്ക് നയിച്ചു? ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് 1914 മുതൽ 18 വരെ നടന്നിട്ടുള്ള ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നാഷണലിസം ഇൻ ഇന്ത്യ. ഇതുമായിട്ട് ചേർത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സ്വാഭാവികമായിട്ടും ദ ഫസ്റ്റ് വേൾഡ് വാർ ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ. ഫസ്റ്റ് വേൾഡ് വാറും നമ്മൾ അവസാനിപ്പിച്ച എവിടെയാണ്? ഫസ്റ്റ് വേൾഡ് വാർ നടന്നത് 1914 18 ആണെന്ന് പറഞ്ഞു, അവസാനിച്ച 18 അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക, 1915 കൂടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം 1915 അദ്ദേഹം ഇന്ത്യ മുഴുവനായിട്ടൊന്ന് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1917 ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ട് അദ്ദേഹം ഒരു സത്യാഗ്രഹത്തിന് ഇടപെടുകയാണ്. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻഡിഗോ ഫാർമേഴ്സിനാണ്, അതായത് അവിടെ നീലം കർഷകർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ ഈ 1917 ബീഹാറിൽ അദ്ദേഹം ഇടപെടുകയാണ്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ സ്ട്രഗിളിൽ അദ്ദേഹം വിജയം കാണുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വേൾഡ് വാറും ഈ സമയമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക. 15 ആരെത്തുന്നത്? ഗാന്ധിജി എത്തുന്നത്. ഈ 14, 15, 16, 17, 18 എന്ത് സംഭവിക്കുന്നത്? വേൾഡ് വാർ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കിയത് ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റഡ് എ ന്യൂ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഒരു പുതുതായിട്ടൊരു സാമ്പത്തികപരമായിട്ടുള്ളതും ഒരു ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. സോ ആയിട്ട് ഹ്യൂജ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വേണം. അതായത് ഒരുപാട് നാശനഷ്ടങ്ങൾ ബ്രിട്ടൻ ഉണ്ടായി. നമ്മൾ ആരുടെ കോളനി ആയിരുന്നു? നമ്മൾ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അല്ലേ? സോ ആയിട്ട് ബ്രിട്ടൻ എവിടെ മത്സരിക്കുന്നുണ്ട്, എവിടെ യുദ്ധം ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വേൾഡ് വാറിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടൻ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ ഡിഫൻസ്, അതായത് ഈ പറഞ്ഞ പ്രതിരോധ മേഖലയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ഈ എക്സ്പെൻഡിച്ചറിനെ മുതലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യ പോലുള്ള കോളനികളിൽ നിന്നാണ് പൈസയും സമ്പത്തും ഒക്കെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫൈനാൻസ് ദ വാർ ബൈ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഡ്യൂറിംഗ് ദ വാർ പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ പൈസ എല്ലാം കൂടാൻ തുടങ്ങി. ഫോഴ്സ്ഡ് റിക്രൂട്ട്മെന്റ് ഇൻ ആർമി ഫ്രം റൂറൽ ഏരിയ. ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് അവർ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈവൻ ഇന്ത്യയിൽ നിന്ന് വരെ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ക്രോപ്പ് ഫെയിലിയർ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. എന്താണ്? ക്രോപ്പ് ഫെയിലിയർ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഷോർട്ടേജ് ഓഫ് ക്രോപ്സ്. അപ്പോൾ ക്രോപ്പ് ഫെയിലിയർ സംഭവിച്ചു, ക്രോപ്പ് ഇല്ലാത്തൊരു കണ്ടീഷൻ. എന്നിട്ട് ഇവിടെ നിന്നുള്ള ക്രോപ്പ് വരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഷോർട്ടേജ് ഓഫ് ക്രോപ്സ്. ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ. അത് എന്തിലേക്ക് നയിച്ചു? ഭക്ഷണം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് രോഗങ്ങൾ ഉണ്ടാവും, എപ്പിഡമിക്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസ എപ്പിഡമിക്സ് ഉണ്ടായി, അത് ഫാമിൻസിനെ കാരണമായി, ക്ഷാമത്തിലേക്ക് കാരണമായി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ദയവ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ, എനിക്കറിയാം നിങ്ങൾ ബ്രിട്ടീഷുകാരോടുള്ള ദേഷ്യമാണ് ഈ പറയുന്നതൊക്കെ എനിക്കറിയാം. ദയവ് ചെയ്തിട്ട് ലൈവ് ചാറ്റിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട കേട്ടോ. ദേഷ്യം ഉണ്ടെങ്കിൽ ഓക്കെ, കലിപ്പി മോജി കിട്ടോ, ഓക്കെ, ആ വേർഡ്സ് ഒഴിവാക്കാം, അതല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ റിസെൻമെന്റ് ഗാന്ധിജി ഗിവ് എ ന്യൂ മോഡ് ഓഫ് സ്ട്രഗിൾ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 1915 ഗാന്ധിജി വന്നപ്പോൾ ഒരു പുതുതായിട്ടുള്ളൊരു സത്യാഗ്രഹം അല്ലെ, സത്യാഗ്രഹം ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അഹിംസ, നോൺ വയലൻസ് ഉള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ചമ്പാരൻ 1917 സംഭവിച്ചു, ഗേദ 1918 സംഭവിച്ചു, അഹമ്മദാബാദും 1918 സംഭവിച്ചു. ഈ 3 പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളാണ് ഗാന്ധിജി ഇന്ത്യയിൽ വന്ന് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യ കാലങ്ങളിലാണ് കേട്ടോ, ഏർലിയാണ് സംഭവിക്കുന്നത്. ഈ ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ് സാർ? അത് ബീഹാറിലാണ്. എവിടെയാണെന്നുള്ളത്? ബീഹാറിലാണ്. ഗേദ എവിടെയുള്ളത്? ഗുജറാത്തിലാണ്. എവിടെയുള്ളത്? ഗുജറാത്തിലാണ്. അഹമ്മദാബാദും എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണുള്ളത്. ഓക്കെ, ഇനി ഗേദയും അഹമ്മദാബാദും എന്തിനു വേണ്ടിയെന്ന് നിങ്ങൾക്ക് അറിയും? ഗേദ എന്ന് പറയുന്നത് ഒരു പെസന്റ്, അതായത് സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണവാസികൾക്ക്, ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ ടാക്സ് കൂട്ടി വരും. ഈ ടാക്സ് കൂട്ടിയപ്പോൾ ഒന്നാമതേ ക്രോപ്പ് ഫെയിലിയറും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഈ ടാക്സ് കൂട്ടിയപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാണ്ടായി, ഡ്രൗട്ടും കാര്യങ്ങളും ഇവർക്ക് ഒരു ബുദ്ധിമുട്ടി. അപ്പോൾ ഇതിനെതിരെയാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ഗേദയിൽ സമരം ചെയ്തത്. ഇനി അഹമ്മദാബാദിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോട്ടൺ മില്ല് വർക്കേഴ്സ് ഉണ്ട്, അതായത് ഈ പറഞ്ഞ തുണി മില്ല് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർക്ക് എന്ത് ചെയ്തു പ്ലേഗ് ബോണസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോണസ് വേജ് ഹൈക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് പണിയെടുപ്പിച്ചിട്ട് ഒരൊറ്റ തുള്ളി പോലും പൈസ കൊടുക്കാണ്ട് ഇവരെ പറ്റിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഹമ്മദാബാദിൽ കോട്ടൺ മില്ല് സ്ട്രൈക്ക് സംഭവിക്കുന്നതും അങ്ങനെ ഗാന്ധിജി ഇടപെട്ടിട്ട് അതിനെ എന്ത് ചെയ്യുന്നത് ഒരു പരിഹാരം കാണുന്നത്. സാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻ അതിനായിട്ടൊരു വീഡിയോ സാർ ചെയ്തിട്ട് നാളെ പോസ്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ, നാളെ പോസ്റ്റ് ആവുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യലിലെ മാപ്പ് ബേസ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്നടിക്കുക. ഒപ്പം തന്നെ CBSE 10 എക്സാം വിന്നർ എന്നും കൂടെ അടിക്കുക. അപ്പോൾ ഹരിസാറിനെ നിങ്ങൾക്ക് കാണാം, ഓൾറെഡി സാർ ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ടാവും. ഇനി അത് കാണണമെങ്കിൽ അത് കാണുക, ഇല്ലാച്ച നാളെ ആ വീഡിയോ ഒന്നും കൂടെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ പറയാം. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വീഡിയോ അത് അപ്ലോഡ് ചെയ്യുക കേട്ടോ. നോ സീൻ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാൻ, സെർച്ച് ചെയ്ത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അടിക്കുക സോഷ്യൽ SST ഇമ്പോർട്ടൻറ്റ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് CBSE 10 എക്സാം വിന്നർ എന്ന് അടിക്കുക. വേണമെങ്കിൽ ഹരിസാറിനും കൂടെ അടിച്ചു വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. സാർ ഇങ്ങനെ നിൽക്കുന്നൊരു വീഡിയോ ആണ്, അത് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചോളൂ. ഇനി അഥവാ അത് കണ്ടിട്ട് സെർച്ച് ചെയ്യാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ നാളെ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി തരാം. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൗലറ്റ് ആക്റ്റും ജാലിയൻവാലാ ബാഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരിക. റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ അതൊരു ബ്ലാക്ക് ലോ ആണ്, കരി നിയമം എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് സാർ അതിന് കരി നിയമം എന്ന് പറയുന്നത്? കറുത്ത കളറുള്ളതുകൊണ്ടാണ് കരി നിയമം എന്ന് പറയുന്നത്? അല്ല, അതിന് കരി നിയമം എന്ന് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ, സ്വാഭാവികമായിട്ട് ആ നിയമങ്ങളാണ് അതിൽ അടിച്ചേൽപ്പിക്കുന്ന, അതിൽ പറയുന്ന കുറേ പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ആണ് അതിന് ബ്ലാക്ക് നിയമം അല്ലെങ്കിൽ ബ്ലാക്ക് ലോ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം, ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കാൻ കാരണം. സ്വാഭാവികമായിട്ട് ബ്ലാക്ക് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അതായത് ഏതൊരാളെയും ഏതൊരു ഇന്ത്യൻസിനും എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് എത്ര ട്രയൽ കൂടാതെ എത്ര കാലം വേണമെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ജയിലിൽ ഇങ്ങനെ കൊണ്ടു നടക്കാം. ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള റൗലറ്റ് നിയമം കൊണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, വഴി കൂടെ പോകുമ്പോൾ നിങ്ങളോട് ബ്രിട്ടീഷുകാർ നിങ്ങളോട് പറയണം, നിങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ ചിന്തിക്കുക, നിങ്ങളോട് പറയണം വാ നമുക്ക് പോവാം എന്ന് പറയണം, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോവാണ്, നിങ്ങളെ തുറങ്കിലടക്കുകയാണ്, ഒരു വാറന്റും ഇല്ലാതെ നിങ്ങളെ കൊണ്ടുപോവാണ്, എന്നിട്ട് നിങ്ങളെ ട്രയലൊന്നും ഇല്ലാതെ, വിചാരണ ഇല്ലാതെ, കോടതിന് മുന്നിൽ ഹാജരാക്കാതെ എത്ര കാലം വേണമെങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞ ഇരുട്ട് മുറിയിലോ തുറങ്കിലോ അടയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുകയാണ്. അതിനെയാണ് ഈ പറഞ്ഞ റൗലറ്റ് നിയമം അംഗീകാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ റൗലറ്റ് നിയമം പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് ബ്ലാക്ക് ലോ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, ആശയം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, അത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആക്ഷൻസും കാര്യങ്ങളൊന്നും കുറയ്ക്കുക, ഇന്ത്യക്കാരുടെ ഒരു പങ്കാളിത്തം കുറയ്ക്കുക, ഇന്ത്യക്കാരൊന്ന് വേറിട്ട് നിർത്തുക എന്നുള്ളൊരു ആശയമായിരുന്നു ഈ നിയമത്തിലൂടെ ആര് ഉദ്ദേശിച്ചത്? ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും വിത്തൗട്ട് ട്രയൽ ഏകദേശം 2 വർഷം വരെ അങ്ങനെ തുറങ്കിലിടാന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഗാന്ധി ഡിസൈഡ് ടു മേക്ക് എ ഹർത്താൽ അഗെയിൻസ്റ്റ് ദിസ് അൺജസ്റ്റ് ലോ ഓൺ 6 ഏപ്രിൽ 1919. 6 ഏപ്രിൽ, അതായത് ഏപ്രിൽ 6 ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ് ഗാന്ധിജി. അതായത് നേഷൻ വൈഡ് ആയിട്ട് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 1919 ആ വർഷത്തിന് പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കുക. റൗലറ്റ് ആക്ട് ഉണ്ടാവുന്നത് 1919 എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളൊരു ഇൻസിഡൻറ്റും ഒരു വലിയൊരു കൂട്ടക്കൊലേൻ്റെ കാര്യം കൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി സെറ്റ്. സർ, അറ്റ് ദാറ്റ് ടൈം പഞ്ചാബ് വാസ് യുണൈറ്റഡ്. പഞ്ചാബ് ലാഹോർ ഒക്കെ യുണൈറ്റഡ് ആയിരുന്നു കേട്ടോ. പഞ്ചാബ്, ഹരിയാന, ലാഹോർ ഒക്കെ യുണൈറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള 6 ഏപ്രിൽ 1919 ഒരു ഹർത്താൽ ആര് പ്രഖ്യാപിക്കുകയാണ്? ഗാന്ധിജി പ്രഖ്യാപിക്കുകയാണ്. പീസ്ഫുള്ളി, അത് എടുത്തു പറയാൻ കാരണം ഇതാ, പീസ്ഫുള്ളി, സമാധാനപരമായിട്ട്, യാതൊരു വിധത്തിലുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള നേച്ചറോ ഗാന്ധിജിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ബട്ട് ഓൺ 10th ഏപ്രിൽ ദ മൂവ്മെന്റ് ബിക്കെയിം വയലന്റ്. മാർഷൽ ലോ വാസ് ഡിപ്ലോയിഡ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള മാർഷൽ ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പട്ടാള ഭരണമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. 13th ഏപ്രിൽ, ദിസ് ഈസ് ദ ട്രാജിക് ഡേ. 13 ഏപ്രിൽ 1919 ഒരു കൂട്ടക്കൊല ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല. എന്താണ് ഉണ്ടാവുന്നത്? ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടക്കൊല അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. ഫൈൻ, റെഡി. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സത്യപാലൻ കിച്ചിലു എന്ന് പറഞ്ഞിട്ടുള്ള 2 ആളുകളെ പഞ്ചാബിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ ആളുകൾ സംസാരിച്ചു. ആളുകൾ സമാധാനപരമായിട്ട് ഇങ്ങനെ ഹർത്താലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാലിയൻവാലാ ബാഗ് എന്ന് പറഞ്ഞൊരു മൈതാനത്തായിരുന്നു ഇവർ കൂടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൈതാനത്ത് വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ മൈതാനത്തിൽ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരായിട്ട് ഒരു എന്താ പറയുക, ഓർഡർ കൊടുക്കുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അതായത് മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നു.
സീനിയർ ആയിട്ടുള്ള ഓഫീസർ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ജനറൽ ഡയർ എന്നുള്ളത്. ഓക്കെ, റെജിനാൾഡ് ഡയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നല്ല ആ ചങ്ങയുടെ പേര്. സ്വാഭാവികമായിട്ട് ഡയർ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് നേരെ ഉതിർക്കാൻ വേണ്ടി യാതൊരുവിധ പ്രൊവോക്കേഷനും ഇല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് നേരെ വെടിയുതിർക്കാൻ വെച്ചു. ആളുകളെല്ലാം നിഷ്കരണം ആ പ്ലേസിൽ തന്നെ ഏകദേശം 1000 പേരോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിക്കേറ്റു മരിച്ചുപോയി എന്നൊക്കെയാണ് പറയുന്നത്. 379 പേരുടെ കണക്ക് മരിച്ചു എന്നുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റി എന്നൊക്കെ പറയുന്നത്. അതാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ആ ഒരു മൈതാനത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആളുകളെ കൂട്ടക്കൊല ചെയ്ത് അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി സാർ? ഇന്ന് ഹിസ്റ്ററി മാരത്തോൺ ആണോ? അതേടാ, അതേട്ടാ. ഓക്കെ, റെഡി. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഈ മേഖലയിൽ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഖിലാഫത്ത് മൂവ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഒരൊറ്റ ആശയം വരിക, ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് പറയും. എന്താ അറിയേണ്ടത്? ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. യുണൈറ്റിംഗ് ഹിന്ദു മുസ്ലിം ഫോർ നോൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള നോൺ കോപ്പറേഷന് വേണ്ടിയിട്ടാണ്, അതായത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് നമ്മൾ കാണുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഗാന്ധിജി പറയാണ് ഈ പറഞ്ഞ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഹിന്ദു മുസ്ലിം യൂണിറ്റി നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ചേർന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഖിലാഫത്ത് മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ 2 പേരുടെ പേര് നിങ്ങളിവിടെ കാണും, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. എന്താ പറയുക, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആണ്. ഇവരാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഗാന്ധിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുന്നു. കൽക്കട്ട സെഷനിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഖിലാഫത്ത് മൂവ്മെൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഒന്നിക്കുക എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. ഇനി ഗാന്ധിയുടെ ഐഡിയ ആണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഗാന്ധിയുടെ ഐഡിയാസ് നമ്മൾ കാണുക. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാം കേട്ടോ. മൂവ്മെന്റ് വുഡ് അൺഫോൾഡ് ഇൻ സ്റ്റേജസ്, ടസിൽ വിത്തിൻ ദ കോൺഗ്രസ്, പാർട്ടിസിപ്പേഷൻ ഇൻ കൗൺസിൽ ഇലക്ഷൻസ്, അഡോപ്ഷൻ ഓഫ് NCM അറ്റ് നാഗ്പൂർ സെഷൻ. എന്താ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന സെഷൻ അല്ലെങ്കിൽ ആ ഒരു സമരം എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്യുന്നത്? നാഗ്പൂർ സെഷൻ എന്ന് പറയുന്ന സെഷൻ 1920. കാരണം ഓരോ സെക്ഷനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ടുവന്നുള്ളൊരു സെഷൻ ഉണ്ട്. അത് 1929 സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, 1920 നാഗ്പൂർ സെഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ അറിയണം ഡിഫറിംഗ് സ്റ്റാൻഡ്സ് വിത്തിൻ ദ മൂവ്മെന്റ്. ഈ പറഞ്ഞ മൂവ്മെന്റിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ സ്റ്റാൻഡ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതായത് അവരുടെ ആശയങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഒപ്പീനിയൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ദ NCM ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ് ബിഗാൻ ഇൻ 1921. ദർ വർ ഡിഫറെന്റ് ഐഡിയോളജീസ് ആൻഡ് റെസ്പോൺസസ് അബൌട്ട് ദി മൂവ്മെന്റ് എന്ന് പറഞ്ഞു. ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആശയത്തിൽ വിശ്വസിക്കാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. എന്താണ്? ഗാന്ധിജിയുടെ ആശയത്തിൽ വിശ്വസിക്കാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചിന്തിക്കുക കേട്ടോ. ഗാന്ധിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കാത്ത കുറച്ച് ആളുകളുടെ പേരാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒറ്റ മിനിറ്റ് മക്കൾ, സാർ ഇതൊന്ന് കുത്തിയിട്ടെ. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ iPad ഒന്ന് കുത്തിയിടുക കേട്ടോ. ഒറ്റ മിനിറ്റ്. സാറിന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല? യെസ്, സെറ്റ്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് ഇവിടെ പോകും, പക്ഷേ എന്നാലും ഹരിസാറിന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. യെസ്, അല്ലെങ്കിൽ നമുക്ക് 3 ചാപ്റ്ററുകൾ എത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടു ലൈറ്റിലേക്ക് ഇടാം. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ടൗണുകളിലായിക്കോട്ടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഖിലാഫത്ത് മൂവ്മെന്റ് അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ആളുകളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ നോക്കേണ്ടത് കൺട്രി സൈഡിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്. കൺട്രി സൈഡിൽ പെസൻസ് എന്ത് ചെയ്തു, ബാബ രാമചന്ദ്രയുടെ നേതൃത്വത്തിലൊക്കെ ഈ പറഞ്ഞ നൽദോബി ബൻസ് പോലുള്ള അവധ് കിസാൻ സഭ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നടന്നു. അപ്പം ലിമിറ്റേഷൻ എന്ന് പറയുന്ന വയലൻസ് ആണ്. ഹൗസ് ഓഫ് താലൂക്ദാസ് വെയർ അറ്റാക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് താലൂക്ദാറും കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടുകയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ട്രൈബൽസ് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ, അതായത് ആന്ധ്രാപ്രദേശിൽ നിങ്ങളിവിടെ കാണുന്നത് നോക്കിക്കേ, ആന്ധ്രാപ്രദേശിൽ നിങ്ങൾ ഒരു ട്രൈബൽ മുന്നേറ്റം കാണും. റാംപാർ റെബല്യൻ എന്നൊക്കെയാണ് ഇതിന് പറയുക. നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും സാർ ഒരു എക്സ്ട്രാ നോളജ് ആയിട്ട് പറയാം. ഈ പറഞ്ഞിട്ടുള്ള റാംപാർ റെബല്യൻ എന്നൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള അല്ലൂരി സീതാരാമ രാജുവിൻ്റെ നേതൃത്വം നടന്നിട്ടുള്ള ഒരു ട്രൈബൽ ഒരു സ്ട്രഗിളിനെയൊക്കെ നമ്മൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി, സെറ്റാണ്. സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് ലെവൽ താഴേക്ക്. വൈ ആറ്റിറ്റ്യൂഡ് ലെവൽ താഴേക്ക്? ആയുഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള അല്ലൂരി സീതാരാമ രാജു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആന്ധ്രാപ്രദേശിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ ട്രൈബൽ മൂവ്മെൻ്റ് ആണ്. ആ ട്രൈബൽ മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള അറിയപ്പെടുന്നതാണ് റാംപാർ റെബല്യൻ എന്നുള്ള കാര്യം. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡസൻ ബിലീവ് ഇൻ നോൺ വയലൻസ്. ഈ പറഞ്ഞിട്ടുള്ള നോൺ വയലൻസിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ ലിമിറ്റേഷനൊക്കെ മാറിയിട്ട് റെബല്യനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരികയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സാർ ജിയോഗ്രഫിയുടെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് 27 ജിയോഗ്രഫി ഉണ്ടാവും കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ്, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫൈൻ.
അപ്പോൾ ഇനി മക്കൾ നോക്കേണ്ട കാര്യം, സാർ മാപ്പ് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, നാളെ എന്തായാലും അതൊന്നും കൂടെ പോസ്റ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ഒന്നും കൂടെ ആ വീഡിയോ വരുന്ന രീതിയിൽ സാർ സെറ്റ് ചെയ്യാം. ഓക്കെ സാർ, സോഷ്യൽ സയൻസിൻ്റെ പോലെ സോഷ്യലിൻ്റെയും PDF ഇൻസ്റ്റാഗ്രാമിൽ ഇടോ? സാർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ എൻ്റെ മക്കൾക്ക് ചെയ്യാം. നിങ്ങൾ ഒന്നും കൂടെ പോയി കഴിഞ്ഞാൽ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. സോഷ്യൽ ഓൾറെഡി സാർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും PDF കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെയല്ല, സാറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വേണമെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ലിങ്ക് വർക്ക് ചെയ്യാത്ത കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ സാറല്ല, അത് വേറൊരു ടീമാണ് നോക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, സാർ സെറ്റാക്കി തരാം. ഓക്കെ, ഇനി അതുപോലെ സോഷ്യൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഞാൻ തന്നു. ഇനി നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻ ഒരു സാധനമൊക്കെ തരുന്നതായിരിക്കും. അതൊക്കെ ഓൺ ദ വേ ആണ്. നിങ്ങൾ എക്സാം ആകുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. വൈകിക്കൂല, നിങ്ങൾ ചിന്തിക്കണം സാർ വൈകിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം, വൈകിക്കൂല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റാംപാർ റെബല്ലിയൻ ആന്ധ്രാപ്രദേശിലാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ, പ്ലാന്റേഷൻ മേഖലകളിൽ അല്ലെങ്കിൽ തോട്ട മേഖലകളിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ ദേർ ഓൺ നോഷൻ ഓഫ് സ്വരാജ് എന്ന് പറഞ്ഞു വെക്കേണ്ട ഈ പറഞ്ഞിട്ടുള്ള സ്വരാജ്, അതായത് സ്വന്തം രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഇന്ത്യൻ ഇമിഗ്രേഷൻ ആക്ട് 1859, ഈ പറഞ്ഞിട്ടുള്ള 1859 ഈ പറഞ്ഞ ഇന്ത്യൻ ഇമിഗ്രേഷൻ ആക്ട് ഒക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും ബോയ്ക്കോട്ട് ഓഫ് പ്ലാന്റേഷൻ ഫീൽഡ്, അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. ഐഡിയ ഓഫ് സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? സ്വതന്ത്ര ഭാരതം അഥവാ കംപ്ലീറ്റ് ഫ്രീഡം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് എന്നുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ NCM എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് കോൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജിനെ പ്രേരിപ്പിച്ചൊരു ഇൻസിഡന്റ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയും. എന്താ നമ്മളതിനെ വിളിക്കുക? ചൗരി ചൗര ഇൻസിഡന്റ് നമ്മളതിനെ വിളിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവില്ലേ എന്താണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്നുള്ളത്? ഒന്നുമില്ല, ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഗാന്ധിജി അന്ന് വരെ എന്താ പറഞ്ഞത്? നോൺ വയലൻസ് അഥവാ അഹിംസയാണ്, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും ഒന്നും ചെയ്യരുത്. പക്ഷേ ചൗരി ചൗര ഇൻസിഡന്റിൽ സംഭവിച്ചത് ഇത്ര മാത്രമാണ്. ഏകദേശം 22 പോലീസുകാരെ എന്താ പറയുന്നത്, ഏകദേശം 22 പോലീസുകാരന്മാരെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചുട്ടുകൊന്നു. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ചൗരി ചൗര ഇൻസിഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗാന്ധിജിയുടെ ഐഡിയയുമായിട്ട് റിലേറ്റ് ആവാത്തത് കൊണ്ട് ഗാന്ധിജി പറഞ്ഞു ഇനി മുതൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വേണ്ട, അത് ഞാൻ പിൻവലിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ ഗാന്ധിജി വേണ്ടാന്ന് പറഞ്ഞു ബിക്കോസ് ഓഫ് ചൗരി ചൗര ഇൻസിഡന്റ് കാരണം. ഓക്കെ, 22 മക്കളെ, ആക്ച്വലി 23 ടെക്സ്റ്റ് ബുക്കിൽ എനിക്കറിയില്ല, 22 പക്ഷേ ആക്ച്വലി കേട്ടോ നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചരിത്രരേഖകളിലൊക്കെ 22 എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഇനി 23 ആണെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. എനിക്ക് തോന്നുന്നു 22. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ വകുപ്പില്ല, ബിക്കോസ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അത് സാർ എക്സ്ട്രാ ഒരു നോളജ് ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ഹരിസാറിന് അറിയാവുന്നൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. എൻ്റെ അഭിമാനം. ഞാൻ പേര് വായിച്ചില്ലേ അല്ലേ, തൻ്റെ എന്താ പേര്? ഒബാർ കേണൽ FC10. താങ്ക് യു, കുറേ നേരമായി കമൻറ്റ് ചെയ്യണം അല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 22 സാറിൻ്റെ ഓർമ്മ. ഓക്കെ, 23 ആണെങ്കിൽ പഠിച്ചോളൂ അങ്ങനെ. ഓക്കെ, 22 എൻ്റെ ഒരു 99.9999% എനിക്ക് 22 ഉറപ്പ്. കാരണം ബിക്കോസ് ഐ വാസ് ടീച്ചിങ്, ഞാൻ കുറേ കാലം പഠിപ്പിച്ചുകൊണ്ട് ഉള്ള അറിവ് വെച്ചിട്ട് പറയാണ് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ടുവേർഡ്സ് സിവിൽ ഡിസോബീഡിയൻസ്. അപ്പോൾ നമ്മൾ കണ്ടു 1920 ഇത് സംഭവിക്കുന്നത്. നാഗ്പൂർ സെഷനിലേക്ക് വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഒക്കെ ഇനാഗുറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ ചൗരി ചൗര ഇൻസിഡൻറ്റ് ഏകദേശം 1922-23 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്താണ് ഉണ്ടായത്? നമ്മുടെ ചരിത്രരേഖകളിലൊന്നും എവിടെയും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? സ്വയം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സ്വയം എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്യാപ്പ് ഇയേഴ്സ് ബിറ്റ്വീൻ NCM ആൻഡ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ട്. ദാറ്റ് ഈസ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. എന്താ പറയുക നമ്മളതിനെ? നിയമലംഘന പ്രസ്ഥാനം എന്ന് മലയാളത്തിൽ പറയും. സിവിൽ ഡിസോബീഡിയൻസ് പറഞ്ഞാൽ നിയമം ലംഘിക്കുക, ലോ എന്ത് ചെയ്യുക? ഡിസോബൈ ചെയ്യുക എന്നുള്ളതാണ് സിവിൽ ഡിസോബീഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്തായിരുന്നു? കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെക്കുക, മാറി പോവുക. പക്ഷെ അങ്ങനെയല്ല. സിവിൽ ഡിസോബീഡിയൻസ് പറയുന്നത് ഇത്രയാണ്: കംപ്ലീറ്റ്ലി നിയമങ്ങളെ നമ്മൾ ഡിസോബൈ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 1929 എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിലേക്ക് തുടക്കം സംഭവിക്കുന്നത്. ഏപ്രിൽ 1930 മാർച്ച് 1931 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാൾട്ട് മാർച്ച് എന്ന് പറഞ്ഞ സാധനം. എന്താ കാണാം? നമ്മൾ സാൾട്ട് മാർച്ച് എന്ന് പറഞ്ഞ സാധനം കാണാം.
ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന സംഭവമൊക്കെ ഈ പറഞ്ഞ നിയമം ലംഘിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ പറഞ്ഞ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, റെഡി? ഡ്യൂറേഷൻ സത്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്ററും കൂടി ഇല്ലേ അറിയില്ല കേട്ടോ സാറിന്. ഒരു 9:30, 9:45, 10 മണി പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഓക്കെ, റെഡി? അപ്പം നിങ്ങൾ പഠിക്കുക. ഒരു 3-3.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കേണ്ട കാര്യമുണ്ട്, ആ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ടാട്ടോ. ഓക്കെ, റെഡി? PYQൻ്റെ കാര്യം ഓൾറെഡി സാറ് പറഞ്ഞു, അതിനായിട്ട് സെപ്പറേറ്റ് ലൈവ് ഉണ്ടാവും. ഓക്കെ, റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ഉണ്ടാക്കിയതാണ്. സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ആളുകളുണ്ടായിരുന്നു. ഓക്കെ, ഗാന്ധിജിയുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല, അപ്പോൾ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അവർ സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. ആ സ്വരാജിയൻ ആശയങ്ങളുള്ള സാധനമാണ് സ്വരാജിസ്റ്റ് പാർട്ടി, സ്വരാജ് പാർട്ടി എന്ന് പറയാം. CR ദാസിനെ പോലുള്ള മോത്തിലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകളാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഫോംഡ് സ്വരാജ് പാർട്ടി ആർഗ്യൂ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കൗൺസിൽ ഓഫ് ഇലക്ഷൻ എന്ന് പറഞ്ഞു. എന്താ പറയുന്നത് വെക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള കൗൺസിൽ ഓഫ് ഇലക്ഷന് വേണ്ടിയിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇന്ത്യ അഫക്റ്റഡ് വേൾഡ് വൈഡ് എക്കണോമിക് ഡിപ്രഷൻ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു? ലോകം മുഴുവൻ നേരിട്ടുകൊണ്ട് വരുന്ന ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ, ഒരു പ്രശ്നത്തിലേക്ക് വഴി നയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൾ ഇൻ ദ അഗ്രികൾച്ചർ പ്രൈസസ്, കൺട്രി സൈഡ് വാസ് ഇൻ ടെർമോയിൽ ആസ് പെസൻസ് കാൺ സെൽ ദെയർ ഹാർവെസ്റ്റ് ആൻഡ് പേ റവന്യൂ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിക്കോട്ടെ, കൺട്രി സൈഡ് ആയിക്കോട്ടെ, ഈ പറഞ്ഞുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുള്ള സംഭവം. സാർ, സ്വരാജ് പാർട്ടി വയലൻസ് ആണോ? സ്വരാജ് പാർട്ടി വയലൻസ് അല്ല, പക്ഷെ വയലന്റ് ആയിട്ടുള്ള തീമുകൾ ഉണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, CR ദാസും മോത്തിലാൽ നെഹ്റുവും പറയാണ് ഗാന്ധിയുടെ ആശയം നോൺ വയലൻസ് ആണ്. ആ നോൺ വയലൻസ് കൊണ്ട് മാത്രം നമുക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും, നിയമങ്ങൾ നമ്മൾ ഡിസൊബേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ എന്തിലേക്ക് നയിക്കും? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അക്ഷയ് ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷനൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും സൈമൺ കമ്മീഷൻ അണ്ടർ ദി സർ ജോൺ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സർ ജോൺ സൈമൺ വാസ് സെൻറ്റ് ഇന്ത്യ ടു ഇൻവെസ്റ്റിഗേറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോസസ്സ്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സർ ജോൺ സൈമൺ വരികയാണ്. ജോൺ സൈമണിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സൈമൺ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ സമയത്ത് ഒരു മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സൈമൺ ഗോ ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ന് ഇന്ത്യക്കാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ മൊത്തം ആരായിരുന്നു? യൂറോപ്യൻസ് ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ആളാണോ നിങ്ങൾ ഏൽപ്പിക്കുക? അല്ല, നിങ്ങളുടെ വീട്ടിൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഇന്ത്യക്കാരുടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മതി, അതായത് പുറത്തുനിന്നുള്ള ആളുകളുടെ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സർ ജോൺ സൈമൺ ഒക്കെ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ജോൺ സൈമൺ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നടത്തി. പക്ഷെ നടന്നില്ല. അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യക്കാരെന്ത് ചെയ്തു? സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞ സ്ലോഗനൊക്കെ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ഒഴിവാക്കി വിട്ടു. സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു വൈസ്രോയി ആയിരുന്നു നമ്മളെ വൈസ്രോയി ഇർവിൻ എന്ന് പറഞ്ഞത്, അതായത് ലോർഡ് ഇർവിൻ. അതായത് ലോർഡ് ഇർവിനും ഗാന്ധിജിക്ക് ആയിട്ട് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യം, റൗണ്ട് ടേബിൾ കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരികയാണ്. ഈ പറഞ്ഞ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1, റൗണ്ട് ടേബിൾ കോൺഫറൻസ് 2, 3, അങ്ങനെ 3 നടന്നിട്ടുണ്ട്. അത് 3 എന്ത് തന്നെയായിരുന്നു? പരാജയമായിരുന്നു. ആ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും എന്ത് തന്നെയായിരുന്നു? ഒരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യങ് ആൻഡ് റാഡിക്കൽ ലീഡേഴ്സ് സച്ച് ആസ് ജവഹർലാൽ നെഹ്റു ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് വെ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എന്തിനു സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വൈസ്രോയി ഇർവിനുമായിട്ടുള്ള ഗാന്ധിയുടെ മീറ്റിംഗ്സും അത് നടക്കാതെ വരുമ്പോണ്ടാവുന്ന ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനും സുഭാഷ് ചന്ദ്രബോസിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ ലാഹോർ കോൺഗ്രസ് സെഷനിൽ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള 1929 ആ പ്രധാനപ്പെട്ട സെഷൻ. ആ സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നത്. 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. ഒന്നെന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവിടെ ഉൾക്കൊള്ളുകയാണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള പൂർണ്ണ സ്വരാജിൽ ലാഹോർ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാഹോർ സെഷൻ ഇൻ 1929 അവിടെയാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഫ്രീഡം വേണം നമുക്ക്. അതിനുശേഷം രണ്ടാമത്തെ കാര്യമാണ് സർ ഐ ഗോട്ട് 63 ഔട്ട് ഓഫ് 80, ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അത് 63 എന്നുള്ളത് കൂടിയിട്ട് ഒരു 72 മുകളിലേക്ക് എത്തിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് പറ്റൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ലാഹോർ കോൺഗ്രസ് 1920. ഒന്നാമത്തെ കാര്യം പൂർണ്ണ സ്വരാജ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മാസീവായിട്ടുള്ള നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റിന് ശേഷം നമ്മളൊരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ആ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് വരുന്നത്? CDM കൊണ്ടുവരുന്നത്. എന്ത് കൊണ്ടുവരുന്നത്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അത് രണ്ടാമത്തത്. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു ട്രൈ കളർ ഫ്ലാഗ് വേണം എന്നുള്ള കാര്യം. എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു ട്രൈ കളർ ഫ്ലാഗ് വേണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് പഠിക്കാനില്ല സാർ, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നിങ്ങളിവിടെ ആകെ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ ആശയം ഇവിടെ ഉൾക്കൊള്ളുന്നത്
ലാഹോർ സെഷനിലാണ്. CDM അഥവാ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എവിടെ നിന്നാണ് വരുന്നത്? ലാഹോർ സെഷന്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ ഈ പറഞ്ഞ നേരിട്ട് ഈ പറഞ്ഞ ഉപ്പ് നിയമത്തിനെതിരായിട്ടാണ് ഉപ്പ് കാച്ചി കുറുക്കി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോൾട്ട് സത്യാഗ്രഹ അല്ലേ, ഈ പറഞ്ഞിട്ടുള്ള സോൾട്ട് മാർച്ച് 1930 സംഭവിക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള 31 ജാനുവരി 1913 സംഭവിച്ചിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? പോർബന്തറിൽ നിന്ന് യാത്ര ചെയ്ത് ദണ്ഡി കടപ്പുറത്ത് എത്തിയിട്ട് ഉപ്പ് നിയമങ്ങൾ, വൈ ഉപ്പ്, വൈ സാൾട്ട് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിരുന്നു? എല്ലാവരും, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവരെല്ലാവർക്കും ഭക്ഷണത്തിൽ എന്ത് വേണം? ഉപ്പിടണം. ഉപ്പ് ഇല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഉപ്പിന് പൈസ കൂട്ടി, ആര്? ടാക്സ് കൂട്ടി ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ നിയമത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? പോരാടണം. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിനെ പോലുള്ള, ഗാന്ധിജി അടങ്ങുന്ന ഏകദേശം ഒരു 78 വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തത്? സാൾട്ട് ലോ ബ്രേക്ക് ചെയ്ത്, അതായത് ടാക്സ് എന്ന് പറഞ്ഞ സാധനത്തിനെ ബ്രേക്ക് ചെയ്ത്, നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സാൾട്ട് കാച്ചിക്കുറുക്കി എടുത്തോളാം, നിങ്ങളുടെ ടാക്സോട് കൂടിയിട്ടുള്ള വേണ്ട, ഉപ്പ് വേണ്ട എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗാന്ധിജി എന്ത് ചെയ്തു? ഒരു ലെറ്റർ ഇർവിനൊക്കെ അയക്കുണ്ടായി. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഏകദേശം അതിൽ 11 ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ 11 ഡിമാൻഡുകൾ ഒന്നുപോലും എന്ത് ചെയ്തിട്ടില്ല? നടന്നില്ല. അതൊന്നും പോലും വർക്കായില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്തു? അബോളിഷ് സാൾട്ട് ടാക്സ്. ഇറ്റ് വാസ് എൻ അൾട്ടിമേറ്റം ടു ബി ഫുൾഫിൽഡ് ബൈ ദി 11th മാർച്ച്. അതായത് 11 മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് സ്ഥലത്തേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. റെഡി? ഒറ്റ സെക്കൻഡ് മക്കളെ. യെസ്, എന്തോ ഒരാളോട് പറയുന്നുണ്ട് സാർ, മൊത്തത്തിൽ പോണ കോർ ദേശീയ ലീഡേഴ്സിന് പറയുക. മനസ്സിലായില്ലടാ, ഒന്നുകൂടെ ചോദിക്കുമോ? ഇംഗ്ലീഷിലൊന്ന് ചോദിക്കുമോ? റെഡി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇർവിൻ വാസ് അൺവില്ലിംഗ് ടു നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഇർവിൻ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ 11 ഡിമാൻഡുകളും അംഗീകരിക്കാത്ത ആളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇർവിൻ വാസ് അൺവില്ലിംഗ് ടു നെഗോഷിയേറ്റ് ഓൾ ദ 11 ഡിമാൻഡ്സ് മെയ്ഡ് ബൈ ഗാന്ധി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സാർ കുറച്ച് ഫണ്ണാക്കാൻ പറ്റിയ ക്ലാസ് അല്ല, നിങ്ങൾക്ക് പരീക്ഷ ടൈമായി. സാർ ഇവിടെ ഫണ്ണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ സമയം വെറുതെ 11 മണി 12 മണി വരെ പോകും. ഇപ്പോൾ ഫണ്ണാക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട്, കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുക. തമാശകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും കേൾക്കാം, ഇനിയും പറയാം, പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. സോ ദിസ് ഈസ് ദി അൾട്ടിമേറ്റം. ഇതാണ് കണ്ടന്റാണ്. കണ്ടന്റ് ഈസ് ദ കിങ്. അതിലാണ് കാര്യം. സാർ തമാശ പറയാത്ത ആളല്ല എന്ന് നിങ്ങൾക്കറിയാം. സാർ തമാശ പറയലുണ്ട്, പക്ഷേ സീരിയസ്നെസ്സോടുകൂടി പഠിക്കേണ്ട സമയം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷ ആയിട്ടുണ്ട്. ഹിസ്റ്ററിയും പൊളിറ്റിക്സും ജോഗ്രഫിയും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തമാശ പോലെ കയറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വൺ ഷോട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ സീരിയസ്നെസ്സോട് കൂടി ഞാൻ പറയാണ്. ആ ഒരു നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറയണമെന്നുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം നോക്കുക. ഇനി സാൾട്ട് മാർച്ച് ഈ പറഞ്ഞ 240 മൈൽസോട് കൂടിയിട്ട് 24 ഡേയ്സോട് കൂടിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞ സാൾട്ട് മാർച്ചും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓൺ 6th ഏപ്രിൽ ദേ റീച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തുകയാണ്. ഏകദേശം 6 ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്ക് സെറിമോണിക്കലി വയലേറ്റഡ് സാൾട്ട് ലോ എന്താ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഉപ്പ് കാച്ചി കുറയ്ക്കി ആ ഒരു നിയമത്തിനെ തന്നെ ഇല്ലാണ്ടാക്കി എന്നാ പറയുന്നത്. സോ ബിഗിനിങ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ തുടക്കമായിരുന്നു ഈ പറഞ്ഞ സാൾട്ട് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം. റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ സാർ മോത്തിലാൽ നെഹ്റുവിനെയും CR ദാസിനെയും ഏത് ലീഡേഴ്സ് എന്നാണ് പറയുക? എന്ത് ലീഡേഴ്സ് എന്നാണ് പറയുക? എന്ത് ലീഡേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ്ട്രീമിസ്റ്റുകൾ, മോഡറേറ്റ്സ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അതിൽ CR ദാസും മോത്തിലാൽ നെഹ്റുവും കുറച്ചും കൂടെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ലൈനിലുള്ള ആളുകളാണ് എന്ന് കരുതിയിട്ട് അവരുടെ മോഡറേറ്റ്സ് ആയിട്ടുള്ള വശം ഇല്ലാതാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഗാന്ധിജിയിൽ നിന്ന് ഡിഫർ ആയിട്ടുള്ള സെയിം ഇന്റർനാഷണൽ കോൺഗ്രസ്സിലുള്ള ആളുകൾ തന്നെയാണ് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞ CR ദാസും മോത്തിലാൽ നെഹ്റുവും. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഗാന്ധിജിയുടെ ആശയങ്ങളിൽ പോയില്ല, പകരം ഇവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ടായി. സ്വരാജിയസ്റ്റിക് അല്ലെങ്കിൽ സ്വരാജിയൻ ഐഡിയോളജീസ് ഉള്ള ആളുകൾ എന്നൊക്കെയാണ് നമ്മൾ അവരെ വിളിക്കുക കേട്ടോ. റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം ചാറ്റിൽ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ പറഞ്ഞിട്ട് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ക്ലാസ് തരിക എന്നുള്ളത് മാത്രമാണ് ഹരിസാറിൻ്റെ ഉത്തരവാദിത്തം. ചാറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, പക്ഷേ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അത് മാത്രം ആയിരിക്കരുത് മനസ്സിൽ. ആ പറഞ്ഞ വാക്കും ആ പറഞ്ഞ കാര്യങ്ങളും ആവരുത് മനസ്സിൽ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ.
റെഡി. അപ്പോൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ ഈ പറഞ്ഞിട്ടുള്ള പീപ്പിൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള റെഫ്യൂസ് കോർപ്പറേഷൻ ആസ് വെൽ ആസ് ബ്രേക്ക് കൊളോണിയൽ യൂസ്. ഈ പറഞ്ഞിട്ടുള്ള കൊളോണിയൽ യൂസിനെ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാർ എന്ത് ലോസ് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ, മാനുഫാക്ചറിങ് സാൾട്ട് വാസ് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ്. അതായത് പോർബന്തറിലെ ദണ്ഡി ബീച്ചിലും അല്ല ഈ പറഞ്ഞ ദണ്ഡി കടപ്പുറത്ത് മാത്രമാണോ ഈ പറഞ്ഞ സാൾട്ട് ഉണ്ടാകുന്നത്? അല്ല, സാൾട്ട് ബ്രേക്ക് ചെയ്യുന്ന, സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്ന ഇങ്ങ് കേരളത്തിൽ പയ്യന്നൂരിൽ വരെ സംഭവിച്ചിട്ടുണ്ട്. കേളപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സിൽ സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഫോറിൻ ക്ലോത്ത് വെയർ ബോയ്കോട്ടഡ്, ലിക്കർ ഷോപ്സ് വെയർ പിക്കറ്റഡ്. എന്താ സംഭവിക്കുന്നത്? ഈ സമയത്താണ് ഫോറിൻ ക്ലോത്ത്, അതായത് വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു കളയുക, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുക, വേണ്ടെന്ന് വെക്കുക. ലിക്കർ ഷോപ്സ് വെയർ പിക്കറ്റഡ്, അതായത് ഈ പറഞ്ഞ മദ്യം കിട്ടുന്ന കടകൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി നശിപ്പിച്ചു കളയുക. പെസൻസ് റെഫ്യൂസ് ടു പേ റവന്യൂ ആൻഡ് ചൗക്കിദാരി ടാക്സ്, ദേ വയലേറ്റഡ് ഫോറസ്റ്റ് ലോസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഇവർ ഫോറസ്റ്റ് ലോസ് ഒക്കെ വയലേറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേ റവന്യൂ ആൻഡ് ചൗക്കിദാരി ടാക്സ്, ദേ വയലേറ്റഡ് ഫോറസ്റ്റ് ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റിയാക്ഷൻ ഓഫ് കൊളോണിയൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കൊളോണിയൽ ഗവൺമെന്റ് അഥവാ ബ്രിട്ടീഷുകാരുടെ ഒരു റിപ്ലൈ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടും അറസ്റ്റിംഗ് ഓഫ് കോൺഗ്രസ് ലീഡർ അബ്ദുൽ ഗാഫർ ഖാൻ, അതായത് അബ്ദുൽ ഗാഫർ ഖാനിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി ഹിംസെൽഫ് അറസ്റ്റഡ്. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പ്രൊട്ടസ്റ്റേഴ്സ് ഓപ്റ്റഡ് ഫോർ വയലൻസ്, ബ്രൂട്ടൽ റിപ്രഷൻ ബൈ ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ്ലി ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യക്കാരെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഗാന്ധി ഇർവിൻ പാക്ട് വാസ് സൈൻഡ്. ഗാന്ധിജി വെൻ ഫോർ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആൻഡ് ദാറ്റ് വാസ് ഓൾസോ എ ഫെയിലിയർ, ഡിസാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പറഞ്ഞ കൺട്രി സൈഡിലുള്ള റിച്ച് പെസൻസ്, പുവർ പെസൻസ് ഒക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ടൗൺസ് ആൻഡ് സിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് മെർച്ചൻസ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ടൗണുകളിൽ ഏരിയകളിലും മെർച്ചൻസും ഇൻഡസ്ട്രിയൽസും വ്യവസായ ആളുകളും ഈ പറഞ്ഞ ബിസിനസ്സുകാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വിമൺ അഥവാ സ്ത്രീകൾ എന്ന് പറയുന്ന ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൺ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെയധികം ലാർജ് സ്കെയിലിൽ തന്നെ അവർ വീട്ടിൽ വെറുതെ ഇരുന്നില്ല, അവരും പങ്കാളികളായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദ ലിമിറ്റ്സ് ഓഫ് CDM എന്ന് പറഞ്ഞു നോക്കുന്നത്, അതായത് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ലിമിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാസ്റ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള കാസ്റ്റ് ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ജാതീയപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള ഇഷ്യൂകൾ എന്നുള്ളത്. അൺടച്ചബിളും സനാതനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അൺടച്ചബിൾസും സനാതനീസും രണ്ട് കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാം. അൺടച്ചബിൾ എന്ന് പറഞ്ഞാൽ ഹരിജൻസ് എന്ന് പറയാം. ഗാന്ധിജിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ എന്നാ പറയാം. ഗാന്ധിസ് വി വാണ്ടഡ് ദ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ടു റിസർവ് സീറ്റ്സ്. ഈ പറഞ്ഞ സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ടറേറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത്? ഹരിജൻസ് എന്നുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, ആൻസൺ ബ്ലോഗ്സ്, താങ്ക് യുടാ. ഓക്കെ, റെഡി. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഡോക്ടർ അംബേദ്കർ ആൻഡ് ഗാന്ധി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ അംബേദ്കറിനും ഗാന്ധിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ കാണുക. വിച്ച് മീൻസ് ഇപ്പം അംബേദ്കർ ഡിഡ് ഓർഗനൈസ് ദളിറ്റ്സ് ഇൻ ടു ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കർ എന്താ ചെയ്തത്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഈ പറഞ്ഞ സമൂഹത്തിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത്. ഗാന്ധിജിയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഗാന്ധിജി പേടിച്ചിരുന്നു ഈ പറഞ്ഞ അംബേദ്കറിൻ്റെ നേതൃത്വപാഠവും ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമാവുമോ എന്നുള്ളതൊക്കെ പിൻകാലത്ത് പേടിച്ചിരുന്നു കേട്ടോ. ഡിമാൻഡഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ ദളിറ്റ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ദളിറ്റ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഗാന്ധിജി ഓപ്പോസിഷൻ പൂന പാക്ട്, ഈ പറഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 1932 നടന്നിട്ടുള്ള പൂന പാക്ടിനെതിരെ ഗാന്ധിജി സംസാരിക്കുകയൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി റിലീജിയസ് മാറ്റേഴ്സിൻ്റെ കേസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റിലീജിയസ് മാറ്റേഴ്സ് ഹിന്ദു മുസ്ലിം കോൺഗ്രസ് കെയിം ടു ബി വിസിബിളി അസോസിയേറ്റഡ് ഓപ്പൺലി വിത്ത് ഹിന്ദു റിലീജിയൻ നാഷണലിസ്റ്റ് മുസ്ലിം ലീഗ് റിലീജിയസ് പ്രൊക്കേഷൻ വിത്ത് മിലിറ്റന്റ് ഫേവർ പ്രൊവോക്കിംഗ് ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ ക്ലാഷസ്. അതായത് ഇവിടെ ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ ക്ലാഷസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള കുറേ അജണ്ടാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളെ തകർക്കണം തോന്നിക്കഴിഞ്ഞാൽ അജണ്ട എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ പറ്റൂലേ? സെയിം കേസ്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ റിലീജിയസ് പരമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, യെസ് അഭിജയ്, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ ഫ്രീ മോട്ടിവേഷൻ തരാമോ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ മാത്സ് എങ്ങനെയുണ്ടായിരുന്നു എനിക്കറിയില്ല. കടുപ്പായവരുണ്ടാവുമായിരിക്കും, കടുപ്പല്ലാത്തവരുണ്ടാവുമായിരിക്കും. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ നല്ല കടുപ്പായിരുന്നു.
നല്ല കടുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കടുപ്പം, അതായത് JEE ലെവലിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ചോദിച്ചിട്ടുള്ളത്. എന്തോ ലക്കിനാണ് കേരളത്തിലെ സെറ്റിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത്, എളുപ്പമുള്ളത് വന്നിട്ടുള്ളത്. അതുവരെ കടുപ്പായ മക്കളുണ്ട് അല്ലേ, അതുവരെ കടുപ്പായ മക്കളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കടുപ്പാവണത്? പഠിക്കാത്തതുകൊണ്ടാണോ? ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ക്ലാസ്സുകൾ കാണാത്തതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഒന്ന് ലാക്കിങ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു സാധനം അവിടെ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യലിൻ്റെ കേസിൽ നിങ്ങൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മോട്ടിവേഷൻ ചോദിച്ചുകൊണ്ട് ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. മാത്സ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. സയൻസ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. ഇനി വരാനുള്ള എക്സാംസ് എങ്കിലും ചിലപ്പോൾ നാളെ മറ്റന്നാൾ ഹിന്ദി വരാനുണ്ടാവും. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജസിൻ്റെ ക്ലാസ്സുകൾ വരാനുണ്ടാവും. SST വരാനുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക്. ദയവ് ചെയ്തിട്ട് നിങ്ങളെ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലല്ലോ, അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ, ഞാൻ എന്താ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട്സ് മാറ്റി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാം, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, നിങ്ങൾ നേരിടേണ്ടത് നേരിട്ടു. അതിൻ്റെ പേരിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പോവാം. ലൈഫിൽ നിങ്ങൾക്ക് താഴേക്ക് പോവാം, മുകളിലേക്കും പോവാം. ഓക്കെ, നിങ്ങൾ ഏത് വേണമെന്ന് നിങ്ങൾ ഫീൽ ചെയ്യാം. എനിക്ക് പഠിക്കണം, ഇനിയുള്ളതെങ്കിലും നല്ല മാർക്ക് മേടിച്ച് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഇനിയുള്ള ദിവസമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടാവേണ്ടത്. ഇത് ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു ഏട്ടൻ പറയണതായിട്ട് കണ്ടാൽ മതി, ഒരു ബ്രദർ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ലൈഫിൽ നിങ്ങൾ രണ്ട് രീതിയിൽ ഒരു പോയിന്റ് വരും നിങ്ങളുടെ ലൈഫിൽ. ആ പോയിന്റ് ഇപ്പോൾ ആണ് ചിന്തിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞില്ല. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ വഹിക്കുക. അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ അനുഭവിക്കുക. ഓക്കെ, അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. നല്ലതിന് വേണ്ടി മാക്സിമം ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് എഫേർട്ട് ഇടുക. ദാറ്റ്സ് ഇറ്റ്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതങ്ങനെയാണ്, ഇവിടെ അങ്ങനെ വർക്കാവുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങളെ വർക്കാക്കാൻ പറ്റുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ടച്ച് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉള്ളിൽ ഞാൻ പറഞ്ഞത് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫയർ എമോജി ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ ഉദ്ദേശിച്ച കാര്യം. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ഫ്യൂച്ചർ. കറൻ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആകാൻ പറ്റും, തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം തിരുത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്, എൻ്റെ ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞതും ഇനി മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണതൊക്കെ അങ്ങനെ. ഓക്കെ, അപ്പം നിങ്ങളെന്ത് ചെയ്യുക, ആ രീതിയിൽ മുന്നോട്ട് കാണുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ്. മുഹമ്മദ് അലി ജിന്ന ആൻഡ് മിസ്റ്റർ MR ജയശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ജയശങ്കർ ആട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. MR ജയാക്കാർ ആണ് പറഞ്ഞു. ഓക്കെ, എനിവേ ജയാക്കാർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ. ഓക്കെ, ഫൈൻ. MR ജയാക്കാർ ഫെയിൽഡ് നെഗോസിയേഷൻ ഓവർ ദി ഡിമാൻഡ് ഓഫ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ സെൻട്രൽ അസംബ്ലി ആൻഡ് റെപ്രസെൻറ്റേഷൻ ബംഗാൾ ആൻഡ് പഞ്ചാബ് പ്രൊവിൻസസ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കുന്നത്, ബംഗാളിലായിക്കോട്ടെ പഞ്ചാബിലായിക്കോട്ടെ ഈ പ്രൊവിൻസസുകളിലെല്ലാം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പ്രശാന്ത് ഭയ്യ ടൈപ്പ് ഓഫ് എനർജി. പ്രശാന്ത് ഭയ്യ എന്നൊക്കെ പറയും മക്കളെ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് പേരൊക്കെ കാണാത്തവരില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പ്രശാന്ത് കിരാതി ഈസ് വൺ ഓഫ് ദി ലെജൻഡ്സ്, വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ദിഗ്രാജ് സിംഗ്. നിങ്ങൾ ഹിന്ദി ആയതുകൊണ്ട് നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയില്ല. സോഷ്യൽ സയൻസിൽ ഹരിസാറി 2 കൊല്ലം മുന്നേയൊക്കെ റെഫർ ചെയ്തിരുന്നത്, അതായത് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി റെഫർ ചെയ്തിരുന്നത് ദിഗ്രാജ് സിംഗ് രജ്പൂത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം SSTയുടെ ഗോഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഈസ് അൾട്ടിമേറ്റ് പേഴ്സൺ. ഓക്കെ, അപ്പം അവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട്, അവരുടെയൊക്കെ എന്താ പറയുക, അവരെന്നെ നേരിട്ട് പഠിപ്പിച്ചില്ല എന്നുള്ളൂ. അവരുടെ ക്ലാസ്സുകൾ കണ്ട്, അവരുടെ വീഡിയോസ് കണ്ട് ഹരിസാറിനതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നടത്തിയപ്പോഴാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഹരിസാർ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന ഹരിസാറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദോസ് ഗൈസ് മെയ്ഡ് മീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അവരെ ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, റെഡി. എനിവേ, അവരില്ലെങ്കിൽ ഹരിസാർ ഇസ് നെഹിഹെ. ഓക്കെ, റെഡി. അപ്പം ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ദോസ് പീപ്പിൾ. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സോ ആയിട്ട് ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വേണം. സോ ആയിട്ട് നേഷൻ ടു നാഷണലിസം അച്ചീവ്ഡ് പാർഷ്യലി ത്രൂ യുണൈറ്റഡ് സ്ട്രഗിൾസ് ആൻഡ് പാർഷ്യലി ത്രൂ കൾച്ചറൽ പ്രോസസ്സസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നേഷൻ ടു നാഷണലിസം, ദേശം തൊട്ട് ദേശീയത എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള
പാർഷ്യലി ത്രൂ യുണൈറ്റഡ് സ്ട്രഗിൾസ്, അതായത് കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ബിലോങ്ങിങ്സ് നമുക്ക് വേണം. നമ്മൾ നേരത്തെ കണ്ടു അല്ലൂരി സീതാരാമ രാജു എന്ന് പറഞ്ഞിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്ന വ്യക്തി അല്ലേ. അതുപോലെ ചെറിയ ട്രൈബൽ റെവല്യൂഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് അല്ലൂരി സീതാരാമൻ മരിച്ചതിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലാംഗ്വേജിൻ്റെ ബേസിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ആ സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. അല്ലൂരി സീതാരാമരാജുവിനെ പോലുള്ള ആളുകളും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അവരുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഓരോ സ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ കേട്ടോ. ഹിസ്റ്ററി, ഫിക്ഷൻ, ഫോക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിന്റ്സ് ആൻഡ് സിംബൽസ് ഓൾ പ്ലേഡ് ഇൻ പാർട്ട് ഓഫ് മേക്കിംഗ് നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫിക്ഷൻ ആയിക്കോട്ടെ, കഥകളായിക്കോട്ടെ, ഫോക്ലോർ ആയിക്കോട്ടെ, നാടോടി കഥകളായിക്കോട്ടെ, നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കഥകളായിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, അല്ലെങ്കിൽ കഥകളായി പാട്രിയോട്ടിക് സോങ് ആയിക്കോട്ടെ, ദേശഭക്തി ഗാനങ്ങളായിക്കോട്ടെ, പോപ്പുലർ ആയിട്ടുള്ള പ്രിന്റ്സുകളായിക്കോട്ടെ. ഈ പോപ്പുലർ പ്രിന്റുകൾ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണും കേട്ടോ. പ്രിന്റ് കൾച്ചർ ആൻഡ് മീഡിയയിൽ നമ്മൾ പ്രിന്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ നമ്മൾ കാണും. ഓക്കെ, റെഡി. എന്നെ നിങ്ങൾ ഹരിസാർന്ന് വിളിച്ചില്ലെങ്കിലും ഹരി ബ്രോ എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ പ്രശാന്ത് ഭയ്യ എന്നല്ല വിളിക്കണത്, ദിഗ്രാജ് സിംഗ് സാറിനെ ദിഗ്രാജ് ഭയ്യ എന്നല്ല വിളിക്കുന്നത്. എന്നെ നിങ്ങൾ ഹരി ബ്രോ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ ഫോർ മീ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കെയിം ടു ബി വിഷ്വലൈസ്ഡ് വിത്ത് ഇമേജ് ഓഫ് ഭാരത് മാത. എന്താ പറയണത്? ഈ പറഞ്ഞിട്ടുള്ള ഭാരത് മാത എന്ന് പറയുന്ന ഒരു അലിഗോറി ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ടു മരിയാൻ എന്നുള്ളത് ഫ്രാൻസ് ആണ്, ജർമ്മനി എന്നുള്ളത് ജർമ്മനാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഭാരത് മാത എന്നുള്ളത് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊരു അലിഗോറി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ വന്ദേ മാതരം വാസ് റിട്ടൺ ആസ് എ ഹൈം ടു ദ മദർലാൻഡ് ഓഫ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒരു പോയിന്റ് കൂടെ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് മക്കളെ നിങ്ങൾ അങ്ങനെ വിളിക്കും എന്നെ. ഓക്കെ, റെഡി. അപ്പോൾ മൂവ്മെന്റ് ടു റിവൈവ് ഇന്ത്യൻ ഫോക്ലോർ, കോൺട്രിബ്യൂഷൻ ടു രവീന്ദ്രനാഥ ടാഗോർ, നടേശ് ശാസ്ത്രി, ദ ഫോക്ലോർ ഓഫ് സദേൺ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഒരു ഫോക്ലോറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ ആയിക്കോട്ടെ, നടേശ് ശാസ്ത്രി ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി യൂസ് ഓഫ് ഐക്കൺസ് ആൻഡ് സിംബൽസ് ഓഫ് യൂണിറ്റി ഓഫ് പീപ്പിൾ ഫ്ലാഗ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ് വേണം നമുക്കൊരു, എന്താ പറയുക, ട്രൈ കളർ ഫ്ലാഗ് വന്നെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. നമ്മുടെ ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ പറഞ്ഞ ഫ്ലാഗ് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ ചിന്തിക്കുന്നത്, നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ ഫ്ലാഗ് ഉയർത്താറുണ്ട്, സ്വാതന്ത്ര്യദിനത്തിന് നമ്മൾ ഫ്ലാഗ് ഉയർത്താറുണ്ട്. എന്താ ഇതിന് അർത്ഥമാക്കുന്നത്? നമ്മുടെ രാജ്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്ലാഗിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. യെസ്, എം ഷാ. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഹരി സിംഗ് എന്ന് കണ്ടു. അപ്പോൾ ഹരി സാറിനെ നിങ്ങൾ മല്ലു സിംഗ് സിനിമ ഉണ്ടോ അറിയില്ല, കുറേ കാലം മുന്നേ മല്ലു സിംഗ് ഹരി എന്നാണ് മൂപ്പരുടെ പേര്, ഏത് ഉണ്ണിമൂന്നിൻ്റെ പേര്. ഓക്കെ, അത് നമ്മളെ വിഷയമല്ല. എനിവേ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കോൾ ഫോർ ദ കംപ്ലീറ്റ് വിഡ്രോവൽ ഓഫ് ദ ബ്രിട്ടീഷ് ഫ്രം ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, പിൻവലിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. നേരത്തെ ആരോ പറഞ്ഞു ഹരിസാർ ക്ലാസ്സിൽ ഫണ്ണില്ല എന്ന്. അപ്പോൾ ഹരിസാർ സീരിയസ് ആയിരുന്നിട്ട് ഫണ്ണ് പറയുന്ന പോലെ ഇപ്പം എനിക്ക് തോന്നണേ, സ്റ്റാൻഡപ്പ് കോമഡി പറയണ പോലെ എനിക്ക് ഫീൽ ആവണേ. ഞാൻ തമാശയായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സന്തോഷം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, റെഡി. എനിവേ, വിഡ്രോവൽ ഓഫ് ദ ബ്രിട്ടീഷ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 8 മാസത്തൊക്കെയാണ് ഈ പറഞ്ഞുള്ള ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഈ പറഞ്ഞുള്ള ഓൺ 14 ജൂലൈ 1942 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇൻ വാർധ പാസ്റ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പാസ്സാക്കിയത് എന്താണ്? ഈ പറഞ്ഞുള്ള 14 ജൂലൈയിലാണ് പാസ്സാക്കുന്നത്. വാർധ കമ്മിറ്റിയാണത് പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ വാർധ കമ്മിറ്റി നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരിക. അപ്പോൾ അതെന്താണ്? ഈ പറഞ്ഞുള്ള ഡു ഓർ ഡൈ ആണ് അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മക്കളെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക, ഓടി വരിക. ഇനി ലാസ്റ്റ് നമ്മുടെ മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റ് കൾച്ചറാണ് ദി മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടു പ്രിന്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യ കാലങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഈ പറഞ്ഞ ഫസ്റ്റ് പ്രിന്റഡ് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഹാൻഡ് പ്രിന്റിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുക. ഓക്കെ, ഹാൻഡ് പ്രിന്റിംഗ് ആണ് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ കാണുന്ന സാധനം എന്ന് പറയുന്നത്. പ്രാക്ടീസ്ഡ് ഇൻ ചൈന, ജപ്പാൻ ആൻഡ് കൊറിയ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താ പറയണത്? ഈ പറഞ്ഞിട്ടുള്ള ചൈനയിലും ജപ്പാനിലും കൊറിയയിലൊക്കെയാണ് നമ്മൾ ആദ്യ കാലങ്ങളിൽ ഈ പറഞ്ഞ ഹാൻഡ് പ്രിന്റിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ആദ്യകാല രൂപങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ ഈ പ്രിന്റ് കൾച്ചർ ഇല്ലേ മക്കളെ, ഈ പ്രിന്റ് കൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഹരിസർ ആദ്യമായിട്ട് CBSEയിൽ എടുത്തൊരു ചാപ്റ്റർ. ഓക്കെ, അല്ല, ആദ്യമായിട്ട് എടുക്കുന്നത് മണി ആൻഡ് എക്കണോമിക്സിലാണ്. ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞ പ്രിന്റ് കൾച്ചർ. അപ്പോൾ ഈ ചാപ്റ്റർ ഹരിസാറിൻ്റെ മനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ.
ഓക്കെ, ഇനിയിപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ ഹരിസാറിൻ്റെ ലൈവ് നിങ്ങളുടെ അടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഞാനിവിടെ എക്സാമിനിൽ വന്നപ്പോൾ ഒക്കെ എടുത്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിൻ്റ് കൾച്ചർ ആൻഡ് മീഡിയ എന്നൊക്കെ പറഞ്ഞ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്റർ മണി ആൻഡ് എക്കണോമിയാണ്. നിങ്ങൾ ജസ്റ്റ് മണി ആൻഡ് എക്കണോമി എക്സാമിനർ 10 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹരിസാറിൻ്റെ ആദ്യത്തെ ലൈവ്, വെരി ഫസ്റ്റ് ലൈവ്, ഷിവർ ചെയ്തിട്ട്, അതായത് പേടിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ഹരിസാറിനെ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് മണി ആൻഡ് എക്കണോമി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹരിസാറിൻ്റെ പഴയൊരു ലൈവ് കാണാം. ഓക്കെ, അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട്, അന്ന് ബോർഡാണ് കേട്ടോ, ബോർഡ് ഒരു നീല ബനിയൻ ഇട്ടിട്ടൊരു ലൈവ് കാണാം. ഓക്കെ, പറ്റിയ ചേട്ടൻ മക്കളൊന്ന് കണ്ടു കേട്ടോ. അന്ന് ഇന്ന് കാണുന്ന ഹരിസാറല്ല, അന്ന് വേറൊരു ഹരിസാറാണ്. പേടിച്ച് വിറച്ച് ആദ്യമായിട്ട് ലൈവിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഒക്കെ ആയിരുന്നു. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഇങ്ക്ഡ് വുഡൻ ബ്ലോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള അവരന്ന് ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വുഡൻ ബ്ലോക്സിൻ്റെ ഭാഗമായിട്ട്. അതായത് നമുക്കറിയാം മരത്തിൻ്റെ ഇതെടുത്തിട്ട് അതിൽ കാർവ് ചെയ്ത് എടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള വുഡൻ ബ്ലോക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ക് കൊണ്ട് ചെയ്യുന്ന പരിപാടി. അതായത് ഈ കാർവ് ചെയ്തിട്ടുള്ള മരക്കഷ്ണം എടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റ്സ് ആയിരിക്കും കാർവ് ചെയ്തിരുന്ന പറഞ്ഞു. റബ്ഡ് അഗെയിൻസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് പേപ്പർ, എന്ത് പേപ്പറാണ് ഇന്ന് കാണുന്ന പോലത്തെ പേപ്പറാണോ? അല്ല, പോറസ് ആണ്. കുറച്ചും കൂടെ സുഷിരങ്ങളൊക്കെ ഉള്ള, കുറച്ചും കൂടെ തിന്നായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പേപ്പറിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, മഷി അടിച്ചിട്ടുള്ള ഈ കട്ട അല്ലെങ്കിൽ മരത്തടി അടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ മഷിപ്പേന വെച്ച് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ക് പെന്ന് വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു പേജിൻ്റെ അപ്പുറത്തേക്ക് പകർന്നു പോകില്ലേ. അപ്പോൾ ചിന്തിച്ച് നോക്കി, ഈ പറഞ്ഞ സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള പേപ്പറിൽ ഈ പറഞ്ഞ സാധനം അടിച്ചാൽ ഒരു പുറം മാത്രമല്ലേ വർക്കാവുള്ളൂ, പുറത്തേക്ക് വർക്കാവോ? ഇല്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സ് വെർ പോറസ് അറ്റ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞു നോക്കിയിട്ട് സുതാര്യമാണ്, അതേ കുറച്ചും കൂടെ തിന്നാണ്. ദ 2 സൈഡ് പ്രിന്റിംഗ് കനോട്ട് ബി പബ്ലിഷ്ഡ്. അതുകൊണ്ട് തന്നെ 2 സൈഡിൽ പ്രിന്റിംഗ് അവിടെ നടക്കണ്ടായില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സച്ച് ബുക്സ് ആർ കോൾഡ് അക്കോർഡിയൻ ബുക്സ്. ഇത്തരത്തിലുള്ള ബുക്കുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കോർഡിയൻ ബുക്സ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ബുക്കിന് ഇങ്ങനെ അപ്പുറം ഇപ്പുറേക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനൊരു കൈൻഡ് ഓഫ് സാധനമാണ് ഈ പറഞ്ഞ അക്കോർഡിയൻ ബുക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇത് കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് ചൈനയിലുള്ള പ്രിന്റിംഗ് എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ബൈ 16th century ചൈന പ്രൊഡ്യൂസ്ഡ് ലാർജ് സ്കെയിൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു നോക്കണ്ടേ. ഈ പറഞ്ഞിട്ടുള്ള ലാർജ് സ്കെയിലായിട്ട് ചൈനയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു? ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് മാറ്റേഴ്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. ആ പ്രിന്റിംഗ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ്? ടെക്സ്റ്റ് ബുക്സുകളാണ് മെയിൻലി. അതെന്താണ്? ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് എക്സാമിനേഷൻസ്, ലൈക്ക് സിവിൽ സർവീസ് പോലുള്ളതൊക്കെയാണ് അവർ ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഇനീഷ്യലി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഗ്രാജുവലി അതർ പ്രിന്റിംഗ് മാറ്റേഴ്സ് ബിക്കേം അവൈലബിൾ. ലൈക്ക് സ്റ്റോറീസ് ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, നോവൽസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോയട്രിക്സ് ആയിക്കോട്ടെ, ഓട്ടോബയോഗ്രഫീസ് ആയിക്കോട്ടെ, എറ്റ്സെട്ര. ഇതൊക്കെയാണ് അവർ മേജർലി പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങിയത്? പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ്? ആദ്യ കാര്യങ്ങളിൽ അവർ ടെക്സ്റ്റ് ബുക്കുകളും എക്സാംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് അവർ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ്, കഥകളിൽ, ഫിക്ഷൻ, ഈ പറഞ്ഞ നോവലുകളിൽ, ഈ പറഞ്ഞ നോവൽസ്, ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷിക ശക്തിയുള്ള മലയാളം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിവേ, ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പിക കഥ. ഓക്കെ, സാങ്കല്പികമായിട്ടുള്ള കഥ. നോവൽസ് എഴുതിയിട്ടുണ്ടായിരുന്നു, പോയട്രീസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഓട്ടോബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്? പിന്നീട് അവർ കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് മാറ്റം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അച്ചടിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ട്രേഡ് ഇൻഫോ വാസ് പബ്ലിഷ്ഡ് യൂസ്ഡ് ബൈ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ട്രേഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രേഡ് ഇൻഫോയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? ട്രേഡ് ഇൻഫോയും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ ആ കച്ചവടത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാ ഡീറ്റെയിൽസും എവിടെ ഉണ്ടായിരുന്നു? സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ട്രേഡ് ഇൻഫോ ആയിട്ട്. മക്കളെ ഒരു മിനിറ്റ്, സാർ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. സാറിൻ്റെ തൊണ്ട കംപ്ലീറ്റ്ലി അടിച്ചു പോകുന്ന തോന്നണേ. ഒറ്റ സെക്കൻഡേ. അയ്യോ, ആശ്വാസം ഇൻ ദ സെൻസ് തൊണ്ടയിൽ കരകര വരാൻ തുടങ്ങുന്നതിന് മുന്നേയുള്ള ആശ്വാസം. ഓക്കെ, അമ്മേ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു ഈ പറഞ്ഞുള്ള ട്രേഡേഴ്സ് എന്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ ട്രേഡ് ഇൻഫോയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റൈസ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു നോക്കേണ്ടി ഈ പറഞ്ഞുള്ള ജനസംഖ്യയുടെ ഒരു റൈസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആളുകളുടെ ഡിമാൻഡും കൂടി, ആളുകളുടെ വായനയും കൂടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ആളുകൾക്ക് കൂടുതൽ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വേണ്ടതായിട്ട് വന്നു. അവർക്ക് കഥ വേണം, കവിത വേണം. ഓരോരുത്തരും ഇപ്പോൾ ഹരിസാറിന് പേഴ്സണലി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ക്രൈം ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ക്രൈം ത്രില്ലേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിപ്പോൾ ഹരിസാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. വളരെ എന്താ പറയുക, ഒരു
എന്താ പറയുക, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുതാകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പറ്റുക വെച്ചാൽ ആ പുസ്തകമൊക്കെ വായിച്ചു നോക്കുക. ഹരിസാർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. എനിക്ക് പേഴ്സണലി വായിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമാണ് ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞൊരു പുസ്തകം. വാവ്, കിടിലൻ പുസ്തകം. ഓക്കെ, എനിവേ അതുപോലുള്ള ഓരോ ആളുകൾക്കും ഓരോ ജോൺഡ്ര ഉണ്ടാവും അല്ലേ? ഓരോ ആളുകൾക്ക് എന്തുണ്ടാവും? ഓരോ ജോൺഡ്ര ഉണ്ടാവും. ആ ജോൺഡ്ര വെച്ചിട്ടാണ് ഇപ്പോൾ സിനിമകളിൽ വരെ ഓരോ ആളുകൾക്ക് ഓരോ ജോൺഡ്ര ഉണ്ടാവും. ഹരിസാറിന് ഈ പറഞ്ഞ ക്രൈം ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആക്ഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇഷ്ടമല്ലാത്ത റൊമാൻറ്റിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാമിലി ഡ്രാമാസ് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ദൃശ്യം ഇഷ്ടമല്ലേ ചോദിക്കും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ദൃശ്യം ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യം ഫാമിലി ത്രില്ലറാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലാസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റുമോ? ഡീറ്റെയിൽ ആയിട്ടാണ് എടുത്തു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫാത്തിമ, സ്വാഭാവികമായിട്ടും സമയമെടുത്ത് ഹിസ്റ്ററി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ സ്ലോ ആയിട്ട് കാണുക, സ്ലോ ആയിട്ട് മനസ്സിലാക്കുക. റഷ് ചെയ്തൊന്നും പഠിക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. റഷ് ചെയ്ത് പഠിക്കാതിരിക്കുക. റഷ് ചെയ്ത് പഠിച്ചുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇനി ഈ പറഞ്ഞ റൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിമാൻഡ് ഇൻക്രീസസ് ഫോർ മോർ പ്രിന്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നീഡ് ടു പബ്ലിഷ് ക്വിക്കർ വെസ്റ്റേൺ ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞ ആളുകളുടെ ആവശ്യം കൂടുന്നതനുസരിച്ച് അവർക്ക് അത്രത്തോളം പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ചുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ ന്യൂ റീഡിംഗ് ക്ലാസ് അങ്ങനെ ചൈനയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ വെസ്റ്റേൺ ടെക്നിക്സ് ആയിട്ട് പുതിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ ഇറക്കുമതി ചെയ്യാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എമർജൻസ് ഓഫ് എ ന്യൂ റീഡിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ന്യൂ റീഡിംഗ് ക്ലാസിൻ്റെ കാരണമേ ആളുകൾ വായിക്കാൻ തുടങ്ങി, ആളുകൾക്ക് പുതിയൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ഷാൻഹായ് എന്ന് പറയുന്ന ഒരു റീഡിംഗ് ഹബ്ബായിട്ട് മാറി. എന്തായിട്ട് മാറി? ഈ പറഞ്ഞിട്ടുള്ള റീഡിംഗ് ഹബ്ബായിട്ട് മാറി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ സാർ, ഹിന്ദി ആൻഡ് AI എക്സ്പ്ലനേഷൻ ചാനൽ ഉണ്ടാവുമോ? നാളെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നാളെ എന്തോ IT യുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇതല്ലേ, സ്വാഭാവികമായിട്ട് IT യുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. കംപ്ലീറ്റ്ലി ആയിട്ട് ഇപ്പോൾ CBSEൻ്റെ കാര്യങ്ങൾ ഹരിസാറിൻ്റെ കണ്ണുകൂടിയാണ് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എക്സാമിനറിൽ സ്വാഭാവികമായിട്ടും വീഡിയോസ് വരുന്നുണ്ടാവും. AI ബേസ്ഡ് അല്ലെങ്കിൽ IT ബേസ്ഡ് വീഡിയോസ് നാളെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ. പറ്റുക വെച്ചാൽ അതൊന്ന് കാണു നോക്കുക. നാളെ അത് വരുന്നതായിരിക്കും. ലൈവായിട്ടും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ലൈവായിട്ടും ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷാൻഹായ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹബ്ബായിട്ട് മാറി, ഒരു റീഡിംഗ് ഹബ്ബായിട്ട് മാറി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഒരു പ്രിന്റ് കൾച്ചറിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേഷൻ, എല്ലാത്തിൻ്റെ ഒരു സങ്കരീനം എന്നൊക്കെയാണ് നമ്മളതിനെ വിളിക്കുക. ഓക്കെ, ഇനി പ്രിന്റ് ഇൻ ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിങ്ങൾ അറിയേണ്ടത് പ്രിന്റിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറൌണ്ട് AD 678 to 770. AD 768 മുതൽ 770 വരെയാണ് ഈ പറഞ്ഞ പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സാധനം ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക ബൈ ബുദ്ധിസ്റ്റ് മിഷണറീസ് ഇൻ ചൈന എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ചൈനയിലെ ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ് എന്ത് ചെയ്തത്? ജപ്പാനിലേക്കും ഈ പറഞ്ഞ പ്രിന്റിംഗ് സാധനം ഉണ്ടായി വരുന്നത്. ഓക്കെ, ഫാത്തിമ ഇടയ്ക്ക് വന്ന് ചോദിച്ചുകൊണ്ടാന്ന് തോന്നുന്നു, കാണാത്തോണ്ടാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയില്ല ടൈം. ഇനി ഈ ചാപ്റ്ററോടെ കഴിഞ്ഞിട്ട് മേക്കിംഗ് ഓഫ് ദ ഗ്ലോബൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മണി ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. 10 മണിക്ക് മുകളിൽ പോയാലേ ഉള്ളൂ. 10, 10:15, 10:30 ആവുമായിരിക്കും. 10:30 ആവില്ല, 10:15 ആവുമായിരിക്കും. പഠിക്കുക. 3-3.5 മണിക്കൂറല്ലേ ഉള്ളൂ. പഠിക്കുക. ഓക്കെ, സെറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ മക്കൾക്ക് ചോദിക്കാം. സാർ പാട്ട് പാടുകയും ചോദിച്ചിട്ടുണ്ട്. മക്കളെ, പാട്ട് പാടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. പരീക്ഷേൻ്റെ ചൂട് എൻ്റെ തലയിലും ഉണ്ട്, നിങ്ങളുടെ തലയിലും ഉണ്ട്. അതുകൊണ്ട് പാട്ട് പാടി ഞാൻ കൊളാക്കണില്ല. അതുപോലെ തന്നെ സാറിന് തൊണ്ട കംപ്ലീറ്റ്ലി അടിച്ചു പോകാനുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പാട്ട് പാടിയിട്ട് കൊളാക്കണോ? വേണ്ട. ഓക്കെ, സ്വാഭാവികമായിട്ടും ഡയമണ്ട് സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഓൾഡസ്റ്റ് ബുക്ക് ഇൻ ജപ്പാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ജപ്പാനിലെ ഓൾഡസ്റ്റ് ബുക്ക് ഉണ്ട് AD 868, അതായത് AD 868 ഈ പറഞ്ഞ ഡയമണ്ട് സൂത്രയ്ക്ക് വരുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഡയമണ്ട് സൂത്ര എന്ന് പറയുന്നത് എവിടെയാണ്? ജപ്പാനിലാണുള്ളത്. ഓൾഡസ്റ്റ് ബുക്കാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി. അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ഹാൻഡ് പ്രിന്റ്സ് വേറെ കോമൺ സൈറ്റ് ഇൻ ദി ജാപ്പനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ജാപ്പനീസ് മാർക്കറ്റിൽ ഒരു ഹാൻഡ് പ്രിന്റ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റോറീസ് ആയിട്ടും പോയട്രീസ് ആയിട്ടും പെയിൻറ്റിങ്സ് ആയിട്ടും ഒക്കെ നമ്മുടെ ജപ്പാൻ മാർക്കറ്റിൽ എന്ത് കാണാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പാട്ട് വേണം? എന്തായാലും ഞാൻ തീരാകുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാടിത്തരാം. ഈ ചാപ്റ്റർ കൂടെ കഴിഞ്ഞില്ലേ, മേക്കിംഗ് ഓഫ് ദി ഗ്ലോബൽ വേൾഡും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഒരു പാട്ട് പാടിത്തരാൻ ശ്രമിക്കാം. ഓക്കെ. There were also books on women എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മാനേഴ്സ്, ഓക്കെ, അതുപോലെ തന്നെ എറ്റിക്വേറ്റ്, എങ്ങനെയാണ് നിൽക്കേണ്ടത് നടക്കേണ്ടത്, കുക്കിംഗ് അഥവാ പാചകവുമായിട്ട് ബന്ധപ്പെട്ട മെനി മോർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ജപ്പാനിൽ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റിംഗ് ബിക്കെയിംസ് ഫേമസ് ഇല്ലസ്ട്രേറ്റഡ് ആൻഡ് എലഗൻറ്റ് അർബൻ കൾച്ചർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു അർബൻ കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി പ്രിന്റ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു തേർഡ് ടോപ്പിക് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇൻട്രൊഡക്ഷൻ ഓഫ് ചൈനീസ് പേപ്പർ ടു യൂറോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലെ ചൈനീസ് പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്തിലേക്ക് കൊണ്ടുവന്നു? യൂറോപ്പിലേക്കും ഈ പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. They made manuscripts with the help of skilled hand writers and scribes എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സ്കില്ലായിട്ടുള്ള ഹാൻഡ് റൈറ്റേഴ്സ് ആയിക്കോട്ടെ, സ്ക്രൈബ്സ് ആയിക്കോട്ടെ, ഇവരെ വെച്ചിട്ടാണ് മനുസ്ക്രിപ്റ്റ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നല്ല കഴിവുള്ള ആളുകളെ കൊണ്ട് എഴുതിയിട്ടാണ് മനുസ്ക്രിപ്റ്റ്സുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനീഷ്യലി ദി സ്കിൽഡ് വർക്കേഴ്സ് അവൈലബിൾ ഓൺലി ടു അരിസ്റ്റോക്രാറ്റ്സ്, അതായത് നല്ല പൈസയുള്ള ആളുകളുടെ കയ്യിലേക്ക് മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ദേ വെയർ എക്സ്പെൻസീവ് ടു, അവരെന്താണ് എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ ആളുകൾക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രൊഡക്ഷൻ ഓഫ് പേപ്പർ ക്രിയേറ്റഡ് മെനി മനുസ്ക്രിപ്റ്റ്സ് ആൻഡ് എക്സ്പോർട്ടഡ് ദം ടു ഡിഫറെൻറ്റ് പ്ലേസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മനുസ്ക്രിപ്റ്റ്സിനെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ മുഷ്കിലായിട്ടുള്ള പരിപാടിയാണ്. അതായത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പോറസ് ആണ്, തിന്നാണ്. അപ്പോൾ അത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Scribes found employment not only with the wealthy people but also by booksellers എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ബുക്സെല്ലേഴ്സിന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ടായി വരികയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം മനുസ്ക്രിപ്റ്റ്സ് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിൽക്കാനും വാങ്ങിക്കാനൊക്കെ ആളുകളുടെ ആവശ്യമുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ ബുക്ക് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ബുക്ക് വാങ്ങിക്കാൻ വെക്കുന്ന ആളുകളൊക്കെ ഒരു ജോലി സാധ്യതയൊക്കെ അവിടെ പതുക്കെ ഉണ്ടായി വരികയാണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ ഈ പറഞ്ഞ മനുസ്ക്രിപ്റ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കോപ്പിംഗ് വാസ് എക്സ്പെൻസീവ് അല്ലേ. കോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സാധനം കോപ്പി ചെയ്തെടുക്കുക. ഒരു സാധനത്തിന് ഇപ്പം മനുസ്ക്രിപ്റ്റ്സിൽ എന്താ ചെയ്യണത്? ഈ സാധനം ഇങ്ങനെ കോപ്പി ചെയ്ത് എഴുതി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം അരിസ്റ്റോക്രാറ്റ്സിൻ്റെ കീഴിൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എഴുത്തുകാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കോപ്പിങ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ടൈം കൺസ്യൂം ചെയ്യാം. ഇതിങ്ങനെ ഉണ്ട്, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൽ ടച്ച് ചെയ്യുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ. ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കണം. സോ ഒരു ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വെച്ചാൽ പോസിബിൾ അല്ലാത്ത, നോട്ട് പോസിബിൾ ആയിട്ടുള്ള കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഡോക്യുമെൻറ്റ്സ് ഡിഫിക്കൽട്ടി ടു ക്യാരി അറൗണ്ട് ഈസിലി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പാടാം. അതായത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. ഒരു മഴ പെയ്താലോ ഒരു വെള്ളം തട്ടിയാലോ ഒക്കെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡിഫിക്കൽട്ടി ടു ക്യാരിയാണ്. അതിങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു ചെറിയ 2 സ്ലൈഡിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സാറോടെ വെച്ചിട്ടില്ലേ, ഇത് മനുസ്ക്രിപ്റ്റ്സിലേക്ക് മാറ്റുമ്പോൾ മിക്കവാറും ഒരു 10 പേജ് ഉണ്ടാവും. ഈ പറഞ്ഞ 3 പോയിന്റ് എഴുതാൻ 10 പേജ് കാണും. അങ്ങനെ എഴുതി സാറ് അതിശയോക്തി പറയല്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടാകാം. മനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി തന്നെ അത്രയും സാധനം, അത്രയും ക്വാണ്ടിറ്റി, അത്രയും ടൈം വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ സാധനം യൂറോപ്പിൽ എങ്ങനെയാണ് സ്പ്രെഡ് ആയത്, അല്ലെങ്കിൽ യൂറോപ്പിൽ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് ഇത്രയും പോപ്പുലർ ആവുന്നത്? അതിൻ്റെ ആൻസറാണ് മാർക്കോ പോളോ എന്ന് പറഞ്ഞ വ്യക്തി. ആരാണ് മാർക്കോ പോളോ എന്ന് പറഞ്ഞ വ്യക്തി? 1295 മനുസ്ക്രിപ്റ്റ്സും വേറെ ഇൻസഫിഷ്യൻ്റ് വന്നപ്പോൾ ഈ പറഞ്ഞ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിന് ഇറ്റലിയിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ഇറ്റലിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മാർക്കോ പോളോ. ഓക്കെ, അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കോ പോളോ. സർ, ആരാണ് യൂറോപ്പിലേക്ക് പ്രിന്റ് കൊണ്ടുവന്നത്? ഇതാണ് മാർക്കോ പോളോ ഇൻട്രൊഡ്യൂസ്ഡ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ഇൻ ഇറ്റലി. ആദ്യമായിട്ട് അപ്പോൾ എന്താ വന്നത്? വുഡ് ബ്ലോക്കാണ് വന്നിട്ടുള്ളത്. എന്താ വന്നിട്ടുള്ളത്? വുഡ് ബ്ലോക്ക്. അത് വന്നിട്ടുള്ളത് ഈ വ്യക്തിയാണത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, റെഡി. സ്വാഭാവികമായിട്ടും ഈ മാർക്കോ പോളോ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും സൂൺ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ബിക്കെയിം വൈഡ്ലി യൂസ്ഡ് ടു പ്രിൻറ്റ് ബുക്സ്, ടെക്സ്റ്റൈൽസ്, പിക്ചറുകൾ, മച്ച് മോർ. എന്താ പറയണത്? ഈ പറഞ്ഞ ബുക്കുകൾ പ്രിൻറ്റ് ചെയ്യാനായിക്കോട്ടെ, ടെക്സ്റ്റൈൽ പ്രിൻറ്റ് ചെയ്യാനായിക്കോട്ടെ, പിക്ചേഴ്സ് ഉണ്ടാക്കാനായിക്കോട്ടെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞിട്ടുള്ള പ്രിൻറ്റിങ് മെക്കാനിസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്ന ഗുട്ടൻബർഗും പ്രിൻറ്റിങ് പ്രസ്സും.
അങ്ങനെ ഈ വുഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനത്തിനെ കൊണ്ട് നമുക്കൊരു പോരായ്മ വന്നു. അതായത് കാലം കുറേ എടുത്തിട്ടാണ് ചെയ്യുന്നത്, കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ വ്യക്തി, ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടൊരു പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ച എങ്ങനെയെന്നൊരു കഥയുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒലീവ് പ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ജനിച്ച് വളർന്നുമ്പോൾ തന്നെ ഒലീവ് പ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, വൈൻ പ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കണ്ടു വളർന്ന ആളായതുകൊണ്ട് തന്നെ പതുക്കെ അദ്ദേഹം എന്ത് ചെയ്തു, കാലക്രമേണ അദ്ദേഹം ജോലി സ്വിച്ച് ചെയ്തിട്ട് ഗോൾഡ് സ്മിത്ത് അഥവാ ഈ പറഞ്ഞ സ്വർണ്ണ പണിക്കാരനാവാനൊക്കെ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അയാൾ ജോലി ചെയ്യുകയാണ്. സ്വർണ്ണ പണിക്കാരനായിട്ട് ഈ പറഞ്ഞ ഗുട്ടൻബർഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ക്രിയേറ്റിംഗ് ലെഡ് മോൾസ്, അതായത് ഈ പറഞ്ഞ സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെഡ് മോൾസ്. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പടം കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. വേണ്ട, പടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, ഒരു വയസ്സായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഈ പറഞ്ഞ ഗോൾഡും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ്. കുഴപ്പമില്ല. എനിവേ, ഈ പറഞ്ഞിട്ടുള്ള ഈ എക്സ്പെർട്ടൈസ് ഇൻ ക്രിയേറ്റിംഗ് ലെഡ് മോൾസ്, അദ്ദേഹത്തിന് അതിന് മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഈ സാധനം പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കുന്നതിലേക്ക് ഞാൻ വഴിതിരിച്ച് വിട്ടുകൂടാ, ഈ ഒരു ആശയം. ഈ പറഞ്ഞ മോൾഡ് ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ അതിൻ്റെ ആൽഫബറ്റ് ഉണ്ടായിക്കൂടെ. ഈ പറഞ്ഞ മോൾഡ്, സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോൾഡിൽ ഞാൻ ആൽഫബറ്റ് കാർവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൽഫബറ്റായിട്ട് പ്രിന്റ് ചെയ്തുകൂടെ, ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു, ഈ നോളജ് അദ്ദേഹം പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒലീവ് പ്രസ് വാസ് ദി ബേസ് മോഡൽ ആൻഡ് ലെഡ് മോഡൽസ് വെയർ യൂസ് ടു കാസ്റ്റ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആൽഫബറ്റ്സ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒലീവ് പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇൻ 1448 1448 ഹി പ്രിന്റഡ് ദ ഫസ്റ്റ് ബുക്ക് ദ ബൈബിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം പ്രിന്റ് ചെയ്ത പുസ്തകത്തിൻ്റെ പേരെന്താണ്, ദ ഹോളി ബൈബിളാണ്. ഓക്കെ, നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്തെന്ന് പറയുന്നത്, ഹോളി ബൈബിൾ. അപ്പോൾ ഈ ബൈബിൾ അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അതായത് 180 കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3 വർഷം എടുത്തു. നമുക്കറിയാം ഇന്നൊരു കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിനിമം പോയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മതി. മെഷീൻസിൽ 10-15-20 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു കോപ്പി ഉണ്ടാക്കും. ഒരു ബുക്കിൻ്റെ കോപ്പിയോ അത്യാവശ്യം വലിയൊരു ബുക്കിൻ്റെ കോപ്പിയൊക്കെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, മെഷീൻസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ പറഞ്ഞ 180 കോപ്പി ഉണ്ടാക്കാൻ ഗുട്ടൻബർഗിന് എടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം ഈ പറഞ്ഞ 3 വർഷം. എത്ര? 3 വർഷം. ആ 3 വർഷത്തിനുള്ളിലാണ് 180 കോപ്പീസ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആദ്യത്തിലെ അതിൻ്റെ എന്താ പറയുക, ഡെമോ പീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ എന്താ പറയുക, Mark 1 എന്നൊക്കെ നമ്മൾ പറയില്ലേ. എനിക്കറിയില്ല നിങ്ങൾ അയൺമാനൊക്കെ കാണുന്നവരാണെന്ന് എനിക്കറിയില്ല. അയൺമാൻ്റെ Mark 1 തൊട്ട് അവസാനത്തെ Mark 53-54 വരെയുള്ളത് നിങ്ങൾ ചിലപ്പോൾ അവെഞ്ചേഴ്സ് സിനിമ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. Mark 1 എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ റോ ഫോമാണ്. പതുക്കെയാണ് Mark 54-ലേക്കൊക്കെ അതായത് എത്തിയത് അല്ലേ, ടോണി സ്റ്റാർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ Mark 1 ആണ്, ഈ പറഞ്ഞ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ Mark 1 ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ലേറ്റർ ദ മോർ ഡെവലപ്ഡ് പ്രിൻറ്റിംഗ് പ്രസ് സ്കീം, കുറച്ച് കാലം കഴിഞ്ഞപ്പം കുറേ ഈ പറഞ്ഞിട്ടുള്ള പ്രിൻറ്റഡ് പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരികയാണ്. മെനി ബുക്സ് വെയർ പബ്ലിഷ്ഡ്, അതിനുശേഷം കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരികയാണ്. ഹാൻഡ് പ്രിൻറ്റിംഗ് ടു ഓട്ടോമേറ്റഡ് പ്രിൻറ്റിംഗ് മേഡ് പ്രിൻ്റർ റവല്യൂഷൻ. ഈ പറഞ്ഞിട്ടുള്ള ഹാൻഡ് പ്രിൻറ്റിങ്ങിൽ നിന്ന് എന്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഹാൻഡിൽ നിന്നത് ഓട്ടോമാറ്റിക് പ്രിൻ്ററിലേക്ക് നയിച്ചു. പക്ഷേ അത് മൊത്തത്തിൽ നശിച്ചോ? ഇല്ല, ഹാൻഡ് പ്രിൻറ്റിങ് അപ്പോഴും ഉണ്ട്. ഈ വുഡൻ ബ്ലോക്സ് വെച്ചിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത് അന്നും ഉണ്ട്. പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഹാൻഡ് പ്രിൻറ്റിംഗ് നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോട്ടലി അത് മാറിയില്ല എന്നാണ് പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻ്റർ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താണ് ഈ പറഞ്ഞ പ്രിൻ്റർ റെവല്യൂഷനും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, എ ന്യൂ റീഡിംഗ് പബ്ലിക് ഉണ്ടായി വരികയാണ്. എന്താ പറയുക, പുതിയൊരു വായനാശീലമുള്ള ഒരു സമൂഹം ഉണ്ടായി വരികയാണ്. ബിഫോർ ദ പ്രിൻറ്റിംഗ് പ്രസ് റീഡിംഗ് വാസ് റെസ്ട്രിക്റ്റഡ് ടു എ ലിമിറ്റഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഒരു ചെറിയ, നമുക്കറിയാം അരിസ്റ്റോക്രാറ്റ്സിന് മാത്രമായിരുന്നു എന്താണ് ഈ പറഞ്ഞ നല്ല പൈസ കൊടുത്ത് എഴുതിക്കുന്ന ആളുകൾ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിനിടയിൽ മാത്രം നിലനിന്നിരുന്ന കാര്യം എന്ത് സംഭവിച്ചു, റീഡിംഗ് വാസ് റെസ്ട്രിക്റ്റഡ് ടു എ ലിമിറ്റഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കുന്നത്, ലിമിറ്റഡ് പോപ്പുലേഷൻ ആയിട്ട് മാറി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അടിസ്ഥാനം, ഈ ലിമിറ്റഡ് പോപ്പുലേഷൻ മാറ്റാനുള്ള കാരണം എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പ്രിൻ്റർ റെവല്യൂഷൻ. ഈ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പ്രിൻ്റ് അഥവാ വായനാശീലം എന്ത് സംഭവിച്ചു, ഈ പറഞ്ഞിട്ടുള്ള ഓർഡിനറി പീപ്പിളിൻ്റെ കയ്യിലേക്ക് എത്താൻ തുടങ്ങി. അന്ന് വരെ ബുക്സ് വെയർ എക്സ്പെൻസീവ് ആൻഡ് ലിമിറ്റഡ്. സ്വാഭാവികമായിട്ടും ഓർഡിനറി പീപ്പിൾക്ക് അത് കിട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള പ്രിൻ്റ് റെവല്യൂഷന് ശേഷം, പ്രിൻ്റ് വിപ്ലവത്തിന് ശേഷം എല്ലാ ആളുകൾക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള വായന അല്ലെങ്കിൽ ബുക്കുകൾ അവൈലബിൾ ആവാൻ തുടങ്ങിയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അന്ന് വരെ ഈ പറഞ്ഞ പ്രിൻ്റ് ഇല്ലാത്ത ആളുകൾ എന്താ, വായ്മൊഴി അല്ലെങ്കിൽ ഓറൽ കൾച്ചർ, ഒരാൾ കഥ പറഞ്ഞ് ആ കഥ ഇങ്ങനെ സ്പ്രെഡായി പോവുക ചെയ്യുക, അതാണ് അന്ന് വരെ ഉണ്ടായിരുന്ന സംഭവം.
ഇനി ബിക്കോസ് ഓഫ് ദ ലാർജ് സെക്ഷൻ ഓഫ് യൂറോപ്യൻ വെയർ ഇല്ലിറ്ററേറ്റ്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രിൻറ്റിങ് മെഷീനും പ്രിൻറ്റിങ്ങും കൊടുത്തെങ്കിലും ആളുകൾക്ക് വായനാശൈലി അറിയില്ല. യൂറോപ്പിൽ അന്നുള്ള ആളുകൾക്ക് വായനയില്ല. സാധാരണ ആളുകൾ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ലാർജ് സെക്ഷൻ ഓഫ് ആളുകൾക്ക് ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, അവർക്ക് വായിക്കാൻ എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക വായനാശീലം അവർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ വായിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. സാർ ഫ്രഞ്ച് ക്ലാസ് എടുക്കുമോ? ഞാനോ? ആ ബെസ്റ്റ്. ഇനി അതിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ ഇതാ യൂറോപ്യൻസ് ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഹരിസാർ ഇല്ലിറ്ററേറ്റ് എന്തിൽ? ഫ്രഞ്ച് ഭാഷയിൽ. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സാധനമേ ഉള്ളൂ, ബോൺജ്വ. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് വേണ്ട, എനിക്കറിയാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, റെഡി. അപ്പോൾ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. സോ ദ ബുക്സ് വെയർ പബ്ലിഷ്ഡ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് പിക്ചേഴ്സ് ഫോർ ഇല്ലസ്ട്രേഷൻസ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട്. അതായത് നമ്മളിപ്പം കോമിക് ബുക്സ് നമ്മൾ വായിക്കുന്നവരായിരിക്കും അല്ലേ? ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല. ഹരിസാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോമിക്കാണ് ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമിക്സ് ആണ്. അതുപോലെ തന്നെ അവഞ്ചേഴ്സ്. ഓക്കെ, അവഞ്ചേഴ്സും സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമിക്സ് ആണ്. കോമിക് ബുക്കില്ലേ, കോമിക് ബുക്ക്, സ്പൈഡർമാൻ ഒക്കെയുള്ള കോമിക് ബുക്കുകൾ. അതേപോലെ പിക്ചർ മാത്രമുള്ളത്. കോമിക് ബുക്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുത്തുണ്ടാവും, പക്ഷേ കോമിക് ബുക്ക് ഈ പറഞ്ഞിട്ടുള്ള പിക്ചർ മാത്രമുള്ളതിൽ ആളുകൾക്ക് പിക്ചർ കാണും. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയിട്ട് അവിടുന്ന് ഞാനിപ്പോൾ ഒരു കഥ പറയാം, ഒരു ലൈൻ പറയാം, നിങ്ങളിത് മനസ്സിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മുണ്ടൊക്കെ കൊടുത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ഒരു ചായക്കടയിൽ പോയിട്ട് ചൂടുള്ള ചായ വാങ്ങിയിട്ട് ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് കുടിച്ച് ഒരു പഴംപൊരി എടുത്ത് കടിച്ച് തിന്ന്. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ വന്നില്ലേ? ഇത് ഞാൻ പറഞ്ഞപ്പോൾ അല്ലേ നിങ്ങളുടെ മനസ്സിൽ പിക്ചർ വന്നത്? ആക്ച്വലി ഇതൊരു പിക്ചറായിട്ട് കാണിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നടക്കുന്ന ഒരാൾ, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ചായക്കടയിൽ എത്തുന്നു, ചായക്കടയിൽ നിന്ന് പഴംപൊരി വാങ്ങിക്കുന്നൊരു പിക്ചർ, ഇപ്പോൾ വാങ്ങിച്ച് ചായ കുടിക്കുന്നൊരു പിക്ചർ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പിക്ചർ ബേസ്ഡ് സാധനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പിക്ചറിലൂടെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കഥ മനസ്സിലാക്കാൻ തുടങ്ങി, കഥകൾ തിരിച്ചറിയാൻ തുടങ്ങി. ഓക്കെ, റെഡി. സർ, യു ആർ നോട്ട് ബ്രേവ്, മെൻ ആർ ബ്രേവ്. ഓക്കെ, ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മെൻ ആർ ബ്രേവ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ഡയലോഗ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, എവിടെയോ കേട്ടിട്ടുണ്ട്. എടാ കോപ്പി പേസ്റ്റ്. ഓക്കെ, റെഡി. അപ്പോൾ ഗ്രാജുവലി പീപ്പിൾ ബിക്കേം ലിറ്ററേറ്റ് ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ബുക്സ്. അങ്ങനെ പതുക്കെ അവർ പിക്ചർ മനസ്സിലാക്കാൻ തുടങ്ങി, ചെറിയ എഴുത്തുകൾ അവരെ മുന്നിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിച്ച് ഒരുപാട് വായിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറഞ്ഞിട്ടുള്ള പതുക്കെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞു വെക്കണം. ഓക്കെ, റെഡി. സാർ, അരിസ്റ്റോക്രസി എന്താണെന്ന് നമ്മൾ റൈസ് ഓഫ് നാഷണലിസത്തിൽ വ്യക്തമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ റൈസ് ഓഫ് നാഷണലിസത്തിൽ അരിസ്റ്റോക്രസി എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കണക്റ്റഡാ എല്ലാ ചാപ്റ്റേഴ്സും. ആദ്യത്തെ ചാപ്റ്റർ കാണാണ്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്നതെങ്കിൽ കണക്ഷൻ കിട്ടൂല. ഇനി ഈ ചാപ്റ്റർ കണ്ടിട്ടാണ് നിങ്ങൾ പോയിട്ട് റൈസ് ഓഫ് നാഷണലിസം കാണുന്നെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ടാണ് സാർ ഓർഡറിൽ പോണത്. ആ ചാപ്റ്റർ റൈസ് ഓഫ് നാഷണലിസം തീർന്ന ചാപ്റ്ററിൻ്റെ അവസാനം കണ്ടതാണ് വേൾഡ് വാർ. ആ വേൾഡ് വാർ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള സമയം കണ്ടത്. ആ ഇന്ത്യയുടെ അവസാനം നമ്മൾ കൊണ്ട് പ്രിന്റിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിൽ മൊത്തം സ്പ്രെഡായി. അപ്പോൾ ആ പ്രിന്റിൻ്റെ റോൾ എന്താണ്? ആ പ്രിന്റിൻ്റെ റോളാണ് നമ്മൾ ലോകം മൊത്തം കാണുന്ന ഈ ചാപ്റ്റർ. എല്ലാം കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ അത് അരിസ്റ്റോക്രസി എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് പുറകോട്ട് പോവാം. ഇനി അല്ലെങ്കിൽ സാർ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് റിലീജിയസ് ഡിബേറ്റ്സ് ആൻഡ് ദ ഫിയർ ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് പോയപ്പോൾ ഹരിസാർ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ടൈം കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇൻ ഓറൽ കൾച്ചർ റിലീജിയസ് തോട്ട്സ് വെയർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. നമുക്കറിയാം, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൾച്ചർ ട്രാൻസ്മിറ്റ് ആവും അല്ലേ? നമ്മളെ ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിസാറിൻ്റെ അമ്മ, അച്ഛൻ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. സാറിൻ്റെ അമ്മയ്ക്കും അച്ഛനും, അമ്മയുടെ അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനും ഒക്കെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങൾ കേട്ട അച്ഛനും അമ്മയും കേട്ട കഥകളുണ്ടാവും. അവർക്ക് ആരാത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ആരാത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അവരുടെ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുക ഓറൽ കൾച്ചർ എന്ന് പറയുന്ന സാധനം ഇല്ലേ? അപ്പോൾ അതിങ്ങനെ പതുക്കെ ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വരികയാണ്. സ്വാഭാവികമായിട്ട് ബ്ലൈൻഡ്ലി ആളുകൾ അത് വിശ്വസിക്കും. പണ്ടുള്ള ആളുകളാണെങ്കിൽ അത് പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പണ്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കാം, ഈ പറഞ്ഞ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ ആളുകൾ ഈ പറഞ്ഞ ഓറൽ കൾച്ചറിലൂടെ പറഞ്ഞു കേട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ കണ്ണടച്ച് ബ്ലൈൻഡ്ലി അവർ വിശ്വസിക്കും. ഫോർ എക്സാമ്പിൾ, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഈ പറഞ്ഞ കാത്തലിക് സഭ, അന്നുണ്ടായിരുന്ന റോമൻ കാത്തലിക് സഭ ആളുകളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്.
അത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിട്ടില്ല ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ദൈവം പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കാത്തലിക് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്താ പറയുന്നത്, ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക, ദൈവത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരെ അറിവില്ലാത്ത ആളുകളായതുകൊണ്ട്, ബൈബിൾ വായിക്കാത്ത ആളുകളായതുകൊണ്ട്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ബ്ലൈൻഡ്ലി ഇതെല്ലാം വിശ്വസിച്ചു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മളിതാ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ട്, ഈ റിലീജിയസ് ഡിബേറ്റ്സും ഫിയർ ഓഫ് പ്രിന്റും. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം നോക്കുക. അതായത് പീപ്പിൾ വെയർ ഇല്ലിറ്ററേറ്റ് സോ ദേ കുഡ് റീഡ് സ്പിരിച്വൽ റിലീജിയസ് ടെക്സ്റ്റ്. ഈ പറഞ്ഞ റിലീജിയസ് ടെക്സ്റ്റിനെ പറ്റി കാര്യങ്ങളെ പറ്റി ഒന്നും അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. പ്രിന്റ് കൾച്ചർ എന്ത് ചെയ്തു, ആളുകൾക്കിടയിൽ വായനാശീലം ഉണ്ടാക്കി. പ്രിന്റ് കൾച്ചർ എന്തുണ്ടാക്കി, ആളുകൾക്കിടയിൽ വായനാശീലം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് അതെന്ത് ചെയ്തു, ആളുകൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ്, ഇതല്ല ഇവിടെമാര് പറയുന്ന കാര്യം പോലെയല്ല ഇവിടെ നടക്കുന്നത്, ബുക്കിൽ അങ്ങനെയല്ല പറയുന്നത്, ബുക്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞ പല കാര്യങ്ങളും അങ്ങനെയല്ല ബുക്കിലുള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ദേ പബ്ലിഷ്ഡ് ആൻഡ് ഡിബേറ്റഡ് അബൌട്ട് ദർ പെർസെപ്ഷൻ ഓഫ് റിലീജിയസ് മാറ്റേഴ്സ് ആൻഡ് ദേ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദി ഓൾഡ് ഏജ് നോംസ്. ആളുകൾക്ക് വിവരം വെച്ചപ്പോൾ ആളുകൾ എന്ത് സംഭവിച്ചു, സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള പഴയ സംഭവത്തിനെ കംപ്ലീറ്റ്ലി എടുത്തു കളയണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്താൻ തുടങ്ങി. സാർ, എക്സാം വിന്നർ ഫ്രഞ്ച് ക്ലാസ് എടുക്കുമോ? എടുക്കില്ല. എക്സാം വിന്നറിന് ഫ്രഞ്ച് ഫാക്കൽറ്റീസ് ഇല്ല മക്കളെ. ടു ബി ഓണസ്റ്റ്, എക്സാം വിന്നറിന് ഫ്രഞ്ച് ഫാക്കൽറ്റീസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് ക്ലാസ് കിട്ടാൻ ഒരു വകുപ്പില്ലടാ. മലയാളം, ഹിന്ദിയും സാൻസ്ക്രിറ്റ്, അറബി, ഉറുദു ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ഫ്രഞ്ചിന് ആളില്ല. ഓക്കെ, റെഡി, സെറ്റാ. എനിക്ക് വേണമെങ്കിൽ പറയാം, ഓ പിന്നെ മക്കളെ ഫ്രഞ്ചിനല്ലേ, ഫ്രഞ്ചിന് വേണമെങ്കിൽ നമ്മളൊരാളെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്നെടുക്കും. എന്തിനാ? ഞാൻ ടു ബി ഓണസ്റ്റ് ഇല്ല, ഫ്രഞ്ചിന് ഇവിടെ ആളില്ല. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഫ്രഞ്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ വിടുക. എനിക്ക് ഇവിടെ നോക്കിയാൽ പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഓക്കെ പറയുമായിരിക്കും. ഓക്കെ, എനിവേ ദിസ് ലീഡ്സ് ദ ഫിയർ ഓഫ് പിൻഡർമായിട്ട്. ആളുകൾക്ക് വിവരം വെക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പേടിയിലേക്ക് നയിച്ചു. കാരണം ചോദ്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർക്കാണ് ഇവർ എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെന്തിലേക്ക് നയിച്ചു, ഫിയർ ഓഫ് പ്രിന്റിംഗ് മെറ്റീരിയൽസിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് മെനി തോട്ട്സ് ദാറ്റ് ദ സർക്കുലേഷൻ ഓഫ് ദീസ് മാറ്റേഴ്സ് വുഡ് ലോസ് ദെയർ വാല്യൂ ലീഡിങ് ടു റിബല്യസ് ആൻഡ് ഇറിലീജിയസ് ഐഡിയാസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള സർക്കുലേഷൻസ്, ഗോകുലെ വിഷമിക്കണ്ട, ഡ്യൂലിംഗോ ഉണ്ട്. ഞാൻ പറയുമ്പോഴത്തേക്ക് ഗീത പറയുന്നു ഡ്യൂലിംഗോ. ഞാൻ ഇവിടെ ഡ്യൂലിംഗോ പ്രൊമോട്ട് ചെയ്യാൻ ഇരിക്കുകയല്ല. ഹരിസാർ ജർമ്മൻ പഠിച്ചിട്ടുണ്ട് ഇച്ചിരി, സ്പാനിഷ് പഠിച്ചിട്ടുണ്ട് ഇച്ചിരി, ഫ്രഞ്ച് പഠിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല. ഓക്കെ, സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസും സ്പാനിഷും ഹരിസാറിന് കുറച്ച് അറിയാം. ബിക്കോസ് ഓഫ് ഡ്യൂലിംഗോ, ബിക്കോസ് ഓഫ് സിനിമകൾ, ബിക്കോസ് ഓഫ് യൂട്യൂബ് വീഡിയോസ് ഒക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് പഠിക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയണം മക്കളെ, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു വെച്ചോളൂ. അല്ലാതെ ഇവിടെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ അഭി പറയണ പോലെ നേനു കന്നഡ ಗೊತ್ತಿല്ല എന്ന് പറയുന്ന പോലെ കന്നഡ അറിയില്ല, കന്നഡ ഭാഷയൊന്നും പഠിക്കാതിരിക്കുക, ഇന്ത്യൻ ലാംഗ്വേജസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കമ്മ്യൂണിക്കേഷന് വേണ്ടി പഠിച്ചു വെക്കുക. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ടും ലൈഫിൽ ഉപകാരപ്പെടും. ഞാനാ പറയണത്. ഹരിസാർ അത് ആ ഒരു തോട്ടിൽ പഠിച്ചു. ഹരിസാറിന് ഇന്നല്ലെങ്കിൽ നാളെ അത് ഉപകാരപ്പെടുന്ന നല്ല ബോധമുണ്ട്. സ്പാനിഷ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ജർമ്മൻ ആയിക്കോട്ടെ, രണ്ടിലേതെങ്കിലും ഒരു സാധനം എനിക്ക് നല്ല ഉപകാരപ്പെടുന്നുള്ള ബോധത്തിലാണ് ഞാനത് പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കളോടും കൂടി ഞാനൊരു സജഷൻ തരികയാണ്, പഠിക്കാം. ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് പഠിച്ചു വെച്ചോളൂ, ഉറപ്പായിരിക്കും. ഓക്കെ, റെഡി, സെറ്റ്. അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഈ ഫിയർ ഓഫ് പ്രിന്റിയുടെ വന്നു. സ്വാഭാവികമായിട്ടും മെനി തോട്ട് ദാറ്റ് ദ സർക്കുലേഷൻ ഓഫ് ദീസ് മാറ്റേഴ്സ് വുഡ് ലോസ് ദെയർ വാല്യൂ ലീഡിങ് ടു റിബല്യസ് ആൻഡ് റിലീജിയസ് മാറ്റേഴ്സ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള മതത്തിനെതിരെ തിരിയോ അല്ലെങ്കിൽ മതത്തിൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ ആളുകൾ തിരിയോ എന്നൊരു പേടി ഇവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഫോർ ദീസ് റീസൺസ് മെനി വാണ്ടഡ് ടു റെസ്ട്രിക്ട് ദ പ്രിന്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരിലാണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് മാറ്റേഴ്സ് തടസ്സം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത്, ദാറ്റ് ഈസ് മാർട്ടിൻ ലൂതർ. ഓക്കെ, ആരാണ് ഈ പറഞ്ഞ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള റിഫോമറാണ്. ഒരു കാരണവശാലും മാർട്ടിൻ ലൂതർ കിങ് ചിന്തിക്കരുത്, അത് വേറെ ആളാണ്. മാർട്ടിൻ ലൂതർ ആണിത്. ഓക്കെ, റിലീജിയസ് റിഫോമറാണ്. ഇൻ 1517 ഹി റോട്ട് 95 തീസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 95 തീസീസോളം എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള
മാർട്ടിൻ ലൂതർ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എഗെയിൻസ്റ്റ് റോമൻ കാത്തലിക് ചർച്ചസ് പ്രാക്ടീസസ് ആൻഡ് റിച്വൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനെതിരെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്? ഈ പറഞ്ഞ റോമൻ കാത്തലിക് ചർച്ചസിനെതിരെയും ഈ പറഞ്ഞിട്ടുള്ള അവരുടെ വിശ്വാസങ്ങൾക്കെതിരെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത്. യെസ് സാർ ജർമ്മൻ ലാംഗ്വേജ് അറിയോ? യെസ് ഗുട്ടൻബർഗ് എൻഷുൽഡിഗാങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ജർമ്മൻ വാക്കുകളാണ്. നിങ്ങൾ ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ അറിയൂ കേട്ടോ. ഓക്കെ, റെഡി സെറ്റ്. അപ്പോൾ ഹിസ് ഐഡിയ സ്പ്രെഡ് ലൈക്ക് ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഈ മതത്തിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള തീസിസും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഫയർ പോലെ എത്തുകയാണ്. സോ ബട്ട് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാട്ടുതീ എന്ന് ഉദ്ദേശിക്കുന്ന കാട്ടുതീ ലിറ്ററൽ കാട്ടുതീ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തു? ഒരു ചെവിട്ടിൽ നിന്ന് വേറെ ചെവിട്ടിലേക്ക് ഇങ്ങനെ എത്താൻ തുടങ്ങി. ആളുകൾക്കിടയിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ തുടങ്ങി. ഏകദേശം 5000 കോപ്പീസ് ഒറ്റയടി വിറ്റുപോയി. ഒറ്റയടിക്കെന്ന് പറയുന്നത് ഒരു വീക്കിനുള്ളിലൊക്കെ വിറ്റുപോയി. ഒരാഴ്ചക്കുള്ളിൽ 5000 കോപ്പിയൊക്കെ ഈ പറഞ്ഞ 95 തീസിസും വിറ്റുപോയത്. അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആശയം എന്ത് ചെയ്തത്? സ്പ്രെഡായത്. ഈ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ആദ്യം എഴുതിയ ലാറ്റിൻ ഭാഷയിലേക്കാണ്, പിന്നീട് അത് ആദ്യം അദ്ദേഹത്തിന് എഴുതിയ റോമൻ ഭാഷയിലേക്കാണ്. ദെൻ ഈ പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു? ലാറ്റിൻ ഭാഷയിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. എനിവേ ആഫ്റ്റർ ദിസ് ദർ വാസ് എ സ്പ്ലിറ്റ് ഇൻ ദ ചർച്ച് ഇറ്റ് സെൽഫ് വിച്ച് ലെഡ് ടു ദ പ്രോട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടസ്റ്റന്റ് റിഫോർമേഷന് ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ഈ പറഞ്ഞ മാർട്ടിൻ ലൂതറിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തിനുള്ളിലാണ് ഈ പറഞ്ഞിട്ടുള്ള ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ സാർ ജർമ്മൻ ലാംഗ്വേജ് ലെറ്റർ ജി എന്ത് പറയുന്ന സ്കൂളിൽ ഫെയിലിയർ എന്ന് പറയുന്ന ചിന്തിക്കുക കാണാം. പറയൂ ഈശ്വര. അപ്പോൾ പ്രിന്റ് ആസ് ദി അൾട്ടിമേറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്രയും വലിയൊരു സംഭാവനയാണ്, അത്രയും വലിയൊരു ഗിഫ്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള ദ ഗ്രേറ്റസ്റ്റ് വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, പ്രിന്റ് വന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, അറിവില്ലാത്തവരായിരുന്നേനെ നമ്മളെല്ലാവരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ റെഡി സെറ്റാണ് റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അറിഞ്ഞു. സാർ തിസീസ് എന്താണ് സാർ? തിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പ്രബന്ധം എന്ന് പറയുന്ന സാധനം. അതായത് നിങ്ങൾ PhD വർക്ക് ചെയ്യുന്ന ആളുകൾ കണ്ടില്ല, PhD അതായത് 5 കൊല്ലമൊക്കെ PhD ഉണ്ടാക്കിയിട്ട് ഒരു വിഷയത്തിൽ റിസർച്ച് ചെയ്ത് അത് മാത്രം പഠിച്ച് അതിന് വേണ്ടി മാത്രമായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. അതിനാണ് പ്രബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞ തീസിസ് എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹരിസാറിൻ്റെ വിഷയമായിരുന്നു എക്കണോമിക് ക്രൈംസ് എന്നുള്ളത്. ഹരിസാറ് പഠിച്ച ഈ പറഞ്ഞ തീസിസ് ഉണ്ടാക്കിയപ്പോൾ എക്കണോമിക് ക്രൈംസ് എന്ന് പറഞ്ഞ വിഷയം മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിരുന്നുണ്ട്. വേറെ കുറേ കാര്യങ്ങളുണ്ട് അതുമായി റിലേറ്റഡ്, അതൊക്കെ ഉണ്ട്. എന്നാൽ പോലും എൻ്റെ കോർ തീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്കണോമിക് ക്രൈംസ് ആയിരുന്നു. ഈ എക്കണോമിക് ക്രൈംസിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് എവിടെ നിന്നൊക്കെ ഡാറ്റയും കാര്യങ്ങളും കിട്ടുന്നു ആ ഡേറ്റ മൊത്തം ഞാൻ കളക്ട് ചെയ്ത് NCERTൻ്റെ സൈറ്റിൽ പോവുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, അങ്ങനെ പല രീതിയിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് എൻ്റെ തീസിസ് ഞാൻ സബ്മിറ്റ് ചെയ്തു. എന്താ അതിനർത്ഥം? ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഞാനൊരു വലിയൊരു പ്രബന്ധം ഉണ്ടാക്കി. അതിനെയാണ് തീസിസ് എന്ന് പറയുക. ഇവിടെ എന്താ മാർട്ടിൻ ലൂതർ എന്ത് വിഷയത്തിനാണ് എഴുതിയത്? മാർട്ടിൻ ലൂതർ എഴുതിയത് റോമൻ കാത്തലിക് ചർച്ചിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അസമത്വങ്ങളെ പറ്റിയിട്ട്, ഈ പറഞ്ഞ വിഷമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഈ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് ആര് എഴുതിയിട്ടുള്ളത്? മാർട്ടിൻ ലൂതർ എഴുതിയിട്ടുള്ളത്. ഏകദേശം 95 തീസീസാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സാർ ആർക്കാ സബ്മിറ്റ് ചെയ്തത്? സാറിൻ്റെ സൂപ്പർവൈസർക്ക്, വേറെ ആർക്കാ? ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. മെനാക്കിയോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുണ്ട്. ആ മെനാക്കിയോ എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇറ്റലിയിലുള്ള സ്റ്റാർട്ടർ റീഡിങ് ബുക്സ് എന്ന് പറഞ്ഞു. ഇറ്റലിയിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ബുക്കും കാര്യങ്ങളും വായിക്കാൻ തുടങ്ങിയപ്പോൾ മെനാക്കിയോ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം അതത്ര നല്ലതായിരുന്നില്ല, അവിടെയുള്ള വിശ്വാസികൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റോമൻ കാത്തലിക് ചർച്ച എന്ത് ചെയ്തു? മെനാക്കിയനെ കൊന്നുകളഞ്ഞു. മെനാക്കിയൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ റെഡി. സാർ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണോ? ടൈറ്റിലാണ് ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ അല്ല. അവിടെ നിങ്ങളൊരു certain amount of fee പേ ചെയ്യണം. അത് നിർബന്ധമാണ്. അത് പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നിങ്ങൾ പ്രൈവറ്റ് ആണെങ്കിൽ പറയണ്ട, പബ്ലിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫീ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളത് ബാക്കിയൊക്കെ ഫ്രീ ആയിരിക്കും. certain നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെറിയ എമൗണ്ട് നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടാഗ് ലൈനാണ്. ഉണ്ട്, ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് പൈസ കൊടുക്കണമെന്നല്ല, ഒറ്റ പൈസ കൊടുക്കണമെന്നല്ല, കൊടുക്കണം. ഓക്കെ ജർമ്മനിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഹരിസാറിന് എപ്പോഴും പോകാൻ ആഗ്രഹമുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ പോലുള്ള സ്ഥലങ്ങളൊക്കെ. ഓക്കെ റെഡി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗോഡ്സ് ആൻഡ് ക്രിയേഷൻ വാസ് നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്.
സോ ആയിട്ട് അയാളെ കൊന്നു കളഞ്ഞു. 1558 ചർച്ച് ബിഗാൻ ടു മെയിൻറ്റെയിൻ പ്രൊഹിബിറ്റഡ് ബുക്സ് ഇൻഡെക്സ്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള പ്രൊഹിബിറ്റഡ് ബുക്സ് ഇൻഡെക്സ്, ഈ പറഞ്ഞ ബുക്കിൻ്റെ ഇൻഡെക്സ് ഏതൊക്കെയാണോ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങൾ, ആ പുസ്തകത്തിന് ഒരു ലിസ്റ്റ് ആരിറക്കിയിട്ടുണ്ടായി, ഈ പറഞ്ഞ ചർച്ച ഇറക്കിയിട്ടുണ്ടായി. അതിനനുസരിച്ചിട്ട് പ്രൊഹിബിറ്റഡ് ബുക്ക് ഇൻഡെക്സ് വരികയാണ്. ഇനി റീഡിംഗ് മാനിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. 18th and 19th century യൂറോപ്പ് ഇൻക്രീസസ് ഇൻ ദ ലിറ്ററസി റേറ്റ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിന്ന് സംഭവിച്ചു, ആളുകൾ നല്ലോണം വായിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ആളുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അറിവുണ്ടായി. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ലിറ്ററസി റേറ്റ് കൂടി, അറിവ് കൂടി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും റൈസ് ഇൻ ബുക്ക് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ബുക്ക് പബ്ലിക്കേഷൻ, അറിവ് കൂടി, ആളുകൾക്ക് വായനശീലം കൂടി. ഇപ്പോൾ ബുക്കിൻ്റെ പബ്ലിക്കേഷൻ കൂടാൻ തുടങ്ങി. മെനി കൾട്ടിവേറ്റഡ് ദ ഹാബിറ്റ് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ എന്ത് ചെയ്തു? വായനശീലം പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസഡ് ഫോർ ദ ന്യൂ ബുക്സ് എന്ന് പറയുന്നത്, പുതിയ ബുക്കുകളുടെ ഡിമാൻഡും കാര്യങ്ങളും കൂടുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള ടു സെൽ ദ ബുക്സ് ഓഫ് എവറി കോർണർ ഓഫ് യൂറോപ്പ് ദ ബുക്ക് സെല്ലേഴ്സ് ഹൈഡ് ചാപ്മാൻ. അതായത് ഒരുപാട് പുസ്തകങ്ങൾ വന്നപ്പോൾ ഈ പുസ്തകങ്ങൾ വിൽക്കാനുള്ള ഒരു പ്ലേസ്, ആളുകളില്ലാത്ത കണ്ടീഷന് വന്നു. അപ്പോൾ നമുക്കറിയാം പോസ്റ്റ്മാൻ ഉണ്ട് ഇവിടെ അല്ലേ, നമ്മളെ പോസ്റ്റ്മാൻ കത്തൊക്കെ തരുന്ന. അതേപോലെ അവരെന്ത് ചെയ്തു? ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാപ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കാറ്റഗറി അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ പാച്ചുവിന് പാകിസ്ഥാന് പോകാനാണോ താല്പര്യം? അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല കേട്ടോ. പാകിസ്ഥാൻ ഒരു രാജ്യമാണ്, പോകുന്നതിന് ഒരു പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ എനിക്ക് കുറേ കടമകൾ കടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പാകിസ്ഥാനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമകൾ കിടക്കണം. പാകിസ്ഥാനിൽ പോയി വന്നു കഴിഞ്ഞാൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പാകിസ്ഥാനാണ് പോകാൻ ആഗ്രഹമുള്ള സ്ഥലമെങ്കിൽ. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, അപ്പം ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ ഫ്രാൻസ് ബിബ്ലിയോത്തിക് ബ്ലൂ വേർ ചീപ്പ് ബുക്സ് പ്രിൻറ്റഡ് ഓൺ ലോ ക്വാളിറ്റി പേപ്പർ ബൗണ്ടഡ് ആണ് ബ്ലൂ കളർ. അതായത് ബ്ലൂ കളറിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാക്കിയത്. ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറയും. എന്താ ഇനി പറയാം? ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറയും. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു പുസ്തകമാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള ലോ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബുക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ പബ്ലിക്കേഷൻ ഹെൽപ്പ് ദ സയൻറ്റിസ്റ്റ് നോ അബൌട്ട് ദ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് അറൗണ്ട് യൂറോപ്പ്. യൂറോപ്പിൽ മൊത്തത്തിൽ എന്തൊക്കെയുണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ സാധ്യമാവും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്കിവിടെ എന്ത് ചെയ്യുന്നു? അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിലിം ഫെയർ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. സ്വാഭാവികമായിട്ടും ഈ അവാർഡുകളും കാര്യങ്ങളും കൊടുത്തു നമ്മളെങ്ങനെ അറിഞ്ഞത്? നമ്മളറിഞ്ഞത് ഈ വേൾഡിൽ ഒരു ഭാഗത്ത് ഓസ്കാർ നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് എമ്മി നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഗ്രാമി അവാർഡ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മൾ അറിയുന്നത് ടെലിവിഷൻസിൽ അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെയാണ്, ന്യൂസ് പേപ്പേഴ്സിലൂടെയോ ടി വികളിലൂടെയോ ഒക്കെയാണ് നമ്മൾ അറിയുന്നത്. ഇൻസ്റ്റഗ്രാം ഫോണിലൂടെയൊക്കെയാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു സ്ഥലത്ത് നടക്കുന്ന എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങളെ പറ്റി അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് അവർ പബ്ലിക്കേഷൻസ് നടത്തി. ഈ പബ്ലിക്കേഷൻസിൽ ട്രാവൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് പബ്ലിക്കേഷൻസ് എത്തും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള കാര്യം മറ്റൊരു സ്ഥലത്തേക്ക് അറിയാൻ പറ്റും. അതാണ് ഇവിടെ ഈ പറഞ്ഞ ഓൺ ഗോയിങ് പ്രൊജക്ട്സിനെ പറ്റി യൂറോപ്പിൽ അറിവുണ്ടാകും എന്ന് പറയാൻ കാരണം. ഓക്കെ, റെഡി, സെറ്റാണ്. നാസ ഒരു ഉപഗ്രഹം പറത്തിവിട്ടു. എങ്ങനെ നമ്മൾ അറിയാം? നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലൂടെ അറിയും അല്ലേ. സിമ്പിൾ. ഇനി ഐഡിയാസ് ഓഫ് തോമസ് പെയിൻ, വോൾട്ടെയർ, ജീൻ ജാക്യസ് റൂസോ ഹാഡ് എ ഇമ്പാക്റ്റ് ഓൺ റീഡേഴ്സ് മൈൻഡ്. നമ്മൾ കണ്ടു ഫ്രഞ്ച് വിപ്ലവത്തിന് സമയത്ത് വോൾട്ടെയർ, റൂസോ, മൊണ്ടസ്ക്യോ പോലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ തോമസ് പെയിനും വോൾട്ടെയറും ജീൻ ജാക്യസ് റൂസോ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് എഴുത്തുകാർ ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള എഴുത്തിലൂടെ അവരെന്ത് ചെയ്തു? ഫ്രഞ്ച് റവല്യൂഷനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇമ്പാക്റ്റ് ഓൺ റീഡേഴ്സ്, അതായത് വായിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കയറാൻ പാകത്തിനുള്ള എഴുത്തിൻ്റെ ശൈലി ആർക്കുണ്ടായിരുന്നു? ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഇനി ട്രംബിൾ ദെയർ ഫോർ ടയറൻസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലൂയി സെബാസ്റ്റ്യൻ മേഴ്സിയർ. ഇവിടെയാണ് നേരത്തെ ഒരാൾ എന്നോട് മേഴ്സിയർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ലൂയി സെബാസ്റ്റ്യൻ മേഴ്സിയർ ആണ് ട്രംബിൾ ദെയർ ഫോർ ടയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹി ആൻഡ് മെനി ബിലീവ് ദാറ്റ് പ്രിന്റ് കുഡ് എൻലൈറ്റൻ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഓട്ടോക്രാറ്റിക് റൂൾ ആൻഡ് ഇൻജസ്റ്റിസ്. അതായത് ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയും ഇത്തരത്തിലുള്ള കുറേ ഇനീക്വാലിറ്റീസിനെതിരെയും എന്ത് സംഭവിക്കാം? നമുക്ക് പോരാടാം, ആളുകൾ വിദ്യാഭ്യാസ സമ്പന്നരാണെങ്കിൽ, വിദ്യാസമ്പന്നരായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പരിപാടി. സ്വാഭാവികമായിട്ട് മെനി വേ ഇൻസ്പയർഡ് ആൻഡ് ഫോളോ ദ ബുക്സ് ഓഫ് ദിസ് ലീഡേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇൻസ്പയർ ആയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അറിയാം. ഓക്കെ, ആഫ്രിക്കയിൽ പോവാൻ എന്ത് ചെയ്യണം? അവരുടെ മുട്ട കഴിക്കാൻ. മഞ്ഞേ, ഇവിടെ നീ മുട്ടനെ പറ്റി പറഞ്ഞു, നാളെ നീ പേപ്പറിൽ മുട്ടയിടാണ്ട് നോക്ക്. ഞാനത്
കോമഡി ആയിട്ട് എടുത്തു കേട്ടോ. എന്തായാലും അത് എന്നെ കോമഡി ആക്കിയത് എനിക്കറിയാം. എന്നാലും എന്നെ കോമഡി ആക്കിയതാണേലും രസമുണ്ട് വായിക്കാൻ. ആഫ്രിക്ക പോകണം അല്ലേ? ആഫ്രിക്ക പോകാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? ആഫ്രിക്ക പോകാൻ ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു വിമാനത്തിൽ കയറണം. വിമാനത്തിൽ കയറിയിട്ട് ആഫ്രിക്കയിൽ എത്തണം. ആഫ്രിക്കയിൽ റുഗാണ്ട, ടാൻസാനിയ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ട്രൈബലുമായിട്ട് കണക്ട് ചെയ്യണം. ആ ട്രൈബലുമായിട്ട് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടണം. ആ ട്രൈബ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മുട്ട പെറുക്കാൻ പോകുന്നുണ്ടാവുക. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക, എനിക്ക് മുട്ട കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? നിന്നെ കൊണ്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മുട്ട എടുക്കും. മുട്ട എടുത്തിട്ട് നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ എന്ത് ചെയ്യാം? സീരിയസ് ആയിട്ട് പറയാം കേട്ടോ, തമാശ പറയല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. ഇങ്ങനെയാണ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ട്രൈബിലെടുത്ത് പോകും. സ്വാഭാവികമായിട്ടും അവർ നിനക്ക് ആ പാചകം ചെയ്തു അവരുടെ ട്രഡീഷണൽ ശൈലിയിൽ അവരുടെ മസാലകൾ വെച്ചിട്ട് ആ മുട്ട എന്ത് ചെയ്യും? ഓംലേറ്റ് ആക്കി തരും. ഓക്കെ, റെഡിയാണല്ലോ? അതൊക്കെ അത്രേ ഉള്ളൂ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ തമാശയല്ല. ഹരിസാറിൻ്റെ ആഗ്രഹമാണ് ടാൻസാനിയ പോകണം എന്നുള്ളത്. അതുപോലെ തന്നെ ഹരിസാറിൻ്റെ ആഗ്രഹമാണ് കെനിയയിൽ പോകണം എന്നുള്ളത്. കെനിയയിലൊരു ഒരു പാർക്കുണ്ട്, ഒരു നാഷണൽ പാർക്കുണ്ട്. അവിടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. മസായിമാരാ നിങ്ങൾ കേട്ടിരുന്നു എനിക്കറിയില്ല. മസായിമാരെ പോകണമെന്നാണ് എൻ്റെ ലൈഫ് ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സാധനമാണ് മസായിമാരെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. കെനിയയിലാണത്. ഓക്കെ, ആഫ്രിക്കയിൽ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, താങ്കൾക്ക് മാത്രമല്ല എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ട്രംബിൾ ദെയർ ഫോർ ടയറൻസ് എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ വായനശൈലിയുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള ഇനീക്വാലിറ്റീസിനെതിരെ പോരാടണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സെറ്റാണ്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ട്രംബിൾ ദെയർ ഫോർ ടയറൻസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റ് കൾച്ചറും ഫ്രഞ്ച് റവല്യൂഷനും എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്. എന്താണ് 3 ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഈ 3 ആർഗ്യുമെന്റ്സിൽ ഒന്നെന്ന് പറയുന്ന റെവല്യൂഷണറി ഐഡിയാസ് വെർ സ്പ്രെഡ് ത്രൂ പ്രിന്റഡ് മെറ്റീരിയൽസ് ലൈക്ക് ദ ഐഡിയാസ് ഓഫ് വോൾട്ടയർ, റൂസോ എറ്റ്സെട്ര എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ റെവല്യൂഷണറി ഐഡിയാസ് ഓഫ് ആളുകൾ പ്രിന്റഡ് മെറ്റീരിയൽസിലൂടെ ഐഡിയാസ് ഓഫ് വോൾട്ടയർ, റൂസോ പോലുള്ളതൊക്കെ സ്റ്റാർട്ടഡ് തിങ്കിങ്, ക്വസ്റ്റ്യനിങ് എക്സിസ്റ്റിംഗ് സിസ്റ്റം. അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരു റെവല്യൂഷണറി ഐഡിയാസ് കൊടുക്കാൻ ഇതിനെ കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രിന്റിംഗ് മെറ്റീരിയൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, ആളുകൾ എന്ത് ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മെനി പീപ്പിൾ റെഡ് ന്യൂ ഐഡിയാസ്, സം ഓഫ് ദം എഗ്രി വിത്ത് ദ ന്യൂ തോട്ട്സ്, സം ഓഫ് ദം ഡു നോട്ട് എഗ്രി വിത്ത് ദാറ്റ്. എല്ലാവരും സമ്മതിച്ചോ? ഇല്ല, എല്ലാവരും സമ്മതിച്ചില്ല. കുറച്ച് പേര് പഴയ കാര്യത്തിലേക്ക് പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആളുകൾക്ക് പഴയ കാലത്തേക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിബേറ്റ് എന്ത് ചെയ്തു? ഓർഗനൈസ് ചെയ്തു പാത്ത് ടു സോഷ്യൽ റെവല്യൂഷൻ ഇൻ യൂറോപ്പ്. അങ്ങനെ പതുക്കെ അതെന്തിലേക്ക് നയിച്ചു എന്ന് അറിയാം? സോഷ്യൽ റെവല്യൂഷൻസ്, സാമൂഹ്യപരമായിട്ടുള്ള വിപ്ലവത്തിലേക്ക് അത് പതുക്കെ ഉണ്ടായി വന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. ഓക്കെ, റെഡി. ഒറ്റ സെക്കൻഡേ, കണ്ടിന്യൂസ്ലി ഒരാൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ കണ്ണടച്ച് വിട്ടു, എന്നാലും സഹിക്കണില്ല. ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ചില വാക്കുകൾ കാണുമ്പോൾ സാറിന് പറ്റണില്ല. അതുകൊണ്ട് ഒഴിവാക്കി വിട്ടിന് കേട്ടോ. കുറച്ചേരം കഴിഞ്ഞിട്ട് വരൂ, കുറച്ചേരം കഴിഞ്ഞിട്ട് വാട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് കാർട്ടൂൺസ് ആൻഡ് കാരിക്കേച്ചേഴ്സ്. എന്താ പറയുന്നത്? കാർട്ടൂണിലൂടെയും കാരിക്കേച്ചേഴ്സിലൂടെയും ഫൺ ഓഫ് മൊണാർക്കി ആൻഡ് അരിസ്റ്റോക്രസി ലേറ്റർ ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് ഹേറ്റ്രഡ് ടുവേഴ്സ് ദം. എന്താ പറയുന്നത്? ഈ പറഞ്ഞ അരിസ്റ്റോക്രസിയും കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ മൊണാർക്കിയും കാര്യങ്ങളൊക്കെ കാർട്ടൂണിലൂടെയും കാരിക്കേച്ചറിലൂടെയും അവരെന്ത് ചെയ്തു? അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദേഷ്യം അവർ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചിന്തിക്കുക. ഇനി ദി പീപ്പിൾ വർ നോട്ട് ഇൻഫ്ലുവൻസ് ഡയറക്ട്ലി ബൈ എവറിത്തിങ്. എല്ലാ ആളുകളും ഈ പറഞ്ഞ സാധനം കൊണ്ട് ഇൻഫ്ലുവൻസ് ആയോ? ഇല്ല. എന്താ? അവർ ബാക്കിയുള്ള കുറേ ഘടകങ്ങളും കൂടെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റഡ് സം ഐഡിയാസ്, റിജക്റ്റഡ് സം ഐഡിയാസ് ടു. ഓക്കെ, ഈ പറഞ്ഞ വോൾട്ടയറിൻ്റെയും മൊണ്ടസ്ക്യൂവിൻ്റെ ഐഡിയാസ് കുറച്ച് പേരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, കുറച്ച് പേര് ഇൻസ്പയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ചെയ്തോ? ഇല്ല. അവർ പറഞ്ഞു ഇല്ല, എല്ലാം ഒന്നും ഞങ്ങൾ ഇപ്പം അങ്ങനെ തന്നെ ആവണം നിങ്ങളുടെ ലൈഫിലും കേട്ടോ. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ എന്ത് കേട്ടാലും ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. എന്ത് കേട്ടാലും അല്ല, ആരും, ഇപ്പോൾ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു വസ്തുത ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കണ്ണു മുന്നിൽ നിങ്ങൾ കാണുന്നതോ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളോ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. വെള്ളം കുടിക്കണ പോലെ കുടിക്കാതിരിക്കുക. ദർ ഈസ് സംതിങ് റോങ് ഇൻ ഇറ്റ് എന്നൊരു സാധനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിടുക എപ്പോഴും. ഓക്കെ, ബിക്കോസ് ലോകം അങ്ങനെയാണ്, ഇന്നത്തെ ലോകം അങ്ങനെയാണ്. സോ ആരെന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും, ആരെന്ത് നിങ്ങളോട് നല്ല കാര്യം ചെയ്താലും, ആരെന്ത് നിങ്ങളോട് മോശം കാര്യം ചെയ്താലും ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. കണ്ണടച്ച് വിശ്വസിക്കണം. ഒരു കാര്യം, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു സാധനം നിങ്ങളുടെ ഉള്ളിൽ അടിക്കും. ഓക്കെ, അതേപോലെ തന്നെ സാധനം, അതായത് ഈ പറഞ്ഞിട്ടുള്ള വോൾട്ടയറിൻ്റെയും മൊണ്ടസ്ക്യൂവിൻ്റെയും റൂസോൻ്റെ ആശയങ്ങളൊന്നും എല്ലാം ഒന്നും ആരും വിശ്വസിച്ചില്ല. കുറച്ചവർ റിജക്റ്റ് ചെയ്തു. അങ്ങനെ അവർ പറയുന്നത് മൊത്തം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചു.
ഓക്കെ, ഇതേ കാര്യം നമ്മുടെ ലൈഫിലും ആപ്ലിക്കബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇൻറ്റർപ്രിറ്റഡ് തിങ്സ് ഇൻ ദെയർ വേ. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞു നോക്കണ്ട. ഓക്കെ, റെഡി. അപ്പോൾ പ്രിന്റ് ഡിഡിൻ ഡയറക്ട്ലി ഷേപ്പ് ദെയർ മൈൻഡ്സ് ബട്ട് ഓപ്പൺ ദ പോസിബിലിറ്റി ഓഫ് തിങ്കിങ് ഡിഫറൻഷ്യലി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള വേറൊരു രീതിയിൽ പ്രിന്റ് ആക്ച്വലി അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ലിറ്ററസി അഥവാ അറിവ് കൊടുത്തു. ആ അറിവ് അവർക്ക് എന്ത് ചെയ്തു, റാഷണലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധം കൊടുത്തു. റാഷണലായിട്ട് ചിന്തിക്കാനുള്ള ബോധം കൊടുത്തു, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധം കൊടുത്തു നന്ദുവെ. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ 19th century വിമൻ ചിൽഡ്രൻ വർക്കേഴ്സ് എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ള മനസ്സിലാക്കണം. ചിൽഡ്രൻ എന്ന് പറയുന്നത് ബുക്സ് ഫോർ ചിൽഡ്രൻ ബിക്കെയിം പോപ്പുലർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകം എന്ന് പറയുന്നത് പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയി. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആക്കി, എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക എന്നുള്ള സംഭവം എത്തി. സ്റ്റോറീസ് ആൻഡ് ഫോക്ലോർ റീ റിട്ടൺ സ്യൂട്ടഡ് ടു ചിൽഡ്രൻസ് മൈൻഡ്സ്, അതായത് കുട്ടികളുടെ മനസ്സിന് ഉപയോഗപ്രദമാവുന്ന വിധം സ്റ്റോറിയും കഥകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. സാർ എപ്പോഴാ 7ാം ക്ലാസ്സിൽ വരിക, അനിയത്തി വെയിറ്റിംഗ്. അയ്യോ, ഇന്ന് 7ാം ക്ലാസ്സിൽ USSൻ്റെ ലൈവ് ഉണ്ടല്ലേ, ഹരിസാറിന് വരാൻ പറ്റില്ല കേട്ടോ, ഹരിസാർ ഉണ്ടാവില്ല ഇന്ന് ഈ ലൈവ് ഉള്ളതുകൊണ്ട്. ഹരിസാറിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം അദ്രി സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അദ്രി സാറായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് താങ്ക് യു മക്കളെ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നില്ലേ സാർ 7ാം ക്ലാസ്സിൽ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ. ഐ ആം ബിയോണ്ട് മൈ വേർഡ്സ്, ഐ ആം ബിയോണ്ട് മൈ ഇമാജിനേഷൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആളോട് പറഞ്ഞോളൂ, അനിയത്തിയോട് പറഞ്ഞോളൂ, ഹരിസാറിന് ഇന്ന് വരാൻ പറ്റുന്നുണ്ടാവില്ല ഈ ലൈവുള്ളതുകൊണ്ട്. ഹരിസാറിൻ്റെ സോഷ്യൽ അവിടെ അദ്രി സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. റൈറ്റ്. അപ്പോൾ ചിൽഡ്രൻ എന്താ ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് പ്രൈമറി ബിക്കെയിം കമ്പൽസറി എന്ന് പറഞ്ഞാൽ പ്രൈമറി ഈ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം കമ്പൽസറി ആക്കി കൊടുത്തു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, റെഡി റെഡി, സെറ്റാണ്. താങ്ക് യുടാ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രിം ബ്രദേഴ്സ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സാർ എങ്ങനെയാണ് കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ അതിനെ മാറ്റുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കുട്ടികൾ വായിക്കുമ്പോൾ രസകരമായിട്ട് വായിക്കണം അല്ലേ. ഇപ്പം നിങ്ങൾ കഥ വായിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ചെറിയ മക്കൾ, അനിയത്തിമാരോ അല്ലെങ്കിൽ അനിയന്മാരൊക്കെ വായിക്കുക 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അവർ വായിക്കും കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമുക്കറിയാം കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ആ സെൻസിലാണ് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സെൻസിൽ ഇപ്പോൾ ഹരിസാറിന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം ദ 19th century ഓഫ് എ വുമൺ, ചിൽഡ്രൻ ആൻഡ് വർക്കേഴ്സ്, ഇങ്ങനെയൊക്കെ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല. കാരണം നിങ്ങൾ ആ ലെവൽ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ മെച്യൂരിറ്റി ലെവൽ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മോളോട് ഞാൻ പറയാണ് ആ ജിം വർക്കേഴ്സ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്, ചിൽഡ്രൻ എന്ന് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എന്താക്കും, കുറച്ചും കൂടെ സ്വീറ്റ് ആക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ ചിൽഡ്രന് വേണ്ടിയുള്ള കഥകളും കവിതകളൊക്കെ എന്താക്കി മാറ്റും, ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, ഇവർക്ക് കണ്ണിനെ ഓക്കെയാവുന്ന രീതിയിൽ, ഇവർക്ക് ഇവരുടെ മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ ആയിരിക്കും എഴുതാനുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഗ്രിം ബ്രദേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഗ്രിം ബ്രദേഴ്സ് തെറ്റി ജിം ബ്രോ. യെസ്, ഓക്കെ, റെഡി, ഫൈൻ. പബ്ലിഷ്ഡ് എ ബുക്ക് ഇൻ 1812. ഇപ്പോഴാണ് 1812 ഈ ഒരു ഗ്രിം ബ്രദേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി സ്ത്രീകളുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേ ഓൾസോ ബിക്കം റീഡേഴ്സ്. അവരും എന്ത് തന്നെയാണ്, വായനാശീലമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. ബുക്സ് ഫോർ ഹൗസ് കീപ്പിംഗ് ആൻഡ് എറ്റിക്വേറ്റ് വെർ പബ്ലിഷ്ഡ്. ഈ പറഞ്ഞുള്ള ഹൗസ് കീപ്പിങ്ങിനായിക്കോട്ടെ എറ്റിക്വേറ്റിനായിക്കോട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവർ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ ബിക്കെയിം റൈറ്റേഴ്സ് ദംസെൽവ്സ്, ജെയിൻ ഓസ്റ്റിൻ, ദ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് പ്രോമിനന്റ് അമംഗ് ദം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിൻ ഓസ്റ്റിനും ഉണ്ട്, ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ജെയിൻ ഓസ്റ്റിനും ഉണ്ട്, ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട എഴുത്തുകാരെന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേ പോർട്രേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ലൈക്ക് പേഴ്സൺ ഹു ഹാഡ് എൻ ഒപ്പീനിയൻ ഓഫ് ഹെർ ഓൺ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവനവന് സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ഒരാളെ ഇവരെന്ത് ചെയ്തു, ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. എ സ്ട്രോങ് വിൽ ആൻഡ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി. ആരെ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള, അത് നല്ല രീതിക്കും ആവാം മോശം രീതിക്കും ആവാം കേട്ടോ. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോർട്രേ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ഇനി വർക്കേഴ്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ദേ ബിക്കെയിം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ആൻഡ് ലേണിംഗ് നോളജ്. വർക്കേഴ്സ് എന്ത് ചെയ്തു, അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. ദേ ഡിപ്പെൻഡ് ഓൺ കോമൺ ലൈബ്രറീസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഇവരെന്താണ് കോമൺ ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പൊതുവായിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ലൈബ്രറിയിൽ ചെല്ലുക, ബുക്ക് എടുക്കുക, വായിക്കുക, ആ വായിച്ച കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ് അവർ നോക്കുന്നത്. സാർ ജിമ്മാണോ? യെസ്, കുടവയർ ചാടി വരുന്നുണ്ട്, പക്ഷേ ജിമ്മാണ്. ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, ഇപ്പം ഇല്ല കേട്ടോ. പക്ഷെ എന്ന് കരുതിയിട്ട് ഫിറ്റല്ല, ഫിറ്റാണ്, നല്ല ഫിറ്റാണ്, അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങളും വർക്കൗട്ടൊക്കെ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക.
നല്ല ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമൺ ലൈബ്രറീസിൻ്റെ കോമൺ ആയിട്ടുള്ള ലൈബ്രറീസ് ബുക്ക് എടുക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, അറിവുണ്ടാക്കുന്നു, ഇതാക്കുന്നു, സെറ്റാണ്. അപ്പോൾ ദേ ഫൗണ്ട് ഹാപ്പിനെസ് ആൻഡ് എക്സ്പ്രസിങ് ദെയർ തോട്ട്സ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അവർ എക്സ്പ്രസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യ ആൻഡ് വേൾഡ് ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗമാണ് ഈ ചാപ്റ്ററിൻ്റെ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ചാപ്റ്ററും കൂടി ഉണ്ട് കേട്ടോ. അത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് സാർ തീർക്കുന്നതായിരിക്കും. എനിവേ, ഇന്ത്യ ആൻഡ് വേൾഡ് പ്രിന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനുസ്ക്രിപ്റ്റ്സ് ബിഫോർ ദ ഏജ് ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രിന്റിന് മുന്നേ എന്തായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും അത് മനുസ്ക്രിപ്റ്റ്സ് ആണ്. മനുവിൻ്റെ സ്ക്രിപ്റ്റ്സ് അല്ല, മനുസ്ക്രിപ്റ്റ്സ് ആണ്. സോ ബട്ട് ഈ മനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിസർവിങ് ഇൻഫർമേഷൻ ത്രൂ മനുസ്ക്രിപ്റ്റ്സ് ആൻഷ്യൻ പ്രാക്ടീസ്. കാലങ്ങളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. താളിയോല എന്നൊക്കെ നിങ്ങൾ കേട്ടിനാം. താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പഴയ കുറേ മന്ത്രങ്ങളും കുറേ ആയുർവേദ വിധികളും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും അല്ലെങ്കിൽ നമ്മളെ കേൾക്കാത്ത കാണാത്ത ജീവികൾ, ജന്തുക്കൾ, പറഞ്ഞ സസ്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ വിവരങ്ങൾ പണ്ടുള്ള ആരൊക്കെയോ കഴിവുള്ള ആരൊക്കെയോ എഴുതി വെച്ചിട്ടുള്ളതാണ് മനുസ്ക്രിപ്റ്റ്സ് അഥവാ താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ അത് ആൻഷ്യൻ പ്രാക്ടീസിൽ അവരെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാൻസ്ക്രിറ്റിൽ, അറബിക്കിൽ, പേർഷ്യൻ, സം ലോക്കൽ ലാംഗ്വേജിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് സാൻസ്ക്രിറ്റ് ഭാഷയിലെ കാണുക, സംസ്കൃത ഭാഷയിൽ നമ്മളിതൊക്കെ കാണുക, മനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ പറഞ്ഞ അറബികൾ വന്നപ്പോൾ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, പേർഷ്യൻ ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, സം ലോക്കൽ ലാംഗ്വേജസിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നു. ഓക്കെ, അത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന പറയുന്നത് റിട്ടൺ ഓൺ പാം ലീവ്സ് എന്ന് പറഞ്ഞാൽ പാം ലീവ്സിലേക്കാണ് ചില മനുസ്ക്രിപ്റ്റ്സ് എഴുതി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്രത്തോളം അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടെന്നുള്ളത്. എപ്പോൾ വേണമെങ്കിൽ നശിച്ചു പോകാം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൺ എനി അതർ കൈൻഡ് ഓഫ് ഫോംസ്, ഈ പറഞ്ഞ പാം ഫോംസ് ആയിക്കോട്ടെ, പറഞ്ഞ പാം ലീവ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോംസിലായിക്കോട്ടെ മനുസ്ക്രിപ്റ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി വളരെ കുറവായിരിക്കും. ചാലഞ്ച് ടു കീപ്പ് എന്നാണ്, സേഫ് ആയിട്ട് വെരി ഫ്രജൽ ആയിട്ടുള്ള സാധനമാണ്. ഫ്രജൽ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിൽ തൊട്ട പൊടിഞ്ഞു പോകുന്ന പരിപാടി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ കാണും. ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ ഗോവേ ബൈ പോർച്ചുഗീസ് മിഷണറീസ്. എന്താ പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഗോവയിലാണ് ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഉണ്ടാകുന്നത്. പോർച്ചുഗീസുകാരാണ് അത് കൊണ്ടുവരുന്നത്. ഇനി 1579 ഫസ്റ്റ് തമിഴ് ബുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, 1579 ആദ്യത്തെ തമിഴ് ബുക്ക് ഉണ്ടായി വരികയാണ്. 1710 ഫസ്റ്റ് മലയാളം ബുക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, 1710 ഫസ്റ്റ് മലയാളം ബുക്ക്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എഡിറ്റഡ് ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കണം, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പർ എഡിറ്റ് ചെയ്ത് തുടങ്ങിയ സമയമാണ്. അത് കഥയായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ട്രേഡ് ആൻഡ് അലൈഡ് മാറ്റേഴ്സ് ഓഫ് സ്ലേവറി ഇൻ ഇന്ത്യ. ഈ പറഞ്ഞിട്ടുള്ള അന്ന് ഇന്ത്യയിൽ നിലനിന്നുണ്ടായിരുന്ന സ്ലേവറിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻഫർമേഷനെ പറ്റിയൊക്കെ നമുക്കിതിൽ കാണാം. ഓക്കെ, സർ റോണി കോൾമാൻ ഹരി. അമ്മേ, റോണി കോൾമാനോ? അയാളെവിടെ, ഞാനിവിടെ. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് പബ്ലിഷ്ഡ് ഗോസിപ്പ്. ഈ ബുക്കിൽ ഗോസിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. സോ ആയിട്ട് കമ്പനീസ് ഒഫീഷ്യൽ ദെൻ ഗവർണർ വാറൻ ഹേസ്റ്റിംഗ് ഹരാസ്റ്റ് ഹിക്കി ഓൺ ദിസ് മാറ്റർ. ഈ പറഞ്ഞിട്ടുള്ള ഹിക്കി ഓൺ ദിസ് മാറ്റർ, അതായത് എന്താ പറയുക, എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗോസിപ്പും കാര്യങ്ങളെന്നൊക്കെ അഗസ്റ്റസ് ഹിക്കിനോട് ചോദിച്ചപ്പോൾ ഹിക്കിക്ക് പറയാൻ പറ്റണ്ടേ. അവസാനം ഹിക്കിനെ എന്ത് ചെയ്തു, പുറത്താക്കി വാറൻ ഹേസ്റ്റിങ്സ്. അങ്ങനെ ആഫ്റ്റർ ദിസ് കമ്പനി പെർമിറ്റഡ് ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് അണ്ടർ ദ കൺട്രോൾ. അങ്ങനെ ശേഷം പ്രിന്റ് ചെയ്യാനുള്ള അധികാരം ആരുടെ കീഴിലായി, ഈ പറഞ്ഞിട്ടുള്ള നേരിട്ട് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് കൊണ്ടുവന്നു പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻസ് ഓൾസോ പബ്ലിഷ് സം ന്യൂസ് പേപ്പേഴ്സ് ലൈക്ക് ബംഗാൾ ഗസറ്റ് ബൈ ഗംഗാധർ ഭട്ടാചാര്യ, ക്ലോസ് അലൈ ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിനെ പോലുള്ള ആളുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഗംഗാധർ ഭട്ടാചാര്യനെ പോലുള്ള ആളുകളൊക്കെയാണ് ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഫോംസ് ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വേരിയഡ് ഫോംസ് ഉണ്ട്. ഈ പറഞ്ഞ റീഡേഴ്സ് ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും കാണാൻ പറ്റുക. ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഡിമാൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് റൈറ്റിംഗ് സ്റ്റൈൽസ് കാണാൻ പറ്റും നമുക്ക്. നോവൽ, പോപ്പുലർ നോവൽ കണക്റ്റഡ് ടു ദ ലൈഫ് ഓഫ് എൻ ഓർഡിനറി പേഴ്സൺ. ഓക്കെ, സാധാരണക്കാരൻ്റെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ നോവൽസ് നമുക്ക് കാണാൻ പറ്റും. വിഷ്വൽ പ്രിൻറ്റിങ്, പോപ്പുലറായിട്ട് കലണ്ടർ ആയിക്കോട്ടെ, പിക്ചർ ഓഫ് ഗോഡുകളായിട്ട് ഇന്ന് നമുക്ക് കാണാം അല്ലേ. ഈ പറഞ്ഞ ദൈവങ്ങളുടെ പിക്ചറായിട്ട് കാണാൻ പറ്റും വിഷ്വൽ പ്രിൻറ്റിങ്ങിൻ്റെ കേസിൽ. ദെൻ ദ വ്യൂസ് ഓഫ് ദ പബ്ലിക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ടു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫീച്ചർ. അപ്പം ഇത് വന്നപ്പോൾ തൊട്ട് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ബെറ്റർ വ്യൂസ് വരികയാണ്, ഭാവിനെ കുറിച്ചുള്ള ഒരു ബെറ്റർ വ്യൂസ് വരികയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ആയിട്ട് കാരിക്കേച്ചേഴ്സ് ആൻഡ് കാർട്ടൂൺ സ്ട്രോങ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാരിക്കേച്ചേഴ്സും കാർട്ടൂൺസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായി വന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി എന്താണ് സ്ത്രീകളും പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രിൻ്റ് കൾച്ചർ. ഇത് എക്സാമിന് ചോദിച്ചാൽ കേട്ടോ, കഴിഞ്ഞ കൊല്ലം പഠിച്ചു വെക്കുക. ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രിന്റ് കൾച്ചർ, ഓപ്പണിംഗ് ഓഫ് വിമൺ സ്കൂൾ, അതായത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുക. ഗേൾസ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഗേൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മെനി വിമൻ ഹാവ് ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ഡെസ്പൈറ്റ് സച്ച് സ്ട്രോങ് ഡിസഗ്രിമെൻറ്റ് ഫ്രം ദെയർ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മതത്തിൽ നിന്ന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ട് വരും. ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ട് രാജ് സുന്ദരി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അമർ
ജിബാൻ എന്ന് പറഞ്ഞുള്ള സംഭവം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രാജ് സുന്ദരി ദേവിയുടെ ഓട്ടോബയോഗ്രഫിയാണ് അമർ ജിബാൻ 1876 എപ്പോഴാണ് 1876 കാണാൻ പറ്റുന്നത്. കൈലാഷ് ഭാഷിണി ദേവി റോട്ട് അബൌട്ട് വുമൺസ് എക്സ്പീരിയൻസ് ഇൻ ഹൗസസ്. പറഞ്ഞ കൈലാഷ് ഭാഷിണി ദേവി എന്താ ചെയ്തിട്ടുള്ളത്? സ്ത്രീകളുടെ ഈ പറഞ്ഞ വീടുകളിലുള്ള എക്സ്പീരിയൻസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ താരാബായി ഷിൻഡെ ആൻഡ് പണ്ഡിത രമാബായി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ താരാബായി ഷിൻഡെ ആയിക്കോട്ടെ പണ്ഡിത രമാബായി ആയിക്കോട്ടെ റോഡ് മിസറബിൾ ലൈഫ് ഓഫ് അപ്പർ കാസ്റ്റ് ഓഫ് ഹിന്ദു വുമൺസ്. ഈ പറഞ്ഞുള്ള ഹിന്ദു വുമൺസിൻ്റെ അപ്പർ കാസ്റ്റിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള താരാബായി ഷിൻഡെയും പണ്ഡിത രമാബായൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ഡിത രമാബായാണ് ആദ്യത്തെ സാൻസ്ക്രിറ്റ് സ്കോളറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പിലെ കാര്യം വരികയാണെങ്കിൽ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫിയർഡ് ലൂസിങ് ഇറ്റ്സ് മോണോപോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പേടിച്ചു. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞുള്ള ക്രിറ്റിസിസം അവരുടെ ബ്രിട്ടീഷ് അധികാര കേന്ദ്രങ്ങളിൽ വരെ എത്തി. ടുക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ദ പ്രസ്. ഈ പറഞ്ഞ പ്രസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവരുടെ കൺട്രോളിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ കൽക്കട്ട സുപ്രീം കോടതി പാസ്ഡ് എ ലോ ടു കൺട്രോൾ ഫ്രീഡം ടു ദ പ്രസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള പ്രസ്സിനെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ കൽക്കട്ട സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1835 1835 പ്രസ് ലോസ് റിവൈസ്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതിനുശേഷം പ്രസ് ലോസും കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തോമസ് മെക്കാളെ എ കൊളോണിയൽ ഒഫീഷ്യൽ ഫോർമുലേറ്റഡ് ന്യൂ റൂൾസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് ആൻഡ് ഗീവ് ദ ഫ്രീഡം ടു പ്രിന്റ് ദ പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പ്രസ്സിന് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ അധികാരം കൊടുക്കണം. ഈ പറഞ്ഞ വെർണാക്കുലർ പ്രസ് ആക്ടിനൊക്കെ എടുത്ത് കളയണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, റൈറ്റ്, സെറ്റാണ്. ഇനി നമ്മൾ നോക്കുന്ന ലാസ്റ്റ് സ്ലൈഡാണ് ഈ ചാപ്റ്ററിലെ. ആഫ്റ്റർ 1857 സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ്, അതായത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ്. സാർ സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിലടാ? പഠിച്ചിട്ടില്ല, ഓക്കെ, അറിയില്ല കേട്ടോ. സംസ്കൃതി വാർത്തായന സുബന്ധ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പണ്ട് സംസ്കൃത വാർത്ത റേഡിയോയിൽ ഹരിസാറിൻ്റെ അച്ഛൻ ഇങ്ങനെ കേട്ടതായിട്ട് അറിവുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞുള്ള സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദ പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്സിൻ്റെ മുകളിലേക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ 1857 വരികയാണ്. ഇനി 1878 വരികയാണ്. ദ വെർണാക്കുലർ പ്രസ് ആക്ട് വാസ് പാസ്ഡ്. ദ ഗവൺമെൻറ് കൺട്രോൾ ഓവർ ദി പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് വെർണാക്കുലർ പ്രസ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. 1878 അത് സംഭവിക്കുന്നത്. ഈ പറഞ്ഞത് റെസ്ട്രിക്ഷൻസ് ഈവൻ മോർ ഇഗ്നൈറ്റഡ് ദ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള സ്വതന്ത്ര സമരം കുറച്ചും കൂടെ ഇഗ്നൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ചിന്തിച്ചു നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ആ സാധനം ചെയ്യാനുള്ള സാധനം വരില്ലേ. അതേ സാധനം തന്നെ ഈ പറഞ്ഞ ബാലഗംഗാധര തിലകന് കേസരി പോലുള്ള പത്രങ്ങളിലൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. സർ ഡിഡ് യു ഈറ്റ്? നോ. ഹരിസാറ് എപ്പോഴാണ് കഴിച്ചത്? വൈകിട്ട് എങ്ങാനും കഴിച്ചതാണ്. 4 മണിക്കോ 4:30 5 മണിക്കോ എങ്ങാനും കഴിച്ചതാണ്. ഓക്കെ, വിശക്കുന്നുണ്ടടാ. ഓക്കെ, റെഡി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററോടെ കഴിഞ്ഞു. സ്വസ്ഥമായി നമ്മൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി. ഇത് മാക്സിമം പോയിക്കാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചേ പഠിക്കാനുള്ളൂ. സബ് ടോപ്പിക്സ് 1.1 to 1.3 അത്രേ നമുക്ക് പഠിക്കാനുള്ളൂ ഈ ഒരു മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡിൻ്റെ കേസിൽ. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക സിൽക്ക് റൂട്ട്സ് ആൻഡ് ദ ലിങ്ക് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ദ സിൽക്ക് റൂട്ട്സ് ആർ ദ ഗുഡ് എക്സാമ്പിൾ ഓഫ് വൈബ്രൻറ്റ് പ്രീ മോഡേൺ ട്രേഡ് ആൻഡ് കൾച്ചറൽ ലിങ്ക് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതായത് വേരിയസ് ആയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിൽക്ക് റൂട്ട്സ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും കേട്ടോ. പട്ടുതുണി പാത എന്നൊക്കെയാണ് മലയാളത്തിൽ അതിനെ വിളിക്കുക. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ഇതാണ് ആൻഷ്യൻ്റ് സിൽക്ക് റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനം. അപ്പോൾ ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ ഓക്കെ, റെഡി. ഈ പറഞ്ഞിട്ടുള്ള തുർക്കമിസ്ഥാൻ, അതുപോലെ തന്നെ തജിക്കിസ്ഥാൻ ആയിക്കോട്ടെ, കിർഗിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ പോയി ചൈനയിലൂടെയൊക്കെയാണ് സിൽക്ക് റൂട്ട്സ് ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഇനി നമ്മൾ അറിയേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള സിൽക്ക് റൂട്ട്സ് പോയിന്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റ് ബൗണ്ട് ചൈനീസ് സിൽക്ക് കാർഗോസ് അലോങ് ദിസ് റൂട്ട് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള കാർഗോസ് ഏതിലൂടെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇത്തരത്തിലുള്ള റൂട്ടുകളിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ചൈനീസ് സിൽക്ക് കാർഗോസ് അലോങ് ദ റൂട്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയണത്? പല്ലു തേക്കാനുണ്ട് ബ്രഷ്, കുളിച്ചു കഴിഞ്ഞാൽ ഫ്രഷ്, സാറ് ഞങ്ങളുടെ ക്രഷ്. ക്രഷായപ്പം ക്രഷാക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട് ക്രഷാക്കരുത്. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ദയവ് ചെയ്ത് ക്രഷാക്കരുത്. ഓക്കെ, ഹിസ്റ്റോറിയൻസ് ഹാവ് ഐഡൻറ്റിഫൈഡ് സെവറൽ സിൽക്ക് റൂട്ട്സ് ഓവർ ലാൻഡ് ആൻഡ് ബൈ സീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ലാൻഡിലൂടെയും അതുപോലെ തന്നെ സീയിലൂടെയൊക്കെ
നിരവധി തവണ ഈ പറഞ്ഞിട്ടുള്ള സെവറൽ സിൽക്ക് റൂട്ട്സിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. നീറ്റിംഗ് ആൻഡ് ടുഗെദർ വാസ് റീജിയൻസ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഏഷ്യയിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത്. ആൻഡ് ലിങ്കിങ് ഏഷ്യ വിത്ത് യൂറോപ്പ് ആൻഡ് നോർത്തേൺ ആഫ്രിക്ക. നോർത്തേൺ ആഫ്രിക്കയും ഏഷ്യയും ഈ പറഞ്ഞിട്ടുള്ള നമ്മളെന്താണ് യൂറോപ്പുമായിട്ട് കണക്റ്റഡ് ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സിൽക്ക് റൂട്ട്സ് ആണ് എന്ന് പറഞ്ഞു വെക്കേണ്ടത്. എന്താ പറഞ്ഞു വെക്കുന്നത്? സിൽക്ക് റൂട്ട്സിലൂടെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി സർ? പിക്കപ്പ് ലൈൻ ഉണ്ട് 2022 കോമഡി. പറഞ്ഞു പിക്കപ്പ് ലൈന് പറയേണ്ടവർക്ക് പിക്കപ്പ് ലൈന് പറയാം. നോ സീൻ. ഓക്കെ, ദേ ആർ നോൺ ഹാവ് എക്സിസ്റ്റഡ് സിൻസ് ബിഫോർ ദ ക്രിസ്ത്യൻ ഇറ ആൻഡ് ത്രൈവ്ഡ് ഓൾമോസ്റ്റ് ടിൽ ദ 15th century. ഏകദേശം 15th സെഞ്ചുറിക്ക് ആയപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ ഇറയുടെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മേഖല കുറച്ചുകൂടെ ത്രൈവായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടെ എന്താണ് അത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു സമയത്തൊക്കെയാണ്. അതായത് ഒരു ത്രൈവ് ആവുക എന്ന് പറയുന്നത്. അതിന് മലയാളം എന്താ പറയുക ഈശ്വര? കുറച്ചുകൂടെ ഫ്ലറിഷ് ആവുക. അത് ഇംഗ്ലീഷാണല്ലോ. അതിൻ്റെ എന്താ പറയുക? കുറച്ചുകൂടെ എന്താ പറയുക? ഒന്ന് ഉഷാറാക്കുക, അതാണ് ഉദ്ദേശിക്കുക. ഓക്കെ, ഫ്ലറിഷിൻ്റെയും ത്രൈവിൻ്റെയും മീനിങ് ഒന്നാണ്, പക്ഷേ അതിൻ്റെ മലയാളം സാറിന് കിട്ടുന്നില്ല. ഓക്കെ, എനിവേ, ബട്ട് ചൈനീസ് പോട്ടറി ഓൾസോ ട്രാവൽ ദ സെയിം റൂട്ട് എന്ന് പറയുന്നത്. ചൈനീസ് പോട്ടറിയും ഇതേ ഒരു ട്രാവലിലൂടെ റൂട്ട് പോയിട്ടുണ്ട്. സോ ബട്ട് ആസ് ഡി ടെക്സ്റ്റൈൽസ് ആൻഡ് സ്പൈസസ് ഫ്രം ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. എന്താ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നൊക്കെ ഈ പറഞ്ഞിട്ടുള്ള തുണിയും കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻ റിട്ടേൺ പ്രഷ്യസ് മെറ്റൽസ് ഗോൾഡ് ആൻഡ് സിൽവർ ഫ്ലോഡ് ഫ്രം യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഈ യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ഗോൾഡും സിൽവറൊക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. ഇനി ഇത് ഈ പറഞ്ഞിട്ടുള്ള ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ഓൾവേസ് വെൻറ്റ് ഇൻ ഹാൻഡ്. പറഞ്ഞ ട്രേഡ് ആയിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ, ഈ ട്രേഡ് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൾച്ചർ നടക്കുന്നുണ്ട്. കൾച്ചറിൻ്റെ ട്രാൻസ്മിഷൻ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ട്രേഡിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, സാറിനെ കണ്ടാൽ ഞങ്ങളുടെ സ്കൂളിലെ സാറായ തേജസ് സാറിനെ പോലെയുണ്ട്. സാറിനെ കണ്ടാൽ ഞങ്ങളുടെ സ്കൂളിലെ സാറായ തേജസ് സാറിനെ പോലെയുണ്ട്. 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതെയോ? എൻ്റെ പൊന്നോ, അതേതാണാവോ ആള്? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഫൈൻ. ഈ പറഞ്ഞിട്ടുള്ള ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്തിൽ സംഭവിക്കുന്നുണ്ട്? ട്രേഡ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കൾച്ചറൽ ട്രാൻസാക്ഷൻ സംഭവിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നുണ്ട്? കൾച്ചറൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൾച്ചറിൻ്റെ ഇൻസിമിനേഷൻ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എന്തിലേക്കും കാരണമാകും? അവിടെ ഉണ്ടാകുന്ന ട്രേഡിലേക്കും കാരണമാകും. ആ ഒരു കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ് ഓൾമോസ്റ്റ് സർട്ടൻലി ട്രാവൽഡ് ദിസ് റൂട്ട് ടു ഏഷ്യ ആസ് ഡിഡ് ഏർലി മുസ്ലിം പ്രീച്ചേഴ്സ് ഓഫ് ഫ്യൂ സെഞ്ചുറീസ് ലേറ്റർ. പിന്നീടാണ് ഈ പറഞ്ഞ മുസ്ലിംസ് കമ്മ്യൂണിറ്റി വരുന്നതും മുഹമ്മദിൻ്റെ ഒരു യാത്ര തുടങ്ങുന്നതും ഒക്കെ. അതിനുശേഷം ഒരു അറബ് എംപയർ ഉണ്ടാകുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കാലത്തിന് ശേഷം കേട്ടോ. ക്രൂസൈഡ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. കുരിശുദ്ധങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. മച്ച് ബിഫോർ ഓൾ ദിസ് ബുദ്ധിസം എമർജ് ഫ്രം ഈസ്റ്റേൺ ഇന്ത്യ ആൻഡ് സ്പ്രെഡ് ഇൻ സെവറൽ ഡയറക്ഷൻസ് ത്രൂ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഓൺ ദ സിൽക്ക് റൂട്ട്സ് ഓഫ് ദ വേൾഡ്. ഇന്ത്യ ഇടയിൽ എന്തും കൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്? ബുദ്ധിസം കൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. എന്ത് സ്പ്രെഡ് ആവുന്നുണ്ട്? ബുദ്ധിസം കൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നാണ് നമുക്കറിയാം ബീഹാറിലെ ഗ്രാമത്തിൽ നിന്നാണ് ബുദ്ധൻ എന്ത് ചെയ്യുന്നത്? ബുദ്ധമതം സ്പ്രെഡ് ചെയ്യുന്നതും പിന്നീട് പതുക്കെ അത് ഈ പറഞ്ഞിട്ടുള്ള ചൈനയിലേക്കും ഈ പറഞ്ഞ കൊറിയയിലേക്കും ഈ പറഞ്ഞ ജപ്പാനിലേക്കൊക്കെ പോവുകയും പതുക്കെ ഈ പറഞ്ഞ സിൽക്ക് റൂട്ടിലൂടെ സഞ്ചരിക്കുകയും യൂറോപ്പിലേക്കൊക്കെ എത്താൻ വേണ്ടിയുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ബുദ്ധിസം ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റേൺ ഇന്ത്യയിൽ നിന്ന് പതുക്കെ സ്പ്രെഡായി പോയൊരു സാധനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് ഫുഡ് ട്രാവൽ സ്പിഗേറ്റി ആൻഡ് പൊട്ടേറ്റോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്പിഗേറ്റി ആൻഡ് പൊട്ടേറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പിഗേറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു നൂഡിൽസ് പോലുള്ള ഒരു കൈൻഡ് ഓഫ് സാധനമാണ് സ്പിഗേറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പൊട്ടേറ്റോ എന്ന് പറഞ്ഞ സാധനം, ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഓഫേഴ്സ് മെനി എക്സാമ്പിൾസ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇറ്റലിയിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇറ്റലിയിലെ പിസ്സ എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇറ്റലിയിലെ പിസ്സ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അമേരിക്ക എടുക്കാമെന്ന് വെച്ചോ, പോട്ടെ ഈ പറഞ്ഞിട്ടുള്ള ജർമ്മനി എടുക്കാമെന്ന് വെച്ചോ. ജർമ്മനിയിലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബർഗർ കിട്ടുക. എന്ത് കിട്ടുക? ബർഗർ കിട്ടുക. ഹാംബർഗർ എന്നൊക്കെ നിങ്ങൾ കേട്ടതെന്ന് എനിക്കറിയില്ല. ഹാംബർഗർ എന്ന് പറയുന്നത് ജർമ്മനിയിലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ബർഗറിൻ്റെയൊക്കെ ഒരു തുടക്കം കാണുക. ഓക്കെ, അതുപോലെ തന്നെ ന്യൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി വരുന്നത് മിക്കവാറും അത് ചൈന, കൊറിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ന്യൂഡിൽസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞിട്ടുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി. ഞാനും റയൽ മെഡ്രിഡ് ഫാനാണ്, സ്പാം ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ട്രേഡേഴ്സ് ആൻഡ് ട്രാവലേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ക്രോപ്സ് ടു ദ ലാൻഡ്സ് ദ ട്രാവൽ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അവർ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പെയിൻകാർ അമേരിക്കയിലേക്ക് പോയപ്പോൾ, അതായത് നോർത്ത് അമേരിക്കയിലേക്ക് അവർ പോയപ്പോൾ അവരവിടെ കൊണ്ടുപോയിട്ടുള്ള സ്പെയിനിലെ പല അഗ്രികൾച്ചർ സാധനങ്ങളും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ നോർത്ത് അമേരിക്കയിൽ ഇന്നും നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഈവൻ റെഡി ഫുഡ് സ്റ്റഫ്, ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് സ്റ്റഫ് ഇൻ ഡിസ്റ്റൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് മൈറ്റ് ഷെയർ കോമൺ ഒറിജിൻസ്. ഇപ്പോൾ 2 മിനിറ്റിൽ റെഡി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡിൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ന്യൂഡിൽസ് ആവില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ നമ്മൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ചാണോ? ഇപ്പോൾ ഇപി അല്ലെങ്കിൽ മാഗി അതൊക്കെ ഇന്ത്യയിലാണോ കണ്ടുപിടിച്ചല്ല. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒതൻറ്റിക് ആയിട്ടുള്ള സാധനം കിട്ടുക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളില്ല. ഓക്കെ, ഈ പറഞ്ഞ ഹൈദരാബാദി ബിരിയാണി നമുക്കിവിടെ കേരളത്തിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണി എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അത് അവിടെ ചെന്ന് കഴിച്ചാലേ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈവൻ റെഡി ഫുഡ് സ്റ്റഫ് ഇൻ ഡിസ്റ്റൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് മൈറ്റ് ഷെയർ കോമൺ ഒറിജിൻസ്. ചില സമയത്ത് അത് കോമൺ ഒറിജിൻസിൻ്റെ ഭാഗമായിട്ടും കാണാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ നൂഡിൽസിൻ്റെ കേസിന് എടുക്കുക. ചൈനയിൽ നിന്നാണോ കൊറിയയിൽ നിന്നാണോ ജപ്പാനിൽ നിന്നാണോ ഉണ്ടായത്, ജപ്പാൻ എന്തായാലും അല്ല, ചൈനയിൽ നിന്നാണോ കൊറിയയിൽ നിന്നാണോ ഉണ്ടായത് ഇപ്പോഴും കൺഫ്യൂഷനാണ്. നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസർ വരും. ചിലപ്പോൾ ജപ്പാൻ എന്ന് പറയും, അല്ല ചിലപ്പോൾ കൊറിയ എന്ന് പറയും, ചിലപ്പോൾ ചൈന എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ആൻസസ്റ്റേഴ്സ് ഉണ്ടാവും. ഉണ്ണിയപ്പത്തിൻ്റെ കോമൺ ആൻസസ്റ്റർ എവിടെയാണ്? നമ്മുടെ കേരളത്തിലല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കേരളത്തിലുള്ളത് മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊരാളത് ഉണ്ടാക്കിയിട്ടുണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മാത്രമേ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പപ്പടം കേരളമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, പക്ഷേ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങളിതാ സ്പിഗറ്റി സാറ് വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോൾ തന്നെ ഒരു പിക്ചർ ഞാൻ തന്നെ വെക്കൂലേ. ഓക്കെ, റെഡി. അപ്പോൾ ടേക്ക് സ്പിഗറ്റി ആൻഡ് ന്യൂഡിൽസ് എന്ന് പറഞ്ഞു നോക്കണ്ട്. ഇത് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ന്യൂഡിൽസ് ട്രാവൽ ഫ്രം ചൈന ടു ബിക്കം സ്പിഗറ്റി. അതായത് ഈ പറഞ്ഞിട്ടുള്ള ന്യൂഡിൽസ് ആണ് പതുക്കെ എന്തായി മാറിയിട്ടുള്ളത്, സ്പിഗറ്റി ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കാം. ഓക്കെ, കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത് ഒന്നായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഉണ്ണിയപ്പത്തിൻ്റെ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കക്കാരുണ്ടാക്കിയിട്ടുള്ള കേക്കിൽ നിന്നായിരിക്കാം, അല്ലേ, തൊപ്പി കേക്കിൽ നിന്നായിരിക്കാം, അല്ലേ, ചിന്തിക്കാലോ. അപ്പോൾ ഐഡിയ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിങ്ങനെ ഇവല്യൂഷൻ നടന്നു വന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാ? ഇവിടെ പറയുന്നത് ഫുഡിൻ്റെ ഒരു ട്രാവലിംഗ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. കൾച്ചറിൻ്റെ ഒരു ട്രാൻസ്മിഷനാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഓർ പെർഹാപ്സ് അറബ് ട്രേഡേഴ്സ് ടു പാസ്ത ടു 5th century സിസിലി ആൻഡ് ഐലൻഡ് നൗ ഇൻ ഇറ്റലി. ഒരു പക്ഷേ അറബികളായിരിക്കാം. അറബികളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്, ഒരു സ്ഥലത്തും വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ 5th century 5ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് സിസിലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അല്ലേ. സിസിലി എന്ന് പറയുന്നത് ഇറ്റലിയിലൊരു പ്ലേസ് ആണ്. ഇറ്റലിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സിസിലി, റോം, ഒരുപാട് സ്ഥലമുണ്ട്, ഫ്ലോറൻസ്, മിലാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സിസിലി എന്ന് പറയുന്ന സ്ഥലം ഇറ്റലിയിലൊരു സ്ഥലം. ഇറ്റലി ഫേമസ് ആയിട്ട് എന്താ? പിസ്സയാണ് ഇറ്റലിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം. സ്വാഭാവികമായിട്ട് നമ്മളിവിടെ കഴിക്കുന്ന പിസ്സയൊക്കെ ഇല്ലേ, ഈ പിസ്സയൊന്നും ഒരു പിസ്സയല്ല. നിങ്ങൾ ഇറ്റലി പോയിട്ട് ഒരു പിസ്സേൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ, സാറ് കഴിച്ചനോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ ആഗ്രഹമുണ്ട്. കഴിച്ചാണ്ടല്ലോ അപ്പോൾ ശരിക്കും പിസ്സേൻ്റെ ടേസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളിവിടെ കഴിക്കുന്ന പല സാധനങ്ങളും നിങ്ങളിവിടെ നമ്മളെ കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക് നിങ്ങൾ കഴിക്കുന്നവരായിരിക്കും അല്ലേ. എസ്പെഷ്യലി ഡയറി മിൽക്ക്. ഇവിടെ കഴിക്കുന്ന ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഇന്ത്യയിൽ കഴിക്കുന്ന ഡയറി മിൽക്ക്, ഇറ്റ് ഈസ് നോട്ട് എ ഡയറി മിൽക്ക്, ഇറ്റ് ഈസ് എ ഡയറി പൗഡർ മിൽക്ക്. എന്താ കാരണം? അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിൽക്കോ, ശരിക്കും ആക്ച്വൽ പാലൊന്നും അല്ല എടുക്കുന്നത്, പശുവിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. ഈ പറഞ്ഞ നമ്മളെ പൗഡറില്ലേ, മിൽക്ക് പൗഡർ, അതാണ് എടുക്കണത്. മാക്സിമം എത്രത്തോളം ലോ ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ലോ ക്വാളിറ്റിയിൽ അവർ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് വല്ല കാനഡയെന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ഒരു ഡയറി മിൽക്ക് കഴിച്ചാൽ ഈശ്വര ഇതാണോ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇനി സിമിലർ ഫുഡ് വേഴ്സ് ഓൾസോ നോൺ ഇൻ ഇന്ത്യ, ജപ്പാൻ. സോ ദ ട്രൂത്ത് അബൌട്ട് ദെയർ ഒറിജിൻസ് മേ നെവർ ബി നോൺ. നമുക്കറിയില്ല എന്താണ് അതിൻ്റെ ട്രൂത്തും കാര്യങ്ങളും എന്നുള്ളത് അറിയില്ല. ഞാനിപ്പോൾ എന്താ അറിയുക, ഈ ചാറ്റ് ചെയ്യുന്ന ആളെ ഞാൻ പറഞ്ഞു വിടാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ ഹരിസാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ സ്പാം ചെയ്യാനെങ്കിലും. ഓക്കെ, ഇവിടെ ഇത്രയും 10-90 ആളുകൾ ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൻ്റെ എൻഡിങ് ആവാനായി. പക്ഷെ നിങ്ങൾ ആരും എന്താ ഒരു ഫയർ ഇമോജി ഒന്നും ഇടാത്തത്? എനിക്ക് വിഷമാവുന്നു. ഒരാൾ മാത്രം ഇങ്ങനെ സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആളെ കളയാത്തത്. സ്പാം ചെയ്യുന്നത് നോർമലി ഹരിസാറ് കളയുമായിരുന്നു, പക്ഷെ ആളെ ഞാൻ കളയാത്തത് എന്താ, മുഹമ്മദ്
നിങ്ങൾ കഴിഞ്ഞു ക്ലാസ്, ഇന്നത്തെ ഹിസ്റ്ററി നമ്മൾ സെറ്റാക്കി, പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. Yet such goose work suggests that possibility of long distance cultural contact even in the pre-modern world. ഈ പറഞ്ഞ പ്രീ മോഡേൺ വേൾഡിൽ നമുക്കിത് കാണാൻ പറ്റും. ഇനി കുറച്ച് കാര്യങ്ങൾ അറിയണം. മെനി ഓഫ് അവർ കോമൺ ഫുഡ് സച്ച് ആസ് പൊട്ടേറ്റോസ്, ഉരുളക്കിഴങ്ങില്ലേ, ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മളിവിടെ കഴിക്കുന്ന പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങിൻ്റെ കറി ആയിട്ടും ഒക്കെ നമ്മൾ കഴിക്കില്ലേ ഉരുളക്കിഴങ്ങ്. സോയാബീൻ, സോയ ചങ്ക്സ് എല്ലാവരും കഴിക്കുന്നുണ്ടാവില്ലേ. ഹരിസാർ ഇന്ന് പോയിട്ട് വേണം സോയ ചങ്ക്സ് വേണമെങ്കിൽ കഴിക്കാമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. ഓക്കെ, സോയ ചങ്ക്സ്, ഗ്രൗണ്ട് നട്ട്സ്, ഓക്കെ ഗ്രൗണ്ട് നട്ട്സ്, മെയ്സ്, ടൊമാറ്റോസ്, അതുപോലെ തന്നെ ചില്ലീസ്, സ്വീറ്റ് പൊറ്റേറ്റോസ്, അതുപോലെ തന്നെ ആൻഡ് സോ ഓൺ വേർ നോട്ട് നോൺ ടു ആർ ആൻസെസ്റ്റേഴ്സ്. നമുക്കറിയില്ല ഈ സാധനം നമ്മളെ ആൻസെസ്റ്റേഴ്സ്, നമ്മളിവിടെ കപ്പ, മരച്ചീനി, അരി, നെല്ലൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അല്ലേ. നമുക്കൊന്നും ഈ പറഞ്ഞ സ്വീറ്റ് ചില്ലി എന്താണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വീറ്റ് പൊറ്റേറ്റോസ് എന്താണെന്നോ ഈ പറഞ്ഞിട്ടുള്ള സോയ ചങ്ക്സ് എന്താണെന്നോ ഗ്രൗണ്ട് നട്ട്സ് എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മളിവിടെ കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. പോർച്ചുഗീസുകാരോ ഇവിടുന്ന് അങ്ങോട്ടോ ടൊമാറ്റോസിൻ്റെ വിത്തൊക്കെ, ടൊമാറ്റോ എന്ന് പറഞ്ഞ സാധനം, തക്കാളി എന്ന് പറഞ്ഞ സാധനം പോർച്ചുഗീസുകാരോ ഏതോ യൂറോപ്യൻകാർ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിത്ത് ഇങ്ങനെ വന്നു പോയതാ. ഇവിടെ എന്താ, നമ്മൾ സ്പൈസസിനാണ് പേര് കേട്ടിട്ടുള്ളത്. നമ്മളെന്തിനാ കുരുമുളക്, കാപ്പി, ഇഞ്ചി, മഞ്ഞൾ പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പേര് കേട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും അറിയില്ല ഇതൊക്കെ നമ്മുടെ ആൻസേഴ്സിന് അറിയോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി ദീസ് ഫുഡ്സ് വെയർ ഓൺലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ആഫ്റ്റർ ക്രിസ്റ്റഫർ കൊളംബസ് ആക്സിഡൻ്റലി ഡിസ്കവേർഡ് ദ വാസ്റ്റ് കോണ്ടിനെന്റ് ഓഫ് വുഡ് ലേറ്റർ ബിക്കം നോൺ ആസ് അമേരിക്ക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ പറഞ്ഞ മനുഷ്യൻ, ഈ പറഞ്ഞ ക്രിസ്റ്റഫർ കൊളംബസ് നോർത്ത് അമേരിക്ക കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊന്നും എത്തൂല. നോർത്ത് അമേരിക്ക കണ്ടുപിടിച്ചു, സ്പെയിനും പോർച്ചുഗീസും അവിടെ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് പതുക്കെ ട്രാവൽ ചെയ്തിട്ടാണ് ഇന്ത്യ പോലുള്ള ഏഷ്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തുന്നത്. ഇന്ന് നമുക്ക് നാടൻ തക്കാളി എന്നോ ഹൈബ്രിഡ് തക്കാളി എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ തക്കാളിയൊക്കെ ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ മുട്ടയുണ്ട്, നാടൻ മുട്ട അല്ല, മുട്ട പിന്നെ പോട്ടെ, ഞാൻ നേരത്തെ ഓർമ്മയിൽ പറഞ്ഞു. ഓക്കെ, എനിവേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഇൻ ഫാക്ട് മെനി ഓഫ് അവർ കോമൺ ഫുഡ്സ് കെയിം ഫ്രം അമേരിക്കാസ് ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ദ അമേരിക്കൻ ഇന്ത്യൻസ്. അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് കുടിയേറി പാർത്തിട്ടുണ്ട്. അവരിക്കാണ് നമ്മൾ അമേരിക്കൻ ഇന്ത്യൻസ് വിളിക്കുക. നിങ്ങൾ ആഫ്രോ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇത് ആഫ്രോ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ആഫ്രിക്കനും ഇന്ത്യൻസും, ആഫ്രോ അമേരിക്ക എന്ന് പറഞ്ഞാൽ ആഫ്രോ അമേരിക്ക, ആഫ്രിക്കക്കാരും അമേരിക്കക്കാരും. ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കക്കാർ ഇന്ത്യയിലേക്ക് വന്നുള്ള ആളുകൾ നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. എനിവേ സംടൈംസ് ദ ന്യൂ ക്രോപ്സ് വുഡ് മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ജീവിതവും മരണമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് കാണാൻ പറ്റും. യൂറോപ്പ് ഈസ് പുവർ ബിഗാൻ ടു ഈറ്റ് ബെറ്റർ ആൻഡ് ലിവ് ലോങ്ങർ വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഹംബിൾ പൊറ്റേറ്റോ. പതുക്കെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇതോട് കൂടിയിട്ട് ഹംബിൾ പൊറ്റേറ്റോട് കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിൻ്റെ ഒരു കാര്യം കാണാൻ പറ്റും. Ireland's poorest peasants became so dependent on potatoes that when diseases destroyed the potato crop in the mid-1840s, hundreds of thousands died in starvation. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പൊട്ടേറ്റോ മാത്രമായിട്ട് ഞാൻ ഇത് വായിച്ചപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഹരിസാർ ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാണ് ഈ അയർലൻഡിലെ ആളുകൾക്ക് മൊത്തത്തിൽ ഈ പൊട്ടറ്റോ മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റുക? ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നോർമലി ഹരിസാർ ഇങ്ങനെ ചിന്തിച്ചു, പൊട്ടറ്റോ മാത്രം, ഉരുളക്കിഴങ്ങ് മാത്രം തിന്നാൽ ഈ അയർലൻഡുകാർക്ക് നല്ല ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പൊട്ടറ്റോ ഒരു സമയത്തെ തമാശയാക്കിയതല്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 1840 ആയപ്പോഴത്തേക്ക് ഈ പൊട്ടറ്റോ മൊത്തം ഇല്ലാണ്ടായി. ഓക്കെ, സാർ അതിൽ സാർ US എടുക്കാൻ വന്നു. എൻ്റെ ഇപ്പുറത്തുനിന്ന് എടുക്കുന്നത്, എനിക്ക് സൗണ്ട് കേൾക്കാം ആളുടെ. ഓക്കെ, സാർ അതിൽ സാർ എടുക്കാൻ വന്നു എന്ന് അനീതി പറഞ്ഞു. അനീതിനോട് പറഞ്ഞ് ഹരി സാർ ചോദിച്ചു എന്ന് പറഞ്ഞേ. ഓക്കെ റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1840 ആയപ്പോഴത്തേക്ക് പൊട്ടറ്റോ മൊത്തം ഇല്ലാണ്ടായി. പൊട്ടറ്റോ മൊത്തം ഇല്ലാണ്ടായപ്പോൾ ഇവർക്ക് കഴിക്കാനൊന്നും പറ്റാണ്ടായി. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ഒരുപാട് ആളുകൾ സ്റ്റാർവേഷൻ, പട്ടിണി കിടക്കാൻ, വേറെ ഒരു സാധനം ഇല്ലേന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ അമ്മ എന്താ വേറെ ഒന്നും ഇല്ല അവർക്ക് കൃഷി ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ സ്റ്റാർവേഷനിൽ കെട്ടുപോയെന്ന് ഞാൻ ചിന്തിച്ചു. മേ ബി കോൺക്വസ്റ്റ്, ഡിസീസ്, ട്രേഡ്. ലാസ്റ്റ് കാര്യമാണ്. സ്വാഭാവികമായിട്ടും ദ പ്രീ മോഡേൺ വേൾഡ് സ്ട്രാങ് ഗ്രേറ്റ്ലി ഇൻ ദ 16th century ആഫ്റ്റർ യൂറോപ്യൻ സെയിലേഴ്സ് ഫൗണ്ട് എ സീ റൂട്ട് ടു ഏഷ്യ ആൻഡ് ഓൾസോ സക്സസ്ഫുള്ളി ക്രൗഡഡ് ദി വെസ്റ്റേൺ ഓഷ്യൻ ടു അമേരിക്ക എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള പ്രീ മോഡേൺ വേൾഡിൽ
16th century ഒക്കെ ആയപ്പോഴത്തേക്ക് യൂറോപ്യൻ സെയിലേഴ്സ് എന്ത് ചെയ്തു, ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സക്സസ്ഫുള്ളി അവരെന്ത് ചെയ്തു, വെസ്റ്റേൺ ഓഷ്യൻ ക്രോസ് ചെയ്തിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഏഷ്യയിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും ഫോർ സെഞ്ചുറീസ് ബിഫോർ ദ ഇന്ത്യൻ ഓഷ്യൻ ഹാഡ് നോൺ ബസ്ലിംഗ് ട്രേഡ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് കച്ചവടത്തിൻ്റെ ഒരു മേഖലയുമായിട്ട് ഏറ്റവും റഷായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. വിത്ത് ഗുഡ്സ്, പീപ്പിൾ, നോളജ്, കസ്റ്റംസ് എക്സെട്ര ക്രിസ് ക്രോസിങ് ഇറ്റ്സ് വാട്ടേഴ്സ്. അതായത് ഈ പറഞ്ഞ വാട്ടേഴ്സിലേക്ക് ക്രിസ് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലായൊരു സമയമായിരുന്നു ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ അന്നുള്ള സമയം. ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വാസ് സെൻട്രൽ ടു ദിസ് ഫ്ലോസ് ആൻഡ് ക്രൂഷ്യൽ പോയിന്റ് ഇൻ ദെയർ നെറ്റ്വർക്ക്സ്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആയിരുന്നു ഒരു ക്രൂഷ്യൽ പോയിന്റ്. കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്നത്, ഇതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. സ്വാഭാവികമായിട്ട് ഈ മേഖല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. ബിക്കോസ് ഓഫ് ട്രേഡ്, അല്ലേ, എന്താ പറയുന്നത്, ട്രേഡ് അവിടെ വളരെയധികം നടക്കുന്നുണ്ട്. ക്രൂഷ്യൽ പോയിന്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. The entry of the Europeans helped expand or redirect some of these flows towards Europe എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. Before its discovery, America had been cut off from regular contact with the rest of the world for millions of years ago. അതായത് അമേരിക്ക എന്ന് പറയുന്ന ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളുമായിട്ട് അവരുടെ എന്ത് ചെയ്തു, ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. ബട്ട് ഫ്രം ദ 16th century, its vast lands and abundant crops and minerals began to transform trade and lives everywhere. പറഞ്ഞ ട്രേഡും ലൈഫ്സൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്ത് സംഭവിച്ചു, അവരുടെ മനസ്സിലാക്കാൻ ഡിസ്കവറി പതുക്കെ എന്ത് ചെയ്തു, അമേരിക്ക കണ്ടുപിടിക്കാൻ, നോർത്ത് അമേരിക്ക കണ്ടുപിടിക്കാനൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതും ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതൊക്കെ ആ കാലഘട്ടത്തിൽ. ഈ ഭാഗത്താണ് നമ്മൾ പ്രഷ്യസ് മെറ്റൽസ് കാണുക, പർട്ടിക്കുലർലി സിൽവർ. ഇവിടെ നമ്മൾ വെള്ളിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഫ്രം മൈൻസ് ലൊക്കേറ്റഡ് ഇൻ ഈ പറഞ്ഞ പ്രസന്റ് ഡേ പെറു. ആൻഡ് മെക്സിക്കോ ഓൾസോ എൻഹാൻസ് യൂറോപ്സ് വെൽത്ത് ആൻഡ് ഫൈനാൻസ് ഇറ്റ്സ് ട്രേഡ് വിത്ത് ഏഷ്യ. ഈ പറഞ്ഞിട്ടുള്ള ഏഷ്യയുമായിട്ടുള്ള ട്രേഡിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള സിൽവർ കണ്ടുപിടിച്ചൊക്കെ ഇതിന് പ്രധാനമായിട്ടുള്ള ഘടകമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ലെജൻഡ് സ്പ്രെഡ് ഇൻ 17th century യൂറോപ്പ് അബൌട്ട് സൗത്ത് അമേരിക്കാസ് ഫേബിൾഡ് വെൽത്ത് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ പറഞ്ഞു വെക്കുന്നത്, അമേരിക്കയുടെ ഒരു ഫേബിൾഡ് വെൽത്തുമായിട്ട് ഈ പറഞ്ഞ 17th century അത് കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മെനി എക്സ്പെഡീഷൻസ് സെറ്റ് ഓഫ് ഇൻ സെർച്ച് ഓഫ് എൽ ഡൊറാഡോ എന്ന് പറഞ്ഞു നോക്കുന്നത്. എൽ ഡൊറാഡോ എന്ന് പറയുന്നത് നിങ്ങൾ KGF സിനിമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൽ ഡൊറാഡോ എന്ന് പറയുന്നത് ഗോൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, എന്താണ് ഗോൾഡുമായിട്ട് റിലേറ്റഡ് എൽ ഡൊറാഡോ. ഓക്കെ, അപ്പോൾ സിറ്റി ഓഫ് ഗോൾഡ് എന്നാണ്, ഫേബിൾഡ് സിറ്റി ഓഫ് ഗോൾഡ് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള. ഡ്യൂറേഷൻ കഴിഞ്ഞു, ലാസ്റ്റ് കുറച്ച് പോയിന്റ്, ഒരു മാക്സിമം 5 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, മൊത്തം ഹിസ്റ്ററി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദ പോർച്ചുഗീസ് ആൻഡ് സ്പാനിഷ് കോൺക്വസ്റ്റ് ആൻഡ് കൊളോണൈസേഷൻ ആൻഡ് അമേരിക്ക വാസ് ഡിസിസീവ്ലി അണ്ടർ വേ ബൈ ദ മിഡ് 16th century. യൂറോപ്യൻ കോൺക്വസ്റ്റ് വാസ് നോട്ട് ജസ്റ്റ് എ റിസൾട്ട് ഓഫ് സുപ്പീരിയർ ഫയർ പവർ. അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന 2 യൂറോപ്യൻ പവറുകളായിരുന്നു ഈ പറഞ്ഞ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ സ്പെയിൻകാരും. എന്താണ് പോർച്ചുഗീസുകാരും സ്പെയിൻകാരും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ. ഈ പറഞ്ഞിട്ടുള്ള ഇൻഫാക്ട് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓഫ് ദി സ്പാനിഷ് കോൺക്വറേഴ്സ് വാസ് നോട്ട് എ കൺവെൻഷണൽ മിലിറ്ററി വെപ്പൺ അറ്റ് ഓൾ, ഇറ്റ് വാസ് ദ ജേംസ് സച്ച് ആസ് ദോസ്. ഇതാണെന്ന് പറയുന്നത് സ്പാനിഷുകാർക്ക്, ഈ പറഞ്ഞ സ്പെയിൻകാർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന പീരങ്കികളോ തോക്കുകളോ ഒന്നും ആയിരുന്നില്ല. അവർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജേംസാണ്. എന്താ സാർ ജേംസ് എന്ന് പറഞ്ഞാൽ? ബാക്ടീരിയ. സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു രോഗം ആ കാലയളവിൽ ഉണ്ടാവുകയാണ്. സ്പാനിഷ് ഫ്ലൂ എന്നൊക്കെ നിങ്ങൾ കേട്ടുന്നറിയാറില്ലേ? കൊറോണയ്ക്ക് മുന്നേ വന്നിട്ടുള്ള ഏറ്റവും മഹാമാരിയാണ്. 100 കൊല്ലം മുന്നേ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മഹാവിപത്താണ് സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. കൊറോണയാണ് നമുക്ക് പരിചയം ഉണ്ടാവുക അല്ലേ, പക്ഷേ കൊറോണയെക്കാട്ടി മുന്നേ വന്നിട്ടുള്ള രോഗമാണ് സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള, അന്ന് ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുള്ള രോഗമാണ് സ്പാനിഷ് ഫ്ലൂ. ഓക്കെ, അതുപോലെ തന്നെ പ്ലേഗും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സ്മോൾ പോക്സ് പോലുള്ള സാധനങ്ങളൊക്കെ, ഈ പറഞ്ഞ ചൂടുപനി, അത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറഞ്ഞ സ്പെയിൻകാരാണ്. ഓക്കെ, ഈ മാപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ എന്തായാലും അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സെർച്ച് ചെയ്ത് കാണാത്തവർക്ക് ഒന്നും കൂടെ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ മാപ്പ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബിക്കോസ് ഓഫ് ദെയർ അത് പഠിച്ചാൽ മതി കേട്ടോ. ആ മാപ്പിൽ എല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു മാപ്പിൻ്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി. അത് കണ്ടിട്ട് നിങ്ങൾ ജോഗ്രഫീൻ്റെ ക്ലാസ്സിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. മറ്റന്നാളായിരിക്കും. Okay, because of their long isolation, America's original inhabitants had no immunity against these diseases that came from Europe. ഈ പറഞ്ഞ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ജെയിംസിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ആർക്കില്ല? ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കൻസിനുള്ള നേറ്റീവ്സിന് ഇല്ല എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്മോൾ പോക്സ് ഒക്കെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. വസൂരി എന്നൊക്കെ നമ്മൾ പറയും. അന്നത്തെ കാലത്ത് എന്താണ് ഇത് അറിയപ്പെടുക? വസൂരിയൊക്കെ പിന്നീട് കംപ്ലീറ്റ്ലി നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ പോലും സ്മോൾ പോക്സ് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ യൂറോപ്യൻസ് ആണ്, അഥവാ ഈ പറഞ്ഞ സ്പെയിൻകാരാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ ahead of even of Europeans reaching there, it killed and decimated whole communities, paving the way for conquest. ഈ പറഞ്ഞിട്ടുള്ള കോൺക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ ഇതാക്കിയിട്ടുണ്ട്. ഗൺസ് കുഡ് ബി ബ്രോട്ട് ഓർ ക്യാപ്ചേർഡ് ആൻഡ് ടേൺഡ് അഗെയിൻസ്റ്റ് ദ ഇൻവേഡേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള
ഗൺസ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഈ സാധാരണ നേറ്റീവ്സിൻ്റെ നേരെ തിരിച്ചു, അവരുടെ അടിമത്തം ഇവരെന്ത് ചെയ്തു, ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അണ്ടിൽ ദ 19th century പോവർട്ടി ആൻഡ് ഹങ്കർ വെയർ കോമൺ ഇൻ യൂറോപ്പ്. ഈ പറഞ്ഞ സ്മോൾ പോക്സ് ടു വിച്ച് ദ കോൺക്വറേഴ്സ് വെർ മോസ്റ്റ്ലി ഇമ്മ്യൂൺ. പറഞ്ഞ യൂറോപ്യൻസും ഇമ്മ്യൂൺ ആയിരുന്നു, പക്ഷേ നേറ്റീവ്സിന് ഇമ്മ്യൂൺ ആയിരുന്നില്ല, അവരുടെ ബോഡി അതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സിറ്റീസ് വെയർ ക്രൗഡഡ് ആൻഡ് 3 പേജും കൂടെ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു കേട്ടോ. ഈ പറഞ്ഞ സിറ്റീസ് വെയർ ക്രൗഡഡ് ആൻഡ് ഡെഡ്ലി ഡിസീസസ് വെയർ വൈഡ് സ്പ്രെഡ്. ഈ പറഞ്ഞ ഒരുപാട് ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു. റിലീജിയസ് കോൺഫ്ലിക്ട്സ് വെയർ കോമൺ ആൻഡ് റിലീജിയസ് ഡിസിൻഡൻസ് വെയർ പെർസിക്യൂട്ടഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് മതപരമായിട്ടുള്ള ആളുകൾ ഇല്ലാതായി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. തൗസൻഡ്സ് ദെയർഫോർ ഫ്ലഡ് യൂറോപ്പ് ഫോർ അമേരിക്ക. ഒരുപാട് ആളുകൾ പതുക്കെ അങ്ങനെ യൂറോപ്പിലേക്ക് താമസം മാറ്റാനൊക്കെ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക ലാസ്റ്റ് മൊമെൻ്റ് അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയ ലൈറ്റ് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, പോയ ലൈറ്റ് തിരിച്ചു വരൂ, ലൈറ്റ് പോയ ലൈറ്റ് തിരിച്ചു വരൂ, ലൈറ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇവിടെ റൂമിൽ വളരെ വെളിച്ചം കുറവായതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള സെഞ്ചുറി പ്ലാന്റേഷൻ വർക്ക്ഡ് ബൈ സ്ലേവ്സ് ക്യാപ്ചർഡ് ഇൻ ആഫ്രിക്ക വെയർ ഗ്രോയിങ് കോട്ടൺ ആൻഡ് ഷുഗർ ഫോർ യൂറോപ്യൻ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ലേവ്സ് ആയിക്കോട്ടെ, അവർ പല മനുഷ്യ കച്ചവടം വരെ ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ കിട്ടുന്നൊരു പേടി അന്നത്തെ കാലത്തില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അൺടിൽ വെൽ ഇൻ ടു ദ 18th century ചൈന ആൻഡ് ഇന്ത്യ വെയർ അമംഗ് ദ വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രീസ്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശക്തികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ചൈന ആൻഡ് ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ. ദേ വെർ ഓൾസോ പ്രൊമിനന്റ് ഇൻ ഏഷ്യൻ ട്രേഡ്. അതുപോലെ ഏഷ്യൻ ട്രേഡിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്നു. ഹൗവർ ഫ്രം ദ 15th century ചൈന ഈസ് സെഡ് ടു ബി ഹാവ് റെസ്ട്രിക്റ്റഡ് ഓവർസീസ് കോൺടാക്ട്സ് ആൻഡ് റിട്രീറ്റഡ് ഇൻ ടു ഈ പറഞ്ഞിട്ടുള്ള ഐസൊലേഷൻ. ഈ പറഞ്ഞ പതുക്കെ ചൈന എന്ത് ചെയ്തു, ഐസൊലേറ്റഡ് ആയിട്ട് മാറി. ചൈന പിന്നീട് ലോക രാജ്യങ്ങളിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചൈനാസ് റെഡ്യൂസ്ഡ് റോൾ ഇൻ ദ റൈസിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ദ അമേരിക്കസ് ഗ്രാജുവലി മൂവ്ഡ് ദ സെൻറ്റർ ഫോർ വേൾഡ് ട്രേഡ് വെസ്റ്റ് വേൾഡ്സിലേക്ക് പതുക്കെ എന്ത് ചെയ്തു, ചൈന കുറച്ചപ്പോൾ അമേരിക്കയായി അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്ന ഒരു പവറായിട്ട്. യൂറോപ്പ് നൗ എമർജ്ഡ് ആസ് എ സെൻറ്റർ ഓഫ് വേൾഡ് ട്രേഡ്. അങ്ങനെ പതുക്കെ യൂറോപ്പും അമേരിക്കയൊക്കെയായി ഈ ലോക രാജ്യങ്ങളുടെ ട്രേഡിൽ സെൻട്രൽ പീസുകളായിട്ട് മാറുന്ന ആളുകൾ. അപ്പം ഇത്രയാണ് നമ്മുടെ ഹിസ്റ്ററീൻ്റെ ക്ലാസ്. അപ്പം ഏകദേശം 3 മണിക്കൂറോളം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 7:30 സ്റ്റാർട്ട് ചെയ്തതാണ്, 10:30 ആയിട്ടുണ്ട്. ഏകദേശം 3 hours നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയണ മക്കളെ, ഒരു കാരണവശാലും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് ഇനി ഇവിടെ ഇരിക്കേണ്ട. ഞാൻ പറയണത് NCERTയുടെ ലൈൻ ബൈ ലൈനാണ് ഹരിസാർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് NCERT പോലും വായിക്കണ്ട അത്രയും കോൺഫിഡൻസ് ഞാൻ പറയാണ്. ഹിസ്റ്ററി നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലൈവും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണല്ലോ, നിങ്ങൾ വേറെ ലെവലാണ്. SSTക്ക് പിന്നെ നിങ്ങളെ തൊടാൻ പിന്നെ പറ്റില്ല. ഹിസ്റ്ററിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, ഹിസ്റ്ററിക്ക് എക്കണോമിക്സിനാണ് വെയിറ്റേജ്. ജോഗ്രഫിക്ക് പോലും ഞാൻ വെയിറ്റേജ് ഇല്ല എന്ന് പറയും, ബിക്കോസ് ജോഗ്രഫിക്ക് വെയിറ്റേജ് മാപ്പിനാണ്. സർ ഐ ഗോട്ട് 63 yes, കൺഗ്രാജുലേഷൻസ്, അടിപൊളി മക്കളെ. ഞാൻ പറയണോ, ഇത് കണ്ടാൽ മാത്രം മതി. ഈ 3 മണിക്കൂർ ഇത് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹരിസാർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഫുഡ് പോലും കഴിച്ചില്ല, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു തന്നിട്ടുണ്ട്. സ്പീഡായിട്ട് കാണാൻ 2x കാണും. ഓക്കെ, 2x കാണും. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് വെർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ലൈവിൽ നിങ്ങൾ ഇരുന്നുകൊണ്ട് യാതൊരു ഇതും നഷ്ടം ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഹരിസാറിൻ്റെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുവച്ചാൽ ഹരിസാറിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഹരിസാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇതാണ് ഹരിസാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് വെക്കുക കേട്ടോ. ഹരിസാറിൻ്റെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട്, ആർക്കെങ്കിലും അറിയോ? ഹരിസാറിൻ്റെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഹരി ദ മാഷ് എന്നടിച്ചാൽ മതി. ഹരിസാറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, പറ്റുവച്ചൊന്ന് സബ്ബൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, റൈറ്റ്. അപ്പം നിങ്ങൾക്കിത് വെർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹിസ്റ്ററിയുടെ 3 ചാപ്റ്റർ പ്ലസ് 1 ചാപ്റ്റർ സബിൻ്റെ ഒരു കംപ്ലീറ്റ് ലൈവ് എൻ്റെ മക്കൾക്ക് സെറ്റാണെങ്കിൽ അവിടെ ഒരു ഫയർ മൂജി ഇടാം, നമുക്ക് പതുക്കെ പിരിയാം. ഓക്കെ, എന്തുകൊണ്ടാണ് സാർ അധികം തമാശകളിലേക്ക് പോവാത്തേ എന്ന് നിങ്ങൾ ചോദിച്ചു. സീരിയസ് ആവേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കറിയാം കഴിഞ്ഞ വർഷം എന്തായിരുന്നു മക്കൾ എന്നുള്ളത് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഹരിസാർ എടുത്ത ലൈവും ഇപ്രാവശ്യം ഈ ലൈവ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താ അതിലെ വ്യത്യാസം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മക്കൾ കുറച്ച് തമാശ പോലെ ഞാൻ പറഞ്ഞപ്പോൾ അവരത് തമാശ പോലെ കണ്ടു. പക്ഷേ ദേ ആർ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, അവർ നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എനിക്ക് അടുത്ത കൊല്ലം പറയാൻ പറ്റണം നിങ്ങളെക്കുറിച്ച്.
ഓക്കെ, അപ്പോൾ ഇത്രേ ചെയ്യേണ്ടൂ. ഞാൻ നിങ്ങളുടെ കൂടെ ഇനി കുറച്ച് ദിവസങ്ങളിലുണ്ടാവും. മാത്സ് പോലെയോ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് പോകുന്ന പരിപാടിയല്ല, നമുക്ക് സെക്ഷൻ വൈസാണ് അല്ലേ ഹിസ്റ്ററി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരുമിച്ച് കൂടാം, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, എന്താ പറയുക, ഒരു 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 ലൈൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രശാന്ത് ഭായിയും ദിഗ്രാജ് സിംഗ് ഭായിയൊക്കെ പറയണ പോലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, യെസ് വി ക്യാൻ വി വിൽ എന്ന് പറയുന്ന സാധനം. യെസ് വി ക്യാൻ ആൻഡ് വി വിൽ. ഓക്കെ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുമെങ്കിൽ, ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുമെങ്കിൽ യെസ് വി ക്യാൻ ആൻഡ് വി വിൽ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മക്കളെ നിങ്ങൾ ഇന്നാണ്, നിങ്ങൾ പരീക്ഷയിൽ ഇന്നാണ് എന്ന് ഞാൻ പറയും. ഓക്കെ, പറ്റില്ല വെച്ച് പൊക്കോളൂ കേട്ടോ. ഷസാബ് സ്റ്റോപ്പ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കുറച്ച് പേർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് ഞാൻ പോകുള്ളൂ. താങ്കൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് മക്കൾ എന്തെങ്കിലും പോകേണ്ടവർക്ക് പോകാം, നോ സീൻ കേട്ടോ. ആരും ഞാനിവിടെ പിടിച്ചു വെക്കണില്ല. ഓക്കെ റെഡി, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ +1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ സയൻസിലും കൊമേഴ്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അഗ്നി ബാച്ചിലും ജ്വാല ബാച്ചിലൊക്കെ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ പൃഥ്വി ബാച്ചിലും അതുപോലെ തന്നെ യോധ ബാച്ചിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ റെഡി. ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യണത് അടിപൊളിയാക്കുക, പവറാക്കുക, സെറ്റാക്കുക. ഓക്കെ ബൈ. പാട്ട് പാടുന്ന ആ ഒരു മൈൻഡ് സെറ്റിലല്ല ഞാനുള്ളത്. ഇപ്പം കംപ്ലീറ്റ്ലി തൊണ്ട പോയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, എക്കണോമിക്സിൻ്റെയോ പൊളിറ്റിക്സിൻ്റെയോ ജോഗ്രഫി എന്തായാലും ഉണ്ടാവില്ല, ജോഗ്രഫിയിലല്ല, എക്കണോമിക്സിൻ്റെ പൊളിറ്റിക്സിൻ്റെ ലൈവിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം, ഉറപ്പായിട്ടും പാടിത്തരാം. ഓക്കെ, കാരണം അത്രയും ടൈം നമുക്ക് എക്കണോമിക്സ് ഒന്നും എടുക്കേണ്ടി വരില്ല. ഈ 3 മണിക്കൂർ എടുത്ത പോലെ ആ എക്കണോമിക്സിനൊന്നും 3 മണിക്കൂർ എടുക്കേണ്ടി വരില്ല. കാരണം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് പരീക്ഷ എന്ത് ചെയ്യാം, തൂക്കാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മറക്കണ്ട, വി ക്യാൻ ആൻഡ് വി വിൽ എന്നുള്ള കാര്യം പറയുക. ടാറ്റ, ഗുഡ് നൈറ്റ്, ഫുഡൊക്കെ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നെഗറ്റീവ് ആവാതിരിക്കുക. ഓക്കെ, ആരും ആരെയോടും. ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.